ജോയിസ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതത്തിന്റെ അനുഭവങ്ങളെ പങ്കുവയ്ക്കേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത് കർത്താവിന്റെ ദാസൻ സുരേന്ദ്രൻ ഡി എന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ദാസനാണ്. 27 അധികം വർഷമായി തിരുവനന്തപുരത്തിന്റെ പ്രദേശത്ത് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. അനേക ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ, തീച്ചുകളുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു കർത്താവിന്റെ ദാസനാണ്. ആ കർത്താവിന്റെ ദാസനെ ഞങ്ങൾ ജോയിസ് ടി വിയിലേക്ക് തന്റെ സാക്ഷ്യം പറയുന്നതിനായി ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസനെ എന്തൊക്കെയുണ്ട്? സന്തോഷമായിരിക്കുന്നുവോ? ദൈവകൃപയിൽ സുഖം, സന്തോഷകരമായിട്ട് ദൈവം നടത്തി ഞാൻ അങ്ങ് പോകുന്നു. ഓക്കെ. കർത്താവിന്റെ ദാസനെ കുടുംബമായി ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാട്ട്. എനിക്ക് 2 മക്കളുണ്ട്. ഡാനിയൽ, മൂത്താളുടെ പേര് ഡാനിയൽ, ഇളയാളുടെ പേര് സാമുവേൽ. വൈഫിന്റെ പേര് മിനി, അമ്മയുടെ പേര് ഓമനയാണ്. ഇന്ന് ജീവനോടെ ഇരിപ്പുണ്ട്. പിതാവ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ദൈവകൃപയിൽ ഞങ്ങള് ഓക്കെ. കർത്താവിന്റെ ദാസനെ ജീവിതാനുഭവങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിലെ 1 മിനിറ്റ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന വിലയേറിയ കർത്താവിന്റെ ദാസനും അടിയനുമായി ദൈവപാദപീഠത്തില് ആയിരിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ഈ കർത്താവിന്റെ ദാസന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ അനേകരുടെ ജീവിതത്തിന്റെ ഉദ്ധാരണത്തിനും വിടുതലിനും ആത്മീക വർധനവിനും കാരണമായി തീരുവാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചാട്ട് അടിയങ്ങളെ കൂടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. കർത്താവിന്റെ ദാസന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ നമ്മുടെ പ്രേക്ഷകരുടെ അറിവിനും അനുഗ്രഹത്തിനും വേണ്ടി ഷെയർ ചെയ്യാവുന്നതാണ്. ദൈവത്തിന്റെ പുനർനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പകൽക്കാലം ഈ പ്രേക്ഷകരുടെ മുൻപിലേക്ക് കടന്നു വരാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് നന്ദി പറയുന്നു. ബഹുമാനെ കർത്താവിന്റെ ദാസി, പ്രിയ വിശുദ്ധനൊക്കെ ഓർത്ത് നന്ദി പറയുന്നു. ഇതിലേക്ക് എന്നെ വിളിച്ചതിലുള്ള വളരെ നന്ദി, സ്നേഹവും കടപ്പാടും കർത്തദാസിക്കും ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ധാരാളമായി ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പേര് സുരേന്ദ്രൻ എന്നാണ് പറഞ്ഞതുപോലെ. എൻ്റെ 2 വയസ്സിൽ എൻ്റെ അമ്മ ഒരു മെന്റൽ രോഗിയായതാണ്. അതിനു മുൻപ് എൻ്റെ അമ്മയുടെ ഒരു ചരിത്രം പറഞ്ഞ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞൊരു അറിവാണ് ഞാൻ പറയുന്നത്. എൻ്റെ അമ്മ വിവാഹം കഴിക്കുന്നതിന് മുൻപ് എൻ്റെ പിതാവ് വേറൊരു സ്ത്രീ വിവാഹം കഴിച്ചിരുന്നു. ആ വിവാഹം കഴിഞ്ഞതിന് ശേഷം എൻ്റെ പിതാവ് ആദ്യ കുടുംബത്തിലേക്ക് ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു. അതിൽ പിള്ളേരുണ്ടായി. അവിടെ നിന്ന് എൻ്റെ പിതാവ് അവിടെ മദ്യപിച്ച് അടിയും വഴക്കുണ്ടായതിനു ശേഷം എൻ്റെ പിതാവിനെ ആദ്യ കുടുംബത്തിൽ നിന്ന് അടിച്ചു കളയുകയും, രണ്ടാമത് എൻ്റെ അമ്മയുടെ സഹോദരൻ്റെ അടുക്കൽ വന്ന് എൻ്റെ അമ്മ വിവാഹം കഴിക്കാനായിട്ട് ചോദിച്ചു. അപ്പോഴ് അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വിവാഹമായിരുന്നു. അമ്മ പറഞ്ഞു എനിക്ക് ഇഷ്ടമില്ല എന്ന് എൻ്റെ അമ്മ മാമനോട് പറഞ്ഞു. മാമൻ പറഞ്ഞു നടക്കത്തില്ല. അപ്പൊ എൻ്റെ പിതാവ് പറഞ്ഞു അല്ലെങ്കിൽ തൂങ്ങിച്ചത്തുകളെയും, ഞാൻ ആത്മഹത്യ ചെയ്യും, ഇവളെ കെട്ടിയേ പറ്റുള്ളൂ, എനിക്ക് ഓമനെ കെട്ടിത്തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാണ് ഇഷ്ടമില്ലാത്ത കല്യാണമാണ് എൻ്റെ അമ്മയ്ക്ക് നടത്തി വെച്ചു കൊടുത്തത്. കല്യാണം നടത്തി പിടിച്ചിറക്കി വിട്ടു. വിവാഹം കഴിഞ്ഞ് പിടിച്ചിറക്കി വിട്ടു. അതിനുശേഷം അപ്പോൾ 2ാമത്തെ കല്യാണമാണ് എൻ്റെ അമ്മയുടേത്. ആദ്യത്തേതില് മക്കളുണ്ട്. അവർക്ക് ആദ്യ ഭാര്യയുള്ള മക്കളുണ്ട്, ഒരു മോളുണ്ട്. അവരെയും കളഞ്ഞിട്ട് എൻ്റെ അമ്മയെ വന്ന് വിവാഹം കഴിച്ചത്. പിന്നെ എൻ്റെ മൂത്ത സഹോദരൻ എൻ്റെ അമ്മ പ്രസവിക്കുന്നു. എനിക്കൊരു സഹോദരനുണ്ട്. ആ സഹോദരനെ അമ്മ പ്രസവിച്ച് ഒരു 6 മാസം കഴിയുമ്പോഴാണ് എൻ്റെ അമ്മ എന്നെ ഗർഭിണിയാകുന്നത്, ഗർഭം ധരിക്കുന്നത്. 6 മാസം ആകുന്ന സമയം, എന്നെ 6 മാസം എൻ്റെ അമ്മ ഉദരത്തിലിട്ടിരിക്കുന്ന ആ സമയത്ത് എൻ്റെ പിതാവ് പറഞ്ഞ ഒരു ഭാഗമാണ്, ഇളയ സന്തതി നിനക്ക് ജനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അമ്മയുടെ അടി വയറ്റിൽ ചവിട്ടി അമ്മ നിലത്ത് വീണു. അപ്പൊ എന്നിട്ട് പറഞ്ഞു, ഇവൻ ജനിക്കാതെ ഇരുന്നാൽ ഞാൻ 41 പൊങ്കാല ഞാൻ ആറ്റോക്കോവില് കൊടുത്തയ്ക്കാമെന്ന് നേർന്നു. 9 മാസം തികഞ്ഞ് വരുന്നതിന് മുൻപേ എൻ്റെ അമ്മ എന്നെ സുഖത്തോടെ പ്രസവിച്ചതോടുകൂടെ എൻ്റെ അമ്മയ്ക്ക് ഞാൻ കാരണം ജനിച്ചു പോയത് നിമിത്തം അമ്മ ഗൂരമായി എൻ്റെ പിതാവ് അടിക്കുകയും ചവിട്ടുകയും തൊഴിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന കാര്യം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ അറിവ് ഇന്നും എൻ്റെ ജീവിതത്തിലുണ്ട്. അങ്ങനെ വളരെ കഷ്ടത കടന്നുപോയി. എനിക്ക് 1 വയസ്സായി, 2 വയസ്സായി, 3 വയസ്സായി. നമുക്കറിയാം
ഒരു 3-4 വയസ്സിലോട്ടൊക്കെ എത്തിയപ്പോൾ തന്നെ ഞാൻ കാണുന്ന ഒരു കാഴ്ചയാണ്, എൻ്റെ അമ്മയുടെ കഴുത്തിൽ വെട്ടുകത്തി എൻ്റെ പിതാവ് കൊണ്ട് വയ്ക്കുന്നു. എൻ്റെ അമ്മയെ ചവിട്ടുന്നു, മൂക്കി കൂടെ വായി കൂടെ ഒക്കെ ഇങ്ങനെ ബ്ലഡ് വരുന്നു. അന്ന് ഞങ്ങളുടെ കൊച്ചും പ്രായത്ത് ഒരു ഓല ഷെഡാണ് എൻ്റെ അമ്മ താമസിച്ച ഓല ഷെഡില്. അതിലുള്ളൊരു തൂണുണ്ട്. അതിൽ എൻ്റെ അമ്മയുടെ കയ്യിനെ ഇങ്ങനെ പുറകോട്ട് വലിച്ച് കെട്ടി വെച്ചിട്ട് മൂക്കിലും വായിലും കൂടെ അടിക്കുമ്പോൾ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ വരുമായിരുന്നു. അന്നത്തെ ഒരു തൂക്കുപാത്രം, അതിൽ ഞാൻ അമ്മയ്ക്ക് തേയില വെള്ളം കൊണ്ട് കൊടുത്തപ്പോൾ അതിനെ കാലുമടക്കി എൻ്റെ പിതാവ് അടിച്ച് മേൽക്കൂരയെ പോയിട്ട് അത് താഴെ വന്ന് വീണു. അമ്മ ഞാൻ കെട്ടിപ്പിടിച്ചാൽ അടിക്കല്ലേ എന്ന് പറഞ്ഞു. അമ്മേനെ അങ്ങനെ അടിച്ചടിച്ച് അമ്മയ്ക്ക് തലയ്ക്കും ഒക്കെ ഒത്തിരി ഭാരമായി. അമ്മയ്ക്ക് മെന്റലിന്റെ പ്രോബ്ലം വന്നു. പിന്നെ അമ്മയെ തൂക്കിയെടുത്ത് തറയിലടിച്ചു. ആ മുറ്റത്തൊരു കല്ലുണ്ടായിരുന്നു, അവിടെ അടിച്ചപ്പോൾ സമയത്ത് അമ്മയുടെ ഓപ്പറേഷന്റെ ഞരമ്പ് ആ ഭാഗം പൊട്ടിപ്പോയി എന്ന് എൻ്റെ അമ്മ പറയുന്ന ഒരു അനുഭവം എൻ്റെ ഹൃദയത്തിനകത്തുണ്ട്. അങ്ങനെ വളർന്നു. ഇങ്ങനെ അടിച്ച് അമ്മ ഗൂരമായിരിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ പിതാവ് ഒരു മോഷ്ടാവായിരുന്നു. ആൾക്കാരുടെ പടക്കശാലയിൽ പോയാൽ പടക്കം പൊട്ടിക്കും. ഒരു വാറ്റുകാരനായിരുന്നു. കൊച്ചു പൊട്ട് മന്ത്രവാദം ചെയ്യുന്നതിന്റെ കണ്ണാലെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സ്വഭാവ രീതിയിലേക്ക് എൻ്റെ പിതാവ് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ പിതാവ് എൻ്റെ അമ്മയെ ഓടിക്കുന്ന കാണാം. രാത്രി വന്നിട്ട് എൻ്റെ അമ്മയെ നശിപ്പിക്കുവാൻ അമ്മയുടെ സഹോദരന്മാരൊക്കെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. എൻ്റെ അമ്മയെ നശിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് കയറി പിടിക്കുമ്പോൾ അമ്മ ഇറങ്ങി ഓടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ പുറകെ ഞാൻ ഓടിയിട്ടുണ്ട്, ഒത്തിരി കാലങ്ങൾ ഓടിയിട്ടുണ്ട്. വയലിലും മലയിലും വിളകളിലും കാട്ടിലും ഒക്കെ ചെന്ന് എൻ്റെ അമ്മ ഇറങ്ങി ഓടുമ്പോൾ ഞാൻ പുറകെ പോകും. ആ നിഴല് കണ്ടാണ് ഞാൻ എൻ്റെ അമ്മയെ ഇങ്ങനെ നോക്കുന്നത്. അമ്മ എവിടെ ഇരിക്കുന്നു? അമ്മ ചെറിയ ശുശുശു സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഞാൻ കണ്ടു നിഴല് പോലെ വാഴപ്പണയിലോ ഞാറ് നട്ടിരിക്കുന്ന സമയമുണ്ട്. നമുക്കറിയാം കപ്പ നട്ടിരിക്കുന്ന സമയം ഞാറ് വാഴയുടെ ഇടയിലൊക്കെ ഇരുന്ന് സൗണ്ട് ഉണ്ടാക്കുമ്പോൾ വയലിൽ എൻ്റെ അമ്മ പൂന്തി പോകും. ഞാൻ ചെന്ന് അമ്മയുടെ അടുത്തിരിക്കും. അങ്ങനെ അടുത്തുള്ള വീട്ടിൽ ആരെങ്കിലും പിടിച്ച് കിടത്തും. ആ അപ്പന്റെ ഫിറ്റ് മാറുമ്പോൾ ഞങ്ങൾ രാവിലെ വരും. വീണ്ടും അമ്മ ചോറും കറിയൊക്കെ വെച്ചു കൊടുക്കും. എല്ലാ ദിവസവും ഇതാണ് ഞാൻ കണ്ടു വളർന്നു വന്ന ഒരു ചരിത്ര സംഭവം എന്ന് പറയുന്നത്. ഒരു ഓലഷെട്ട് ഉണ്ടായിരുന്നു, അതിനെ എൻ്റെ അപ്പൻ തീയിട്ട് അതിനെ നശിപ്പിച്ചു. അമ്മയ്ക്ക് 28 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. 28 സെന്റ് സ്ഥലവും അപ്പം വിറ്റു. അതിനെ 28 സെന്റ് വിറ്റ് 20 സെന്റ് ആക്കി. 20 സെന്റിൽ നിന്ന് അപ്പൻ അതിനെ 15 ആക്കി. 15 വിറ്റ് പിന്നെ 10 ആക്കി. 10 വിറ്റ് 7 ആക്കി. 7 വിറ്റ് 5 ആക്കി. 5 വിറ്റ് 3 സെന്റ് ആക്കി. ഇന്ന് അതിൽ പ്രമാണമില്ല. എൻ്റെ അപ്പന്റെ 1 സെന്റോ അമ്മയുടെ 1 ഓഹരി പോലും എനിക്ക് വാങ്ങാനായിട്ട് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല, കിട്ടിയിട്ടുമില്ല. അപ്പോ എൻ്റെ ആ വസ്തുവിന്റെ അവസ്ഥ അതായതുകൊണ്ട് എൻ്റെ അമ്മയെ പിന്നെ ഞാൻ കാണുന്നതെല്ലാം എൻ്റെ അമ്മ പിച്ചും ഭ്രാന്തും പറയുന്ന ഒരു അനുഭവം. അന്ന് ഞങ്ങൾക്ക് ആഹാരമില്ല. ഞാന് എൻ്റെ വിശപ്പ് തീർക്കുവാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ കണ്ടത് ഒരു കാര്യമാണ്. എൻ്റെ അമ്മ മെന്റലാകുന്നതിന് മുൻപുള്ള സീനിൽ കുറച്ച് കാര്യം എനിക്ക് അതിൽ പറയാനുണ്ട്. എൻ്റെ അമ്മ കൊച്ചു സൗണ്ട് ഉണ്ടാക്കും. ഞാൻ അവിടെ പോകും. അമ്മ അവിടെ നിന്ന് വിളിച്ച് വേറൊരു വീട്ടിൽ കൊണ്ടുപോകും. അവിടെ ഒളിച്ചിരിക്കും. അങ്ങനെയൊക്കെ ആയി കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും നല്ല ക്രിസ്മസ് വരുമ്പോൾ നല്ല കോഴി മേടിച്ചോണ്ട് വരും. കോഴി അറുത്ത് അപ്പൻ കഴിക്കും. കഴിച്ചിട്ട് പിന്നെ ഞങ്ങളെ കഴിക്കാൻ സമ്മതിക്കും. എല്ലാം അപ്പൻ വയറ് നിറച്ച് കഴിക്കും. കഴിച്ചിട്ട് അതിനെടുത്ത് ഉന്നി പാത്രം അടിച്ചു പൊട്ടിക്കും. അലുമിനിയം പാത്രത്തിലാണ് അന്നത്തെ ആഹാരം ഞങ്ങൾ കഴിക്കുന്നത്. അതിനെ അപ്പൻ ചവിട്ടി ചപ്പി ഞണുക്കി അതിനെ അവിടെ വച്ചിട്ട് ഞങ്ങൾ അമ്മയെ അടിക്കും. ഞങ്ങൾക്കും ആഹാരം തരാതെ ഞങ്ങളെ വെളിയിലാക്കും. അങ്ങനെ നിരന്തരമായി ഞാൻ കണ്ടു വന്ന് വളർന്ന ഒരു പിതാവിന്റെ ഭീഷണിയും അമ്മയുടെ ഒരു മാനസികാവസ്ഥയുമാണ് ഞാൻ കണ്ടുവന്നത്. അമ്മ ഇങ്ങനെ ഈ അവസ്ഥയുടെ കടന്നു പോകുമ്പോഴും എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയെ നശിപ്പിക്കാൻ വേണ്ടി വരുന്ന പല പുരുഷന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് പ്രാഗൽഭ്യത്തോടെ ഒരു കാര്യം, എനിക്ക് എൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് എൻ്റെ അമ്മ നല്ലൊരു സ്ത്രീയായിരുന്നു. ഒരു പുരുഷന്മാർക്കും കീഴ്പ്പെടാത്ത ഇന്നും ഒരു ചീത്ത പേര് കേൾക്കാൻ എൻ്റെ ചെവിയിൽ എൻ്റെ അമ്മയെ കുറിച്ച് ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല. കാരണം അത് ദൈവത്തിന്റെ ഒരു നീതിയാണ് എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ. എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു ഭാഗ്യം ദൈവം കൊടുത്തു. അവര് മെന്റലാണെങ്കിലും ഭ്രാന്തിയാണെങ്കിലും അവരെ പലരും നശിപ്പിക്കാൻ വന്ന സമയത്തൊക്കെ അമ്മ ഓടി രക്ഷപ്പെട്ട ചരിത്രം ഇന്നും ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇടക്കാലങ്ങളിലൂടെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഈ മെന്റലാകുന്നു. അപ്പനെ ഈ ഇറച്ചി ഞങ്ങൾ കഴിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ നല്ല ചോറൊക്കെ വെക്കും. ഒരു ദിവസം ഞാൻ കണ്ടതാണ്, അമ്മ മീൻ ഇങ്ങനെ വലിയ വാള മീന് വലിയ ചൂര മീനൊക്കെ ഇങ്ങനെ വാങ്ങിച്ചോണ്ടിരുന്നത്. അമ്മ എനിക്കിന്ന് ഈ നടും കഷ്ണം തരണേന്ന് പറയും. അതിന് വലിയ കഷ്ണം തരുന്നത്. അപ്പൊ പറഞ്ഞിട്ട് പപ്പ കുടിച്ചോണ്ട് വന്നില്ലെങ്കിൽ മക്കൾക്ക് ഞാൻ മീൻകറിയിലെ വലിയ കഷ്ണം തരാമെന്ന് പറയും. അന്നത്തെ വിശപ്പ് കൊണ്ട് നമുക്കറിയാം, വലിയ വാള മീനൊക്കെ മേടിച്ചോണ്ട് വന്നു കഴിഞ്ഞാല് അതിന്റെ വാല് ഞങ്ങൾ കട്ട് ചെയ്ത് അടുപ്പിൽ കൊണ്ടുപോയിട്ട് ചുട്ട് കഴിക്കും. കാരണം വിശപ്പ് അതുകൊണ്ട് ചാമ്പലാണ്, ചുട്ട് തിന്നും.
പിന്നെ ഞങ്ങളെ അന്നത്തെ ആഹാരം എന്ന് പറയുന്നത് മരിച്ചിനി കിഴങ്ങ് ഊറ്റിയതും മരിച്ചിനി മുറിച്ച വെച്ചതും ഊറ്റിയതും കാന്താരി മുളകും വറ്റലും മുളകും ഉള്ളിയൊക്കെ വെച്ചാണ് ഞങ്ങൾ ചവച്ച് കഴിച്ച് അന്ന് ജീവിച്ച ഒരു കാലം. അങ്ങനെ തുടർന്ന് പോകുന്ന സമയത്താണ് പിന്നെ അമ്മയുടെ രൂപങ്ങളൊക്കെ മാറി തുടങ്ങി. അപ്പന്റെ ഉപദ്രവം അതികഠിനമായി മാറി. അമ്മ മാനസികമായിട്ടൊക്കെ തകർന്നു തുടങ്ങി. അപ്പോഴേ എൻ്റെ പിതാവ് ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴേ തന്നെ കുടിച്ചോണ്ട് വരും. ഒത്തിരി പാട്ടൊക്കെ പാടും. പിന്നെ അമ്മ ഒത്തിരി പറയും ചെവിയാക്കണമെന്ന് പറയും. അമ്മയെ എന്താ പറയാ, അമ്മയെ ചെവിയാക്കാൻ സമ്മതിക്കില്ല. അപ്പൊ പറയും 2 പിള്ളേർ വളർന്നു വരികയാണെന്ന് പറയുമ്പോഴേക്കും ഓട്ടം ചീത്തയെ പറയും, ഭയങ്കരപ്പെട്ട ചീത്ത പറയും. ഞാൻ ശരിക്കും ചീത്ത എന്താണെന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൂടാത്ത ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് ചീത്ത വിളി പഠിച്ചത്. ചീത്ത എന്ന് പറഞ്ഞ സംഭവം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. കാരണം അപ്പന്റെ സ്നേഹം ഭയങ്കര ഇഷ്ടമായിരുന്നു, അമ്മയുടെ സ്നേഹം ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇത് രണ്ടും കിട്ടാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് ഞാൻ. പക്ഷെ അതിനേക്കാൾ എനിക്ക് സ്വർഗത്തിൽ ഒരപ്പൻ മേഖലയിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇന്നും ജീവിച്ചു പോകുന്നത്. അതിനെക്കുറിച്ച് വലിയ ഭാരം ഈ നാളുകളിലൊക്കെ എന്നെ വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിനേക്കാളധികം ദൈവം എന്നെ മോനെ എന്ന് വിളിക്കാറുണ്ട്, മക്കളെ എന്ന് വിളിക്കാറുണ്ട്, എന്നെ വന്ന് ചുംബിക്കാറുണ്ട്, ദൈവം എന്നെ കെട്ടിപ്പിടിക്കാറുണ്ട്. ആ യേശുവിന്റെ ചൂടടയാളമാ ഈ 27 വർഷക്കാലം കർത്താവിന്റെ വേലയിൽ നിൽക്കാൻ ദൈവനെ സഹായിച്ച വലിയൊരു സംഭവം. ഞാന് പിതാവ് അന്നത്തെ ആ കൊച്ചുംപ്രായത്തിൽ രംഗം എന്ന് പറഞ്ഞത് ചോറ് കൊണ്ടുവന്നു ഊറ്റി ആ കുളത്തിൽ അങ്ങിടും. ഒരു കൊച്ചു കിണർ പോലെ ഉണ്ട്, വരും മഴ, ആ തോട്ടിൽ കൂടെ വെള്ളം വരും. അന്ന് വലിയ പാത്രങ്ങളും ഒക്കെ എന്താ പറയാ മഴയത്തുള്ള വെള്ളം ഇഞ്ഞു കൊണ്ടുപോകും. പിന്നെ അതിന് ചെന്ന് അമ്മ എടുത്തോണ്ട് വരും. അന്ന് മഴ പെയ്ത വീട്ടിൽ കിടക്കാൻ പറ്റത്തില്ല. ചോറ് വെച്ച് കഴിഞ്ഞാൽ മൺകലമാണ്, ഇതിനൊക്കെ എൻ്റെ പിതാവ് അടിച്ചു പൊട്ടിക്കും. എന്നിട്ട് അതിനെ കൊണ്ടുവന്ന് കുളത്തിനകത്തിടും. അതിൽ നിന്ന് അമ്മ മീന് കഴുകി വാരിത്തരും, ചോറ് കഴുകി വാരിത്തരും. ഇതൊക്കെയാണ് ഞങ്ങൾ തിന്ന് വളർന്നത്. പക്ഷെ വളർന്നു കുറെ കാലം കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവ് എനിക്ക് ഒരു നാടൻ ചാരായം, എനിക്ക് അന്നൊരു കൊച്ചു പ്രായമാണ്, ഒരു നാടൻ ചാരായം എനിക്ക് കുടിക്കാൻ തന്നു. എന്നെ കുടിപ്പിച്ചിട്ട് എൻ്റെ അമ്മയെ അടിച്ചത് എനിക്ക് നല്ല ബോധമുണ്ട്. പിന്നെ അവിടെ എന്ത് സംഭവിക്കണമെന്ന് പോലും അറിഞ്ഞുകൂടാ. പിന്നെ എന്നോട് പറയും, എൻ്റെ പിതാവ് പറയണ്ട അത് ബീഡി കത്തിച്ചോണ്ടോ എന്ന് പറയും. ഞാൻ ബീഡി കത്തിക്കുമ്പോൾ എനിക്കറിയാം കൊച്ചാണ്, ബീഡി നമ്മൾ വിളക്കിൽ കത്തിക്കുമ്പോൾ അങ്ങനെ കൈ അങ്ങോട്ടും ഇങ്ങോട്ട് വിറയ്ക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. ഇത് കത്താതെ വരുമ്പോൾ ഞാൻ എൻ്റെ വായിൽ വെച്ചിട്ട് തന്നെ എൻ്റെ കൊച്ചും പ്രായത്തിൽ ഞാൻ ബീഡി വലിക്കുമായിരുന്നു. വലിച്ച് പുക വിട്ടിട്ട് ബീഡി കത്തിച്ചു കൊണ്ട് കൊടുക്കുമായിരുന്നു. കുറച്ച് പുക അകത്തും പോവും, കുറച്ച് പുക മൂക്കിനകത്തൂടെയും പോവും, ചുമക്കുകയും ചെയ്യും, അങ്ങനെ അടിയും തരും. അങ്ങനെ ഒരു ദിവസം എൻ്റെ പിതാവ് വലിച്ചിട്ടുന്നൊരു മുറി ബീഡി എടുത്ത് ഞാൻ വലിച്ചു. എൻ്റെ കൊച്ചും പ്രായം എനിക്കൊരു 5-6 വയസ്സ് വരുമായിരിക്കും. വലിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വലിയ തടിയെടുത്ത് എൻ്റെ ഈ ഉറുക്കിന്റെ ഭാഗത്ത് ഒരൊറ്റ അടി അടിച്ചു. ആ അടി എനിക്ക് ഇന്നും കേടുണ്ട്, എൻ്റെ ശരീരത്തിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്, ഇരുന്ന് പ്രാർത്ഥിക്കാനും ബുദ്ധിമുട്ട്. ഇന്ന് ഞാൻ ആ അടി ഓർക്കുന്നുണ്ട്. അങ്ങനെ വലിച്ചു പോകട്ടതും അടിച്ചതും ഒത്തായിരുന്നു. പിന്നെ അമ്മ വെറ്റല ചവയ്ക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അമ്മ മുറുകാൻ ചവയ്ക്കുന്ന കാണുമ്പോൾ ഞാനും ആ വെറ്റലയിൽ നിന്ന് എടുത്ത് കുറച്ച് ഞാൻ പാക്കും ചുണ്ണാമ്പും പൊയിലയും കൂടെ എടുത്ത് ചവയ്ക്കുമായിരുന്നു. ഇത് കൊച്ചും പ്രായത്ത് ഞാൻ കണ്ട് ശീലിച്ച് എനിക്ക് അവർക്ക് ഇത് രണ്ടും എൻ്റെ കയ്യിൽ ലഭിച്ചതാണ്. പിന്നെ അത് ഇതിൽ കൂടെ എനിക്ക് അമ്മ അടി തന്നിട്ടുണ്ട്. പിന്നെ അത് കാണുമ്പോൾ ഞാൻ പറയും, എന്നെ അമ്മ എന്നെ അടിക്കാൻ പറയും, നിങ്ങൾ യേശു എൻ്റെ ദൈവം ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് 2 അടി അപ്പൻ്റെ ഇത് കിട്ടുമെന്ന് പറയും. അടി കിട്ടാനല്ല പറയുന്നത്, ഇവരിങ്ങനെ വഴക്ക് പറയുമ്പോൾ പറയും ഇന്ന് യേശു അപ്പൻ സത്യത്തിൽ നിങ്ങൾക്ക് അടി കിട്ടും എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നു. പക്ഷെ എനിക്ക് എൻ്റെ അമ്മ എന്നെ ഈ മെന്റലാകുന്നതിന് മുൻപും എനിക്കറിയാം, ഒരു CSC പള്ളിയിൽ എൻ്റെ അമ്മ എന്നെ എടുത്ത് ഇടുപ്പിലിരുത്തി കൊണ്ടുപോകുമായിരുന്നു. കൊണ്ടുപോകുന്ന സമയത്ത് 5 പൈസ തൊട്ടാണ്, ഇന്ന് 5 പൈസ ഇല്ല, അന്നത്തെ 5 പൈസ അലുമിനിയം തൊട്ടാണ്. ആ അലുമിനിയം തൊട്ട് പൈസ 10 പൈസ തൊട്ട് 20 പൈസ തൊട്ടാണ്. അന്നത്തെ ഒരു തേയിലപ്പൊടി 5 പൈസക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, 10 പൈസക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, 20 പൈസക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അന്ന് ആ പള്ളിയിൽ കാണിക്കണം പൈസ ഇല്ലാതിരുന്ന സമയത്ത് ആരാണോ എന്തോ എൻ്റെ ഹൃദയത്തിനകത്ത് പൊങ്ങി വന്നതാ, കാണിക്കയ്ക്ക് എന്നെ തന്നെ ഞാൻ ദൈവത്തിനായി തരുന്നു എന്ന് പറഞ്ഞത്. എൻ്റെ അതരത്തിൽ നിന്ന് വന്ന ആ ശബ്ദം ഇന്നും നല്ല ഓർമ്മ എനിക്കുണ്ട്. എൻ്റെ ബാല്യകാലം മുതലുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പം അത് കഴിഞ്ഞ് അമ്മ ആരാധനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയിട്ട് ഒരു ഉപദേശിയുടെ അടുത്ത് കൊണ്ടുപോകും, CSC പള്ളി കൊണ്ടുവന്ന് എന്നെ സ്നാനപ്പെടുത്തി എനിക്ക് ഓർമ്മയുണ്ട്. ഇതെല്ലാം കഴിഞ്ഞു അമ്മ എന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കാലിനെയൊക്കെ എന്ത് പിച്ചാത്തി അർത്ഥം മുറിക്കുമ്പോൾ തന്നെ എനിക്ക് തറയിലിരിക്കാൻ പറ്റില്ല, അമ്മ എടുത്തുകൊണ്ട് നടക്കണം എന്നുള്ളതായിരുന്നു. അപ്പൊ അതിന് എനിക്ക് അടി കിട്ടിയായിരുന്നു, അമ്മേരെ അടി കിട്ടിയായിരുന്നു, കാല് മുറിച്ചത് കൊണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കാണുന്നത് കൊച്ചു ഓലപ്പുരയാണ്, പാമ്പ്, ചേര, മഴയത്തുള്ള വെള്ളം, ഇതെല്ലാം. പിന്നെ അപ്പന്റെ ശല്യം കാരണം അമ്മയ്ക്ക് അടി സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ തലയ്ക്ക് എന്തോ അടി പറ്റി. പിന്നെ അമ്മയ്ക്ക് വേണ്ടി ആരും എന്തോ മന്ത്രവാദമൊക്കെ ചെയ്തു. അങ്ങനെ കുടുംബ അലങ്കോലമായി പോയി. 1 സെന്റ് ഭൂമി പോലും ഇല്ലാതെ പിന്നെ ഞാൻ എൻ്റെ അമ്മയെ കാണുന്ന ആ തുടക്ക ഭാഗം എന്ന് പറയുന്നത്, വസ്ത്രം അമ്മയ്ക്കില്ല, സാരി ഇല്ല, ബ്ലൗസ് ഇല്ല. പിന്നെ
റോട്ടെ ഇങ്ങനെ നടക്കുന്ന കാണുമ്പോൾ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഓമനെ നില്ല്, മുടിയൊക്കെ പിരിച്ചിട്ട് ഈ തോടുകളിലും കുളത്തിലൊക്കെ ചെന്ന് ഇങ്ങനെ ഓടും. അപ്പം ആൾക്കാർ ഏതെങ്കിലും തുണി കൊടുക്കും, അതിനിങ്ങനെ ചുറ്റും, ബ്ലൗസ് ഇടത്തിൽ ഇങ്ങനെ ചുറ്റിയിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് എന്നെ കൊണ്ടുപോകും. കൊണ്ടുപോയിട്ട് വലിയൊരു മലയുടെ മേഖലയിൽ ഒരു കയറി. എനിക്കിന്ന് നല്ല ഓർമ്മയുണ്ട്. കയറിയിട്ട് പറഞ്ഞു, താഴോട്ട് ചാടാനുള്ള വലിയൊരു ശ്രമമാണ്. നാട്ടുകാർ വിളിച്ചിട്ട് പറഞ്ഞു, പൊന്നു ഓമനെ, ആ സുരേന്ദ്രനെ കൊല്ലല്ല, ആ പിള്ളേ അങ്ങ് താഴെ വിട്, പൊന്നു മക്കളെ നീ ഇറങ്ങി വാ എന്ന് പറഞ്ഞ രംഗങ്ങൾ ഇന്ന് എൻ്റെ കാതിലും എൻ്റെ ഹൃദയത്തിനകത്തും ഞാൻ സൂക്ഷിക്കുന്ന ഭാഗങ്ങളാണ്. അവിടെ നിന്ന് ഇറങ്ങി വന്നത് അറിയാം. പിന്നെ അമ്മ ഇങ്ങോട്ട് പോയെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ അന്നത്തെ രാത്രി ഞാൻ ഓർക്കുന്നുണ്ട്, ഇവിടെ കൂടിയോ ചുറ്റിക്കറങ്ങി എൻ്റെ മൂത്ത സഹോദരൻ വന്നിട്ട് ഒരു ചായക്കടയിൽ ഞങ്ങൾ ഒരു പെരുമഴയത്ത് ഇങ്ങനെ തണുത്ത് വിറച്ച് ഇരിക്കുന്ന ആ സമയം ഒരു പിതാവ് വന്ന് കൂട്ടിക്കൊണ്ടുപോയി അവരെ വീട്ടിൽ ചെന്ന് അല്പം ചോറും തന്നോടെ കിടത്തി ഉറക്കിയത് ഓർമ്മയുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നേരം വിളിക്കുമ്പോൾ അമ്മയുടെ ബന്ധക്കാരുടെ സ്വന്തക്കാരുടെ വീടുകളിൽ ഞാൻ പോകും. അപ്പൊ അമ്മയെ ഞാൻ പിന്നെ കാണുന്നില്ല. അമ്മ മെന്റലായതുകൊണ്ട് അവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുവാണ്. പോകുമ്പോൾ ഞാൻ ചോദിക്കും, അമ്മച്ചി പിന്നെ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം തരൂ എന്ന് ചോദിക്കും. അപ്പൊ ചോദിക്കും, കഞ്ഞിവെള്ളോ? പറഞ്ഞ കഞ്ഞിവെള്ളം. മക്കളെ കഞ്ഞിവെള്ളം ഇല്ലല്ലോ. ഞാൻ പറഞ്ഞ പഴിഞ്ഞ വെള്ളം ഉണ്ടാ? ശരിക്കും പറഞ്ഞാല് അത് ചോദിക്കുന്നത് പഴിഞ്ഞു കുടിക്കാനോ പഴങ്കഞ്ഞി കിട്ടാനും അല്ലെങ്കിൽ എന്റെ വിശപ്പടക്കാൻ വേണ്ടി എന്തെങ്കിലും തരുമല്ലോ എന്നുള്ളതായിരിക്കും. ചിലപ്പോ എനിക്ക് കിട്ടും. അവര് വെള്ളം ഞാൻ തരുമ്പോൾ ഒരു മൊന്തയിലാണ് തരുമ്പോൾ ഞാൻ ഈ വിരലിട്ട് ഞാൻ കറക്കും. പുളിഞ്ചിക്ക കറിയോ മാങ്ങാക്കറിയോട്ട് കറക്കിയിട്ട് ഒരു തരി ചോറും ഇട്ട് എനിക്ക് തരും. അതിൽ നിന്ന് വാരി ഭക്ഷിച്ചിട്ട് അവിടെ നിന്ന് കുടിച്ച് അടുത്ത് വേറൊരു വീട്ടിൽ പോകും. അവിടെ ചെന്ന് ചോദിക്കും, ഇതേ സൈമ ചോദിക്കുന്ന ഗ്ലാസ് കഞ്ഞിവെള്ളം തരൂ എന്ന് ചോദിക്കും. അവിടെ പച്ചവെള്ളം. അപ്പം ചിലർ പറയും, പോടാ നീ പ്രാന്തിയുടെ മോനാണ്, നീ കള്ളന്റെ മോനാണ്, കള്ളൂടിയുടെ മോനാണ്, നീ എന്റെ പിള്ളേയും കൂടെ ഇല്ലാതാക്കാൻ ഇറങ്ങിപ്പോന്ന് പറഞ്ഞ് ഒരുപാട് വീടുകളിൽ നിന്ന് ആഹാരം പോലും തരാതെ ഇറക്കി വിട്ട സമയങ്ങൾ. ഒരു 10 വീട്ടിൽ പോകുമ്പം ചിലപ്പോൾ എൻ്റെ വയറ് നിറയും, ചിലപ്പോൾ നിറയില്ല. പിന്നെ രാത്രി എവിടെ കിടക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തോട്ടിന്റെ സൈഡിലോ വെള്ളം ഒഴുകി പോകുന്ന തോടിന്റെ സൈഡുകളിലോ കുളത്തിന്റെ സൈഡുകളിലോ മലയുടെ മുകളിലോ കാട്ടിനിടയിലോ വിളയിലോണ് എൻ്റെ ഉറക്കങ്ങളായിരുന്നത്. നല്ല വസ്ത്രമില്ല, ഒരു നിക്കർ കാണും, ഉടുപ്പ് കാണത്തില്ല, വിളകളിലാണ് എൻ്റെ ഉറക്കങ്ങളായിരുന്നു. എൻ്റെ കുഞ്ഞുകാലം മുതലൊക്കെ ഉറക്കങ്ങളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മുമ്പോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ ഡെയിലി തെണ്ടിയാണ്. കാരണം എന്ന് പറഞ്ഞാല് എന്റെ അവസ്ഥ അതാണ്. കാരണം നമ്മള് കള്ളന്റെ മോൻ ആരെ വീട്ടിൽ കയറ്റുന്നേ, ഭ്രാന്തിയുടെ മോൻ ആരെ വീട്ടിൽ കയറ്റുന്നേ, പഠിപ്പിക്കാൻ ആരാ ഇരിക്കുന്നേ? ആരും എന്നെ പഠിപ്പിക്കാനുമില്ല, എന്നെ സ്നേഹിക്കാനുമില്ല, എന്നെ കരുതാനും ആരുമില്ല, എന്നെ സന്തോഷിപ്പിക്കാനും ആരുമില്ലാതെ ഞാൻ എന്നെ ശപിക്കുന്ന ഒരാളായിരുന്നു. എൻ്റെ ജീവിതം ജനിച്ചു പോയല്ലോ എന്നുള്ളതായിരുന്നു എൻ്റെ കൊച്ചും പ്രായത്തിലെ ചിന്ത. ആരും ആഹാരം തരാതിരുന്ന ഒരു കാലത്ത് ഞാൻ നിങ്ങളോട് പ്രേക്ഷകരോട് ഞാൻ പറയുവാണ്, വയലിൽ ഞാറ് നട്ടിരിക്കുന്ന സമയമുണ്ട്. ഞാറ് നട്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാം അതിൽ ചെറിയ മാനത്ത് കണ്ട് മീനുകൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയലിൽ കാണും. ഈ മീനിനെ ഞാൻ ഇങ്ങനെ കയ്യോട് കോരി ഇങ്ങനെ പിടിച്ചിട്ട് ഇതുമായിട്ട് ഞാൻ ജീവനോടെ ഞാൻ കുടിച്ചിറക്കിയിട്ടുണ്ട്. അന്ന് എന്നോടൊപ്പം ആരും ഉണ്ടായിട്ടില്ല അതൊന്നും കാണാനായിട്ട്. അത് കഴിയുമ്പോൾ ഈ വയലിൽ ചെറിയ ഞണ്ടുകൾ കാണും, കൊച്ചു പാൽ ഞണ്ടെന്ന് പറയും. ആ ഞണ്ട് ഞാൻ പച്ചയ്ക്ക് ചവച്ച് തിന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ആരുടെയും കരുതല്ല വരുമ്പോ പിന്നെ ഞാൻ അല്പം കൂടെ വളർന്നു, ഒരു 7 വയസ്സായി, 8 വയസ്സിലോട്ടൊക്കെ വന്നപ്പോൾ നല്ല പക്വതയിലോട്ട് വരികയാണ്, അറിവിലോട്ട് വരികയാണ്. ബാക്ക് കയറിയ നിക്കറാണ് കൂടുതലും ഉള്ളത്. പിന്നെ ഉടുപ്പുകൾ അങ്ങനെ ഇടത്തില്ല. അപ്പൊ ഞാൻ കൊച്ചും പ്രായത്തിലെ മരങ്ങളിലൊക്കെ ഇങ്ങനെ കയറും. ഏതെങ്കിലും നമ്മളെ വീട്ടിന്റെ ആത്തിയിലോ ഏതെങ്കിലും മാന്തയിലോ ഏതെങ്കിലും ഒക്കെ മരത്തിൽ ഇങ്ങനെ കയറി പിടിക്കുമ്പോൾ നെഞ്ചു മുറിയും, കൈ മുറിയും, തുട മുറിയും, ഒരുപാട് മുറിവുകളായിരിക്കും കാലി കിട്ടുന്നത്. അപ്പം ഇങ്ങനെ വാഴയിലും കയറും. വാഴ കയറാൻ പറ്റത്തില്ല, കാരണം എങ്കിലും വലിയ കയറി നോക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ കൊച്ചു കൊച്ചു മരത്തിലൊക്കെ കയറി വന്ന് വിഴുന്നും പഠിച്ച് മരത്തിൽ കയറാൻ പഠിക്കുമ്പോൾ പിന്നെ അടുത്തൊരു ചിന്തയിലോട്ട് വന്നു, എങ്ങനെയെങ്കിലും വയറ് നിറയ്ക്കണമെങ്കിൽ ഏതെങ്കിലും കാട്ടിലോട്ടൊക്കെ പോകും. പൈനാപ്പിള്, ആരുടെങ്കിലും നട്ടിരിക്കുന്ന പൈനാപ്പിള്, പിന്നെ അല്ലക്കുരു, നമുക്കറിയാം അയണിയുടെ കുരുവുണ്ട്, അയണിയുടെ പഴമുണ്ട്, പിന്നെ മാങ്ങ പഴുത്ത് നിൽക്കുന്നത്, മൂടുകളിൽ എന്ത് തൊഴിഞ്ഞു കിടക്കുന്നു രാവിലെ ഇറങ്ങിയാല് വൈകുന്നേരം വയറ് നിറയുള്ളൂ. തെറ്റിപ്പഴം, കല്ലിന്റെ കെട്ടിൽ നിൽക്കുന്ന തെറ്റിയുണ്ട്, തെറ്റിയിലൊരു കൊച്ചു പഴമുണ്ട്, നല്ല രസമുണ്ട്. പിന്നെ കാരയ്ക്ക, ഇങ്ങനെ അണ്ണാൻ കടിച്ചിട്ടുള്ള മാങ്ങ, വാഴക്കൂമ്പ്, ആൾക്കടം, മരിച്ചിണി എന്ന് പറയുന്ന കപ്പ മോഷണം, പിന്നെ ഇങ്ങനെയൊക്കെ തുമ്പുകളിലൊക്കെ ഇങ്ങനെ கொஞ்சம் ഓടിച്ച് കുഴി മാന്തിയിട്ട് അതിൽ നിന്ന് ആവശ്യമുള്ള ഓടിച്ച് കഴിച്ചിട്ട് ബാക്കി ഞാൻ മണ്ണിട്ട് മൂടി വെക്കുന്ന അനുഭവം ഒത്തിരി കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു.
പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ പെഴിച്ചാഴി കയറുമ്പോൾ ആൾക്കാർ അത് കൂടി കാണുമ്പോൾ അവർ പെഴിച്ചാഴി കയറുമ്പോൾ വാഴിക്കത് കയറിയിട്ട് പോച്ചിട്ട് ഈ പെഴിച്ചാഴിനെ അടിച്ചു കൊന്ന് ചുട്ട് പിന്നെ ഞാൻ കഴിച്ചിട്ടുണ്ട്. എനിക്ക് അവർ തന്നിട്ടുണ്ട് കേട്ടോ. കൃപയാ എല്ലാം ദൈവം തമ്പുരാന്റെ മുമ്പിൽ പറയാതിരിക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ അതിനെ ചുട്ട് കഴിച്ചു. പിന്നെ അണ്ണാനെ ഞങ്ങൾ ഓട്ടിച്ചിട്ട് കിട്ടുന്നതിനൊക്കെ തെങ്ങിൽ കയറിയ കല്ലുകൊണ്ട് ഇടിച്ച് അതിനെ കുലുക്കി മൂട്ടിച്ചാടിപ്പിച്ച് അതിനെ അടിച്ചു കൊന്ന് നല്ല മുളക് ഉപ്പും തേച്ച് പാറസ്ഥലത്തിന് ചുട്ട് തിന്നു. പിന്നെ വീട്ടലിയായിരുന്നു, വെള്ളലി എന്ന് പറയും, വീട്ടലി. ഇതിനൊക്കെ ഞങ്ങൾ അടിച്ചു കൊന്ന് നല്ല മുളകും ഇട്ട് ഉപ്പും തേച്ച് തിന്ന വിശപ്പടക്കിയ ഒത്തിരി കാലങ്ങൾ, വർഷങ്ങൾ ജീവിതത്തിൽ ഓർമ്മകളുണ്ട്. അപ്പൊ ഇങ്ങനെ ജീവിച്ചു പോയ ഒരു കാലഘട്ടത്തിലോട്ട് വരുന്ന സമയത്ത് പിന്നെ ഞാൻ കുറച്ചു കാലം കൂടെ ഒക്കെ നോക്കുമ്പോൾ എൻ്റെ അമ്മ മുറുക്കാനും ചവച്ച് ചാളുവയെ ഒലിച്ച് മുടി ഇങ്ങനെ ഭ്രാന്തിയെ പോലെ ഇട്ടിട്ട് റോഡുകളിലൊക്കെ ഇരിക്കുന്നതൊക്കെ ഞാൻ കാണും. അമ്മ എന്ന് വിളിക്കുമ്പോൾ എന്നെ കല്ലുപറക്കി എറിയും. പിന്നെ നീ എന്റെ മോനല്ല പോടാന്ന് പറയും. ഇങ്ങനെയൊക്കെ എന്നെ അമ്മ തിരിച്ച് ഓട്ടിക്കുന്നവരാ. അപ്പൊ അമ്മക്ക് ഓലമുടയാൻ അറിയാം. അപ്പൊ ബോധം 1 മണിക്കൂർ ബോധം കാണുമെങ്കിൽ 1 മണിക്കൂർ ബോധം കാണത്തില്ല. ഇതാ പാമ്പ് വരുന്നു, ഇതാ പുലി വരുന്നു, കടുവ അഴിച്ചു വിട്ടിരിക്കുന്നു, മന്ത്രവാദി എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് അമ്മ പറഞ്ഞ് ചീത്ത വിളിക്കുമ്പോൾ അമ്മേരെ മുഖത്ത് ചൂടുള്ളൊക്കെ എടുത്ത് ആൾക്കാർ ഒഴിക്കും. എന്നെ എൻ്റെ അമ്മേനെ ഇറക്കി വിട്ടണം. അവർക്ക് ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് എഴിച്ചിരുന്നു മുറുക്കാനും ചവച്ച് ചീത്ത വിളിച്ചിരിക്കുന്നത് ആ വീട്ടിൽ അവർക്ക് ഒരു സ്വസ്ഥത ഇല്ലാത്തത് കൊണ്ട് ഇറക്കി വിടും. കൂടുതൽ ഇറക്കി വിട്ടത് എൻ്റെ അമ്മയുടെ സഹോദരങ്ങളാണ്. ഈ സമയത്ത് ജ്യേഷ്ഠനെ കുറിച്ച് വല്ല വിവരമുണ്ടോ? ചേട്ടനെ കൊച്ചും പ്രായത്തിൽ ഒരാൾ അവനെ എടുത്ത് വളർത്തി ആ വീടുമായിട്ട് അവൻ നിന്നു, വിവാഹിതനായി കഴിഞ്ഞുപോയി. എന്നോട് മിണ്ടത്തുമില്ല. എന്നെ കഴിഞ്ഞ മാസം നവംബർ മാസം എന്നെ അടിക്കാനും കൊല്ലാനും ഒക്കെ വന്നു. ദൈവം അതിൽ നിന്ന് വിടുവിച്ചു. അവന്റെ അനിയനല്ല എന്നുള്ളതാണ് സ്തോത്രം. അപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് മുറു തന്നത് എൻ്റെ അമ്മ ഇറക്കി വിടും. അവർക്ക് കെട്ടിക്കൊടുക്കാൻ ഒരു മോളുണ്ട്, ചീത്ത വിളിക്കരുത്, കൂലിപ്പണിയിട്ട് ഞങ്ങൾക്ക് ഉറങ്ങണം എന്നും പറഞ്ഞ അമ്മേനെ ആ വർഷത്തെ മഴയത്ത് എൻ്റെ അമ്മേനെ അടി കൊടുത്തു. അമ്മേനെ സ്വന്തം ചേട്ടത്തെ അടിച്ചു, തവിക്കണം കൊണ്ട് അടിച്ചു എന്ന് പറഞ്ഞാൽ ചോറ് വരിയപ്പം പറഞ്ഞാൽ മുടി കിടന്ന് പറഞ്ഞാൽ അമ്മയുടെ തറയിൽ തട്ടിയപ്പോൾ അവിടേക്ക് അടിച്ച അമ്മ ഞാൻ കിടന്ന് കറങ്ങുമായിരുന്നു. അത് കണ്ട് ഞാൻ ഹൃദയം പൊട്ടി കരഞ്ഞിട്ടുണ്ട്. അടിച്ചിട്ട് തലമുടി വലിച്ചു പിടിച്ചിട്ട് ഇറങ്ങടി എന്ന് പറയുന്ന എൻ്റെ അമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മയുടെ സഹോദരൻ അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മയുടെ മൂത്തയേട്ടത്തെ അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മയുടെ ഇളയ സഹോദരി ആഹാരം വിളിച്ചു പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. ആ വർഷത്തൊക്കെ അവരെ വീട്ടിൽ പോലും അമ്മയുടെ സ്വന്തം സഹോദരങ്ങളൊക്കെ വീട്ടിൽ കിടത്താതെ എൻ്റെ അമ്മയ്ക്ക് ദൈവം കൊടുത്തൊരു ദീർഘായുസിനെ ഓർത്ത് ഞാൻ നന്ദി പറയാറുണ്ട്. കാരണം അവരടിച്ചിറക്കി വിടുമ്പോൾ എൻ്റെ അമ്മ എന്നെ കൊണ്ട് തെങ്ങിന്റെ മൂട്ടിൽ ഞങ്ങൾ പണ്ട് കാലത്ത് ഒരു അമ്മിയുണ്ടായിരുന്നു, അരയ്ക്കുന്ന ഒരു അമ്മിയുണ്ട്. ആ അമ്മി എടുത്തുകൊണ്ടിട്ട് വിളയിലിട്ട് തേങ്ങ പൊതിക്കാൻ പോലും വെട്ടുകത്തി തരാതെ കൊച്ചു കലത്തില് അമ്മ കഞ്ഞി വെക്കുമായിരുന്നു. മൺകല ചട്ടിയിൽ കഞ്ഞി വെച്ചിട്ട് ഇതൊക്കെ ദൈവം കേൾക്കാൻ പറയുന്ന കാര്യമാണ്. മൺകലത്തില് നാഴി അരി ഇട്ടിട്ട് അതിനെ തിളപ്പിച്ച് വെന്തു വരുന്നതേ ഞാൻ കോരി കഴിക്കും. വിശപ്പ. അരി വേഗത്തൊന്നുമില്ല, പച്ച ചോറ. അതിങ്ങനെ ഉള്ളരിയായി വെന്ത് വരുമ്പോൾ തന്നെ 2 തിളന്ന് ഞാൻ കോരി കുടിക്കും. പിന്നെ ഒരു തേങ്ങ എന്തെങ്കിലും ആരെങ്കിലും ചിലപ്പം തരും, ചിലപ്പോൾ തരില്ല, തല്ലിപ്പൊട്ടി അതും തിന്നിട്ട് അവിടെ തന്നെ ആ മഴയത്ത് തന്നെ അമ്മയെ ഞാൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മയുടെ തുണിയോട് ചേർന്ന് ഇങ്ങനെ കിടക്കുന്ന എത്രയോ വർഷം ആ അമ്മ എന്നെ നോക്കിയതാണ്. ആരും വീട്ടിൽ കേട്ടത്തില്ല. എന്നാലും അമ്മ ബലാക്കരമായിട്ട് കയറി പിച്ചാത്തി എടുക്കും, ചിരവ എടുക്കും, പിന്നെ അവരെ വിറവെടുക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ തേയിലിട്ട് കുടിക്കും. എല്ലാം വിളയിലാണ്. അതിന്റെ തൊട്ടടുത്ത് കല്ലറയുണ്ട്, ഒരു വലിയ 2-3 കല്ലറയുണ്ട്. ആ കല്ലറയിലാണ് എൻ്റെ അമ്മ എന്നെ വച്ചുറങ്ങുന്നത്. ഒരു കാരയുണ്ട്, കാരയുടെ മൂട്ടിൽ വെച്ചാണ് അമ്മ ഉറങ്ങുന്നതും ഞാൻ ഉറങ്ങി കിടക്കുമ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അമ്മയെ കാണത്തില്ല. നോക്കുമ്പോൾ അമ്മ അപ്പുറത്ത് നിന്ന് മൊട്ടം ചീത്ത പറയുക. രാത്രി 2 മണിക്കുള്ള കാര്യമാ, 1 മണിക്കുള്ള കാര്യമാ, പെരും മഴയത്താ. അവിടെ നിന്നിട്ട് ഞാൻ പോയി, എൻ്റെ അമ്മ എവിടെ പോയി പറഞ്ഞ് വിളവാരം അന്നത്തെ 10, 25, 30, 40 വർഷത്തിന് മുൻപ് ഉള്ള ലാവ് വെട്ടം നമുക്കറിയില്ല, നിലാവ് വെട്ടം. എവിടെ നിന്നാലും ആളെ കാണാം. ആ സമയത്ത് അമ്മ എവിടെയാണെന്ന് പറയുമ്പോൾ പാറപ്പുറത്തിരിക്കണാണ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടണ കാണാം. അവിടെ നിന്ന് വേറൊരു വീട്ടിൽ പോകണ അമ്മ ആരും കേട്ടത്തില്ല. അമ്മ ഒരു ചീത്തവിളിയാ കാരണം. പിന്നെ ക്ഷേത്രങ്ങൾ തോറും പോകുമ്പോൾ അവിടെ ചെന്ന ഫോട്ടോ അടിച്ചു പൊട്ടിക്കും. അതിനൊക്കെ വാരി അടിച്ചിട്ട് അമ്മ റോട്ടേ ഓടും. അന്നൊന്നും ചീലകളൊന്നും തുണിയൊന്നുമില്ല. എന്നെ ഒരു കൈക്ക് എൻ്റെ അമ്മ പിടിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ എന്നെ ആർക്കും കൊടുക്കത്തില്ല. ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഞാൻ റോട്ടേ ഓടും. അപ്പൊ ഞാൻ നല്ലൊരു കുട്ടിത്തറ പോലെ സുന്ദര കുട്ടപ്പനാണ്. ഇങ്ങനെ ഓടുന്ന സമയത്ത് പൂജപ്പര നൃത്താലയം ആശുപത്രി നമ്മളെ തിരുവനന്തപുരം എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചു. അമ്മ ആശുപത്രിക്കകത്ത് ചെന്ന് കയറുമ്പോ അന്നൊരു 8 or 9 വയസ്സ് എനിക്ക് വരും.
ആ പ്രസവ വാർഡിൽ കയറി ആൾക്കട ആപ്പിള്, ഓറഞ്ച്, അവർക്ക് ചേർന്ന ചോറ് എല്ലാം കൂടെ എടുത്തോണ്ട് അമ്മ ഇറങ്ങി പോയി. എനിക്ക് തരാന്, എൻ്റെ അമ്മ എനിക്ക് തരാന്, എൻ്റെ പിള്ളേക്ക് പറഞ്ഞ് എടുത്തോണ്ട് പോയി റോട്ടിയിൽ വെച്ച്. ഇന്ന് ആ പൂജപ്പുര നൃത്താലയ ആശുപത്രി ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവമുണ്ട്. എൻ്റെ അമ്മ അവിടെ ഇട്ട് അടിച്ചതും ചൂടുവെള്ളം ചീത്ത വിളിച്ചതും മുഖത്തെടുത്ത് ഒഴിക്കാൻ പോയ രംഗങ്ങളൊക്കെ എൻ്റെ വലിയ സീന. ഒരാളുടെ ഇത് പണം, അന്നത്തെ പണ്ടത്തെ 10 നോട്ട് പിടിച്ചു മാച്ചോണ്ട് ഓടി, എന്നെയും കൊണ്ട് ഓടി എൻ്റെ അമ്മ കൊണ്ട് ഓടിയിട്ടുണ്ട്. കാരണം എനിക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി എൻ്റെ അമ്മ അവരോട് കഷ്ടാനുഭവിച്ച സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ ജീവിതത്തിനകത്തുണ്ട്. അവർ കൂടെ ഓടും, ഒരു പിടി കൊടുക്കത്തില്ല. എൻ്റെ പിള്ളേന്ന് പറഞ്ഞ് എന്നെ കയ്യിൽ പിടിക്കും, കൊണ്ടുപോടുന്ന സമയങ്ങൾ ഒത്തിരി സന്ദർഭങ്ങളുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് അമ്മ അങ്ങോട്ട് ചില സമയം ഇവരെ കാണാനൊന്നും പറ്റൂല. ഒരു ബോധം നഷ്ടപ്പെട്ട് അങ്ങോട്ടൊക്കെ പോകണമെന്നോ വണ്ടിയിലെ തിരക്കുകളും ഒക്കെ കാരണങ്ങൾ പിന്നെ നേരെ ബേക്കറി ജംഗ്ഷനിൽ പോകും. ബേക്കറി ജംഗ്ഷനിൽ പോയപ്പോൾ ഞാൻ എൻ്റെ കാഴ്ചയിൽ കണ്ട ഒരു കാര്യമാണ്, ഒരു മനുഷ്യന്റെ മലം വാരി ഒരമ്മയും മകനും ഭക്ഷിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ അടുത്തൂടെ എൻ്റെ അമ്മ എന്നെ പിടിച്ചുകൊണ്ട് പോകുന്ന രംഗം എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ട ഒരു സംഭവം. അവിടെ നിന്നും തിരിച്ച് ബേക്കറി ജംഗ്ഷൻ വഴി വന്നു. ഞാൻ കഴിഞ്ഞ നാളുകൾ ബേക്കറി പ്രസംഗിച്ച പോയി സാക്ഷി ഞാൻ അവിടെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുവഴി പോയി തിരിച്ച് അവിടെ നിന്നും ആരെയൊക്കെ പൈസ പിടിച്ച് വാങ്ങിച്ചു. തിരിച്ച് എൻ്റെ അമ്മ പൂജപ്പുര നിർത്തലാശുപത്രിയിൽ അവിടെ സ്ഥിരം ഉറക്കം വരുന്നു. ആരെങ്കിലൊക്കെ പിടിച്ചു വാങ്ങിച്ചു. പിന്നെ ഭ്രാന്തന്റെ മോൻ ഭ്രാന്തി കള്ളുകുടിയനം എന്നുള്ള ഒരു പേര് ഹൃദയത്തിനകത്ത് വീണു. അത് വലിയ മുറിവുകൾക്ക് കാരണമായി തീർന്നു. അതിനുശേഷം അവിടെ നിന്നൊക്കെ അമ്മ ഓടി രക്ഷപ്പെട്ടു. തിരിച്ച് വിളപ്പിശാല ആശുപത്രി എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു കാതലായ ഒരു ഭാഗമാണ് ആ ഏരിയ എന്ന് പറയുന്നത്. കാരണം അമ്മ അവിടെ ഉറങ്ങത്തുള്ളൂ. അവിടെ വലിയൊരു തോടുണ്ട്, കുളിക്കുന്ന ഒരു തോടുണ്ട്. അവിടെ ചെന്ന് കുളിക്കും. ആ ഡ്രസ്സോടെ തന്നെ വന്ന് കടവരാന്തേ കിടക്കും, ആശുപത്രി. എൻ്റെ അമ്മ എനിക്ക് കൂടുതലും തന്നത് ആഹാരം എന്ന് പറയാൻ പറ്റൂല. അമ്മയ്ക്ക് വാങ്ങിച്ചു വെക്കണ എന്നെ കൊണ്ട് ചുമ്മാ ഡോക്ടറെ കാണിക്കും, ഗുളിയും മരുന്നും കഷായം, അത് മധുരമുള്ളതല്ലേ, അതാണ് എൻ്റെ അമ്മ എനിക്ക് തന്നിട്ടുള്ളത്. പിന്നെ അതിനകത്ത് പ്രസവ വാർഡ് ഉണ്ടായിരുന്നു, ഇപ്പൊ അവിടെ ഇല്ല. അന്നത്തെ കാലത്ത് പ്രസവ വാർഡ് കൊണ്ടായിരുന്നു. അവിടെ കയറി ഓപ്പിള്, ഓറഞ്ച്, ചോറക്കെടുത്തുണ്ട്. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് എനിക്ക് തരാൻ വേണ്ടിയാ. കടയിൽ കയറി കഴിഞ്ഞാൽ ബോട്ടിൽ എടുത്തോണ്ട് പോകും, അവരെ പഴം വലിച്ചിടിഞ്ഞോണ്ട് പോകും. ഇങ്ങനെ ഒരു വലിയൊരു മെന്റലിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷെ എൻ്റെ അമ്മയെ ആരും അന്വേഷിക്കാറില്ല, എന്നെ അന്വേഷിക്കാറില്ല. എൻ്റെ സഹോദരൻ നല്ല നിലനിൽപ്പുണ്ടായി. അവനാവശ്യത്തിന് വിദ്യാഭ്യാസം കൊടുത്തു, അവനൊരു കുടുംബസ്ഥനാക്കി. അവൻ ആ സിറ്റുവേഷൻ വളർന്നു പോയി. ഒരു അനിയൻ എങ്ങനെ വളരുന്നെന്നോ അവൻ ജീവനോട് ഇരിപ്പുണ്ടെന്നോ എന്നെ കുറിച്ച് അന്വേഷിക്കാൻ ആരുമില്ലായിരുന്നു. എൻ്റെ അപ്പൻ പോലും ഇല്ലായിരുന്നു. അങ്ങനെ വിളപ്പിശാല ആശുപത്രിയിലെ ഭാഗത്തൊക്കെ നടന്നു ഓടിപ്പോകുന്ന സമയത്തൊക്കെയാണ് ശരിക്കും ഒരു രാത്രിയിൽ എൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് ഒരു സഹോദരൻ എന്നെ പിടിച്ചുകൊണ്ട് വലിച്ച് എടുത്തുകൊണ്ട് ചെന്ന് എന്നെ ശാരീരികമായി എന്നെ പീഡിപ്പിച്ചു. അത് ചെറിയൊരു മാനസികാവസ്ഥയല്ല. എന്നെ പാപം ചെയ്യാൻ പോലും അറിഞ്ഞുകൂടാത്ത എന്നെ കൊണ്ട് താൻ സ്വയം പലതും എന്നെ കൊണ്ട് തന്റെ ചെയ്യിപ്പിച്ചു. പുറത്തു പറയാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹം എന്നെ ഗൂരമായി പീഡിപ്പിച്ചു. ആ പീഡനത്തിന് ഞാൻ ഇരയായി. അവിടെ കിടന്ന് വളർന്നു വന്ന കുറെ സംഭവങ്ങളുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ പിതാവ് എങ്ങനെയോ എന്നെ തേടി വന്നു. എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് അങ്ങ് ചാടി. അവിടെ നിന്ന് എൻ്റെ പിതാവ് ചെമ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കുറച്ച് ദിവസം കൊണ്ടുപോയി. അന്ന് എനിക്കൊരു 7, 9, 10 വയസ്സിനകത്ത് വരും. അപ്പം കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ നിന്ന് മണിയെണ്ണം വെക്കോ, അവനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അയാൾ ഞാൻ അപ്പൻ്റെ അടുത്തോ അല്ലെങ്കിൽ അവനെ പേടിച്ചിട്ട് ഞാൻ എൻ്റെ പപ്പയ്ക്ക് 3-4 ഭാര്യമാരുണ്ടായിരുന്നു. 4 ശരിക്കും പറഞ്ഞാൽ എൻ്റെ അറിവിൽ 19 സ്ത്രീയെങ്കിലും എൻ്റെ പിതാവ് കല്യാണം കഴിച്ചിട്ടുണ്ട്. അതിലൊന്നും മക്കളൊന്നുമില്ല. ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യ കുടുംബത്തിലും എൻ്റെ അമ്മയ്ക്ക് മാത്രമേ ഞങ്ങൾ മക്കളായിട്ടുള്ളൂ. അപ്പോ അങ്ങനെ എൻ്റെ പിതാവ് അങ്ങനെ ഒരു മനുഷ്യനായിപ്പോയി. അദ്ദേഹം വശീകരണത്തിന്റെ ഒരു ആത്മാവ്, ഒരു ശാപം പോലെ അദ്ദേഹത്തെ പിടിച്ചിരുന്നു. അദ്ദേഹം അങ്ങനെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് കിടന്നപ്പോൾ അദ്ദേഹം ബീഡി വലിക്കുമായിരുന്നു. അത് കണ്ട് ഞാനും മുറിബീഡി വലിക്കുമായിരുന്നു. പിന്നെ ഞാൻ കാണുന്നതല്ല എൻ്റെ പിതാവിന്റെ മൊട്ടൻ ചീത്ത വിളിയും ആ സ്ത്രീയെ അടിക്കുന്നതാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ, 3-ാമത്തെ ഭാര്യ, 4-ാമത്തെ ഭാര്യയായിട്ട് അടിക്കുന്നതും ചീത്ത പറയുന്നതും മോട്ടിക്കുന്നതുമാണ് ഞാൻ കാണുന്നത്. തേങ്ങ മോഷണം, കരിക്ക് മോഷണം, ആൾക്കാരുടെ കപ്പ വലിച്ചു പിഴക്കം, പിന്നെ എന്തൊക്കെ അപ്പന് മോട്ടിക്കാൻ പറ്റും അതെല്ലാം മോഷ്ടാവരുത്. ആട് മോഷണം, പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ നിൽക്കുന്ന ആഞ്ഞില് പോലും കച്ചവടം അടിച്ചിട്ടുണ്ട്. ഉടമസ്ഥൻ മുറിക്കാനായിട്ട് വന്നപ്പോഴാണ് ആള് പൈസ മാറ്റേണ്ടി പോയി. ഉടമസ്ഥൻ വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ അതെൻ്റെതല്ല,
അത് എന്റെ വസ്തുവാണ്, നിങ്ങൾക്ക് എവിടെ ആര് പറഞ്ഞു മുറിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പുറം ഒത്തിരി കേസുകളുണ്ടായിരുന്നു. ഒരുപാട് പോലീസ് കേസും പെണ്ണ് കേസുകളും ഒക്കെ ആയിരുന്നു എന്റെ പിതാവിന്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു. അപ്പൊ ആ പിതാവിന്റെ മുൻപിൽ ഞാൻ സുരക്ഷതയ്ക്ക് വേണ്ടി പോയപ്പോൾ, എന്റെ പിതാവ് ബാറ്റുകാരനായിരുന്നു, മന്ത്രവാദമൊക്കെ ചെയ്യുന്ന എന്റെ ലൈവിൽ കണ്ടിട്ടുണ്ട്. എന്റെ കൂടപ്പുറപ്പൊന്നും കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്നൊരുത്ത ഒരാളുണ്ട്, റബ്ബർ വെട്ടും പന കയറുന്ന ഒരാൾ, രാത്രി വന്ന് തന്നെ തോളിലെടുത്തിട്ടുകൊണ്ട് പോയി. അദ്ദേഹം എന്നെ മാനസികമായിട്ട് ഒരു സ്ത്രീയോട് എങ്ങനെ ഒരു പുരുഷൻ പെരുമാറുമോ അതുപോലെ അദ്ദേഹം എന്നെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ലൈംഗിക പാവത്തിലേക്ക് അദ്ദേഹം എന്നെ നയിച്ചുകൊണ്ടേയിരുന്നു. ഒരു രാത്രിയൊന്നുമല്ല, പല രാത്രിയിൽ തന്റെ പിതാവിന്റെ വൈഫിനോട് കാണിച്ച രംഗങ്ങളും ഒക്കെ ഞാൻ ഓർത്ത് ഇന്നും ഞാൻ കരയുന്ന അനുഭവങ്ങളുണ്ട്. അവിടെ നിന്ന് ചാടി വീണ്ടും ഞാൻ വന്നു, അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നു. അപ്പൊ എന്റെ കുഞ്ഞു പ്രായത്തെ ഞാൻ പാപത്തിലാണ് കിടക്കുന്നത്. എന്റെ കുഞ്ഞു പ്രായത്തെ കണ്ട് വളരുന്നില്ല, പാപങ്ങളും ജഡിക മോഹങ്ങളും ലോകമോഹങ്ങളും കണ്ട് ഞാൻ വളരുന്ന ഒരാൾ. അവിടെ നിന്ന് എന്റെ അമ്മ നേരെ തിരിച്ച് ഞാൻ അമ്മയുടെ അടുത്ത്. അപ്പൊ അമ്മ വീണ്ടും മെന്റലായി, വീണ്ടും പൂജാപുരാശുപത്രിയിൽ പോകുമ്പോൾ എനിക്ക് 9 വയസ്സൊക്കെ വരണമായിരിക്കും. അതിന്റെ വയസ്സിന്റെ കണക്ക് എനിക്ക് ഇന്ന് വ്യക്തമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ ശിശു തന്നെയാണ്. പക്ഷെ അവിടെ നിന്ന് പൂജാപുര നിർത്താലയം ആശുപത്രിയുടെ പുറകു ഭാഗത്ത് ഒരു വീട്ടിൽ എന്റെ അമ്മ എങ്ങനെയോ നടന്നു പോയ സമയത്ത് ഒരു അടുത്തൊരു വ്യക്തിയുടെ ഭവനത്തിലേക്ക് കടന്നുപോയി. കടന്നു ചെല്ലുമ്പോൾ അവിടെ നിന്ന് ആഹാരമൊക്കെ കൊടുത്തു. ആഹാരം കൊടുത്ത് അമ്മയുടെ കയ്യിൽ കഷായ കുപ്പിയുണ്ട്, പിന്നെ ഗുളിയുണ്ട്, പിന്നെ അമ്മയ്ക്ക് ഒരു ബ്ലൗസ് ഉണ്ട്, ഒരു സാരി ഉണ്ട്. ഞാനൊരു കൊച്ചു നെക്കർ ഇട്ടിട്ടുണ്ട്, ഒരു ആരോ തന്ന ഒരു ഉടുപ്പും ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ ഉടുപ്പൊക്കെ ഇട്ടും കൊണ്ട് ഞാൻ നേരെ ശരിക്കും പറഞ്ഞാല് അവരുടെ ഭവനത്തിലേക്ക് ചെന്ന് കയറിയപ്പോൾ 2-3 ദിവസം എന്റെ അമ്മേനെ എന്നെ അവിടെ നിർത്തിയായിരുന്നു. നിർത്തിയ സമയത്ത് അവർക്ക് അന്നത്തെ ഫിയറ്റ് കാറാണ്, അന്നത്തെ അറിയില്ല, അന്നത്തെ വലിയ കാറുകളൊന്നുമില്ല, ഫിയറ്റ് കാറിന് അവർക്കുള്ളത് കൊണ്ടും അവരെന്നെ കൊണ്ട് മലക്കറിക്കടയിലും അരി വാങ്ങാൻ പോണിടത്തും മീൻ കടയിലും എല്ലായിടും അവർ കൊണ്ടുപോയിരുന്നു. അവർ പറഞ്ഞു, അയ്യോ നല്ല മോന എന്ന് പറഞ്ഞ് അമ്മേനെ ഒരു 4-5 ദിവസമൊക്കെ ആ വീട്ടിൽ നിർത്തി ആ വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് അലപ്പും ബഹളമൊക്കെ ആണെങ്കിൽ അവരതൊന്നും കാര്യമാക്കാതെ നിന്ന സമയത്ത് അമ്മ പറഞ്ഞു, ഞാൻ പോവുക, ഞാൻ നിങ്ങളവിടെ നിൽക്കുന്നില്ല പറഞ്ഞപ്പോ എന്നെ കൊടുക്കത്തില്ല, ആ വീട്ടുകാർക്ക് എന്നെ വേണം. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ അമ്മയെ അടിക്കും, ചവിട്ടാൻ കാലെടുക്കും. പിന്നെ നിങ്ങൾ പോയി, ഞാൻ ഇവിടെ പറഞ്ഞില്ല, ആ വീട്ടിലെ പെരുമാറ്റങ്ങൾ, നല്ല ആഹാരമൊക്കെ ഉണ്ട്, അവിടുത്തെ ആഹാരത്തിന്റെ മണവും രുചിയേറിയതൊക്കെ. അപ്പൊ എനിക്ക് അമ്മയെ വേണ്ട, എനിക്ക് ഇവിടെ മതി. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അമ്മയ്ക്ക് അമ്മയ്ക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഓർമ്മയില്ല, 15 രൂപ എടുത്തിട്ട് അമ്മയുടെ കൈ കൊടുത്തു. 15 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളെ മോൻ ഇവിടെ നിൽക്കട്ടോ, നിങ്ങൾക്ക് 15 രൂപ തന്നിട്ടുണ്ട്, നിങ്ങൾ പോകാൻ പോകും. അങ്ങനെ അമ്മ പോയപ്പോൾ അവരെന്നെ വിറ്റതിന് സമമാണ് എന്ന് പറഞ്ഞാൽ അവര് ഇനി ഏറ്റവും ഒരു ബാധ്യതയില്ല, ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നുള്ളതായിരുന്നു. എന്റെ അമ്മ ഒരു 10 മണിക്ക് പോയി, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പൈസ മാറ്റേണ്ടി പോയിട്ട് 3 മണിയായപ്പോൾ എന്റെ അമ്മ തിരിച്ചു പോയി. നിന്റെ പൈസയൊന്നും എനിക്ക് വേണ്ട, എന്റെ പിള്ളേ എനിക്ക് വേണം, എന്റെ പിള്ളയെ തന്നും പറഞ്ഞ് എന്റെ അമ്മ അവിടെ നിന്ന് എന്നെ കൊണ്ട് പോയി. നല്ലൊരു അമ്മയെ മറക്കാൻ പറ്റാത്ത ഒരമ്മയാണ് ദൈവം എനിക്ക് തന്നത്. അവിടെ നിന്ന് മാച്ചു കൊണ്ടുപോയി. അവിടെ നിന്നൊരു കുറച്ച് ദിവസം പോയിട്ട് അതിന്റെ അപ്പുറത്ത് വേറൊരു വീടുണ്ടായിരുന്നു. അവിടെ കൊണ്ടുവന്നപ്പോ ആ വീട്ടുകാർക്ക് എന്നെ വിടാൻ മനസ്സിലായി. ആ വീട്ടിലെ എനിക്ക് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടായ ചില ഭാഗങ്ങളാണ് ആ ഒരു ഭാഗം. വേറൊരു വീട്ടിൽ എൻ്റെ അമ്മ ഉണ്ടതിനെ 6 രൂപയ്ക്ക് കൊടുക്കും, വെറും 6 രൂപയ്ക്ക്. അതും അമ്മയ്ക്ക് ബോധമില്ല, അമ്മയുടെ അടുത്ത് നിന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അമ്മയോട് ചോദിച്ചു, അമ്മക്ക് ഈ സ്ഥലം ഓർമ്മ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എനിക്ക് ഓർമ്മയെല്ലാം ഉണ്ട്. അവിടെ കൊണ്ടുവന്നൊരു 5-6 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ മോൻ ഇവിടെ നിന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവിടെ ആക്കിയിട്ട് പോയി. 2 ദിവസം അമ്മ അവിടെ നിന്നു, ഞാനുണ്ടത്. അപ്പൊ ആ വീട്ടിലെ ആന്റിയൊക്കെ അന്ന് ഡാൻസും ഭയങ്കര നർത്തകിയൊക്കെയാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഡാൻസ് ചെയ്യുമ്പോൾ അവർ 2 ആൺമക്കളുണ്ട്. ആ 2 ആൺമക്കളും എന്നെ കൊണ്ടുവന്ന് മുറി അടച്ചിട്ട് എന്നെ മാനസികമായി പീഡിപ്പിച്ചു. എന്റെ അവസ്ഥ നിങ്ങളൊന്നാലും, ഞാൻ ഒരു പെങ്കൊച്ചായിരുന്നെങ്കിലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയോ. എന്നെ കൊണ്ടുവന്ന് അവരും എന്നെ എങ്ങനെയാണ് ലൈംഗികമായി പീഡിപ്പിക്കുകയും എന്നെ മാനസികമായി. ഞാൻ പല സാക്ഷ്യങ്ങളും ചില ഇതിലൊക്കെ പറയുമ്പോൾ ഞാൻ പറയാതെ പോയൊരു ഭാഗമാണ് എന്നെ ദൈവം ഇപ്പൊ പറയിപ്പിക്കുകയാണ്. അപ്പൊ ആ വേദന കണ്ടിട്ട് ഞാൻ ഇന്നും കഴിഞ്ഞ മാസം ഞാൻ ഓർത്തത് കരയേണ്ടി. എനിക്ക് അങ്ങനെ ഒരു സുരക്ഷതയ്ക്ക് വേണ്ടി ഞാൻ അവിടെ ചെന്നപ്പോ എനിക്ക് കിട്ടിയത് അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഞാൻ പറഞ്ഞു, അമ്മ ഇവിടെ നിൽക്കില്ല പോകുന്നു. പിന്നെ ആ പൈസ കൊടുത്തിട്ട് അമ്മ എന്നെ അവിടെ നിന്ന് കൊണ്ടുപോയി തിരുമല വഴി വന്നു, കുണ്ടാങ്കട വഴി. ഇതൊന്നും എന്റെ സ്ഥിരം എന്റെ അമ്മ ഭ്രാന്തിയായിട്ട് ഓടിയ സ്ഥലമാണ്. പിന്നെ എന്റെ അമ്മ തൊഴുവങ്കോട് പോയി ഒത്തിരി ഫോട്ടോയൊക്കെ അടിച്ചു പൊട്ടിച്ച് അവിടെ എല്ലാം അമ്മ പോയി ബഹളം കാണിച്ചിട്ടുണ്ട്. അമ്മ പോകാത്ത സ്ഥലങ്ങൾ വളരെ ചുരുക്കമാണ്. പിന്നെ അങ്ങനെ വളർന്നു 13 അത് കഴിഞ്ഞ് മാമന്റെ വീട്ടിൽ നിന്ന്, മാമന്റെ അടുത്ത് പശുക്കളുണ്ടായിരുന്നു. പശുവിന് വെള്ളം കോരണം, ചാണാൻ വരണം, അവർക്ക് മർച്ചന്റ് വിസൻസ് ആണ്, അതിനെ പിഴാൻ പോകണം. പിന്നെ അവര് പറയണതെല്ലാം ഞാൻ കേൾക്കണം, അനുസരിക്കണം. അങ്ങനെയൊക്കെ 4 ദിവസമോ 5 ദിവസമോ ഒക്കെ നിൽക്കുമ്പോൾ
ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വെള്ളം കോരണം, ചുമട്ട് വെള്ളം കോരുന്ന ഒത്തിരി ദൂരം പോയി തോളിൽ വെള്ളം കൊണ്ടുവരണം. അവർ പറയുന്നതെല്ലാം കേൾക്കണം. മാമി അതുവരെ കഴിക്കുന്ന ഒരാളാണ്, മാമൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവര് ചീത്ത ഇഷ്ടം പോലെ പറയും, അവര് ചീത്ത വിളിക്കുമ്പോൾ ഞാനും വിളിക്കും. അപ്പം അങ്ങനത്തെ ഒരു സ്വഭാവത്തിലേക്കായിരുന്നു. മാമൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മദ്യപിച്ചിട്ടുണ്ട്. അപ്പം മാമന് ചോറ് കൊണ്ടുവയ്ക്കുന്നത് ഞാനാണ്. ഞാൻ ശ്വാസമൊന്നും വിടാതെ മസിലൊക്കെ പെരുക്കി കൊണ്ടുവയ്ക്കും. നീ കഴിച്ചാടാ, വെള്ളം കുടിച്ചാടാ, ഇങ്ങനെ പറയുന്ന ഒരു അനുഭവം ആയിരുന്നു. ബാത്റൂം മണം. അപ്പം മാമി ഞാനും കഴിക്കുമായിരുന്നു, മാമിക്ക് ഞാനും മാറ്റോട്ട് കൊടുക്കുമായിരുന്നു. അന്ന് അത് ആ കാലഘട്ടം കുറച്ചു കാലം അങ്ങനെ പോയി. മാവന്റെ വീട്ടിൽ നിന്നു. പിന്നെ മാവന്റെ മോൻ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞപ്പോൾ അവന് സംശയം ഉണ്ടായി. അങ്ങനെ അവിടെ നിന്ന് തന്നെ അടിച്ച് വെളിയിൽ കളഞ്ഞു. വിവാഹം കഴിഞ്ഞപ്പോൾ എന്നെ ചവിട്ടി വെളിയിലാക്കി, ഞാനും വെളിയിലായി, അമ്മയും വെളിയിലായി. അമ്മ പറഞ്ഞു നീ കാരണമാ ഇവിടെ നിൽക്കാൻ പറ്റാത്തത് എന്നും പറഞ്ഞ് എന്നെ അമ്മയെ അടിച്ചു, അവരും അടിച്ചു, പൈസയൊക്കെ വാരി എറിഞ്ഞു. പാടുപെട്ടതെല്ലാം അവിടെ അന്നൊരു 110 രൂപ, അന്നത്തെ 110 രൂപ തന്നു. ഞാൻ കൊണ്ടുവന്നു ജോലി ചെയ്യണ പൈസ കൂട്ടി വെച്ചിരുന്നു. അവിടുത്തെ ആശ്രയവും കൈവിട്ടു പോയി. പിന്നെ അമ്മയുടെ ചേട്ടത്തിൻ്റെ അവിടെ വന്നു. ചേട്ടത്തിൻ്റെ അവിടെ കയറ്റൂല, പിന്നെ ഒരിടവും കയറ്റൂല. പിന്നെ ഞാൻ തന്നെ സ്വയം ഒരു തീരുമാനം എടുത്തു. എനിക്കൊരു ഗുണ്ടയാവണം, എനിക്കൊരു അഭ്യാസിയാവണം, എനിക്കൊരു വില്ലനാകണം. എന്താണ് എൻ്റെ മാർഗം? കാണുന്ന സിനിമകളെല്ലാം വിടാതെ സിനിമകൾ കാണുമായിരുന്നു. പക, എനിക്ക് എൻ്റെ അമ്മയെ അടിച്ചവനോട് പക, എൻ്റെ അപ്പനോട് എനിക്ക് പക വിട്ടണം, എല്ലാവരോടും പക, ഒരു പ്രതികാരത്തിന്റെ ചിന്തയായിരുന്നു. പിന്നെ എൻ്റെ ജീവിതത്തിനകത്ത് എനിക്ക് ഉരുവിട്ട് വന്നു. ഞാൻ 3ാം ക്ലാസ് വരെ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച് എൻ്റെ അമ്മക്ക് കഴിഞ്ഞത്, അമ്മ എന്നെ വിളിക്കാൻ വരുമ്പോൾ ബ്ലൗസ് ഒന്നും കാണൂല, സാരി ചുറ്റിയിട്ട് ഒരു സ്ലേറ്റും പെൻസിലും ഒക്കെ തന്നു. ഞാൻ 3ാം ക്ലാസ് വരെ പഠിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ട് കേട്ടോ, അതിന്റെ ലൈസൻസ് ഉണ്ട്, അതൊക്കെ ഞാൻ തെളിയിച്ചു തരാം, എല്ലാം ഉണ്ട്. പക്ഷെ ദൈവകൃപയാല് 3ാം ക്ലാസ് പഠിച്ച് അങ്ങനെ ഞാൻ നല്ല പഠിക്കുമായിരുന്നു. ദൈവത്തിന്റെ കൃപയാല് അമ്മയെ കൊണ്ട് പറ്റുന്നില്ല പഠിപ്പിച്ചു. അന്ന് 10-13 വയസ്സൊക്കെ വരുമെന്ന് തോന്നുന്നു, എന്താ ഒരു ഊഹാമോഹമാണ്. പഠിച്ചിരിക്കുമ്പോഴേ അമ്മയുടെ ഒരു ചേട്ടത്തിയാരുണ്ടായിരുന്നു. അവര് പൊന്നമ്മ എന്നാണ് പേര്. ഇന്ന് കർത്താവിൽ അവർ വിശ്രമിക്കുന്നു. അവര് ഇങ്ങനെ വന്നപ്പോ അമ്മയ്ക്ക് 4, അതായത് അമ്മയുടെ മൂത്ത ആളുണ്ട്, അതിന്റെ 2ാമത്തെ ആളുണ്ട്, അതിന്റെ 3ാമത്തെ ആളുണ്ട്, അതിന്റെ 4ാമത്തെ എൻ്റെ അമ്മ, അതിലും ഒരാള് സഹോദരനുണ്ട്. അങ്ങനെ 5 പേരാണ് ഇവരെ ഫാമിലിയിലുള്ളത്. അപ്പൊ അതിലൊരാള് നാട് വിട്ട് ഇവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോയി, സേലത്തോട്ട് പോയി അങ്ങനെ ഇരുന്ന് വരുന്ന സമയത്ത് ഇവര് സേലത്തുനിന്ന് വന്നപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞു, കുഞ്ഞമ്മ സുരേന്ദ്രനെ ഇവിടെ ഇട്ടേക്കരുത്, എങ്ങനെയെങ്കിലും കുഞ്ഞമ്മ സുരേന്ദ്രനെ കൂടെ ഒന്ന് കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു കൊണ്ടുപോകാൻ പറ്റും തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോയാൽ കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പം അതിന് മുൻപൊരു സീന് എനിക്ക് പറയാനുണ്ട്. ഇവർ വരുന്നതിന് മുൻപ് മാമന്റെ വീട്ടിൽ നിന്നൊക്കെ ഇറക്കി എല്ലാവരും വീടുകളിലൊക്കെ പോയി എൻ്റെ അമ്മയുടെ ചേട്ടത്തിന്റെ വീട്ടിലേക്ക് അമ്മ എന്നെ കൊണ്ടുപോയി. ഈ വലിയമ്മ വരുന്നതിന് മുൻപ്, മദ്രാസിൽ നിന്ന് വരുന്ന മുമ്പ് വലിയമ്മ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ 5 ദിവസം നിന്നു, ആഹാരമൊക്കെ തന്നു. അവർക്കൊരു മകനുണ്ടായിരുന്നു, അവനും മരിച്ചുപോയി. അവനെ എന്നിട്ട് വഴക്കുണ്ടാക്കിയപ്പോൾ ഒരു കമ്പെടുത്ത് എൻ്റെ ഇവിടെ കുത്തി, ഇവിടെ ഇങ്ങനെ നീരായി, അങ്ങനെ ചത്തുകൊണ്ടതായിരുന്നു. പിന്നെ എൻ്റെ അമ്മ അവിടെ നിന്ന് വാരി കെട്ടിക്കൊണ്ടിറങ്ങി, നീ ജനിച്ചതോടെ എല്ലാം നശിച്ചു, എല്ലാം തകർന്നു, വസ്തുവകളെല്ലാം പോയി, എല്ലാം പോയടാ, നീ കാരണമാണ് എന്ന് പറഞ്ഞത് എൻ്റെ ഹൃദയത്തെ, ഞാൻ കാരണമല്ലേ അതൊക്കെ സംഭവിച്ചെന്നുള്ള ചിന്ത. എല്ലാവരും വീടുകളിലും പോകും, ആരും ആഹാരവും തരത്തില്ല. പണ്ട് അത്ര ദാരിദ്ര്യം ഉള്ളത് കൊണ്ട് ആരും അങ്ങനെ ആഹാരത്തിനൊന്നും ചെന്ന് തരത്തില്ല. എങ്കിലും നമ്മൾ ആ വീട്ടിൽ ചെന്ന് കാവലിരിക്കും. അവരെ മക്കളോട് ഞാൻ കളിക്കും, കഞ്ഞിയും കറിയൊക്കെ പ്ലാവല കോട്ടിയൊക്കെ കളിച്ച് ഞാൻ ഇരിക്കും. എന്തിനാ? ആഹാരത്തിന് വേണ്ടി ഇരിക്കും. വിളിക്കുമ്പോൾ അവരെ മക്കളെ വിളിച്ച് ആഹാരം കൊടുക്കും, കഥ അടയ്ക്കും. നീ പോണില്ലേ, പൊയ്ക്കോ, ഇവിടെ നിൽക്കാൻ പറ്റൂല എന്ന് പറയും. എവിടെയാണ് നല്ല കടുവ് കറി വെക്കുന്ന മണമൊക്കെ അടിക്കുമ്പോൾ, ചിക്കനൊക്കെ വയ്ക്കുമ്പോൾ ആ മണം കേൾക്കുമ്പോൾ ഭയങ്കര കൊതിയ. അപ്പൊ അവര് പോവും. ചിലപ്പം കിട്ടും, ചിലപ്പം കിട്ടത്തില്ല. ആ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോയൊരു സമയമുണ്ട്. പിന്നെ എൻ്റെ അമ്മ നല്ല ഓല മുടയുന്ന ഒരാളായിരുന്നു. എൻ്റെ അമ്മ എന്നെ നോക്കിയത് ഓല മുടഞ്ഞും പില്ല് പറിച്ചും അലക്കുരു ചുട്ടും ഒക്കെയാണ് എൻ്റെ അമ്മ വളർത്തിയത്. ഞാൻ അമ്മ ഓലോടയും പോകുമ്പോൾ അമ്മയോട് പറയുന്ന ഒരു വാക്കുണ്ട്, അമ്മ എനിക്ക് ദൂരെ പഴങ്കഞ്ഞി ഇരിക്കണം, അല്ലെങ്കിൽ അവിടെ നിന്ന് ഉച്ചയ്ക്ക് തന്നെ ചോറ്, അമ്മ പാതി കഴിച്ചിട്ട് പാതി എനിക്ക് വെച്ചേക്കണം എന്ന് ഞാൻ പറയും. അപ്പൊ അമ്മ അങ്ങനെ ഒരു ഇല എടുത്ത് ഓലപ്പൊളി കൊണ്ട് ചുറ്റിക്കെട്ടി അമ്മ കഴിച്ചതിന്റെ ബാക്കി 10 മണിക്കുള്ളതും ഉച്ചയ്ക്കുള്ളതും കൂടെ മടി കെട്ടി എൻ്റെ അമ്മ എന്നെ കൊണ്ട് തരും. അങ്ങനെ സ്ഥിരം പതിവായിരുന്നു. അപ്പൊ അമ്മ കഴിക്കൂല, എനിക്ക് ആഹാരം വെച്ചിരിക്കും. പിന്നെ ഓലയൊക്കെ മുടഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ചിലപ്പോൾ ഒരു 1/2 കിലോ അരി
3/4 കിലോ അരി അല്ലെങ്കിൽ 300 ഗ്രാം അരി ഒക്കെ വാങ്ങിച്ച് ചക്കക്കുരു കരിവോടൊക്കെ വെച്ച് ഞങ്ങൾ ചുട്ടും കറി വെച്ചൊക്കെ കഴിച്ച് കുറച്ചു കാലം ഞാനും അമ്മയൊക്കെ ഒരുമിച്ച് ജീവിച്ചു. അങ്ങനെ ഒരു ദിവസം ആകുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, 13ാമത്തെ വയസ്സ് 13ലേക്ക് വരുമ്പോൾ എൻ്റെ അമ്മ എടുത്ത് ഞാൻ പറഞ്ഞു, അമ്മ വിശന്ന് സഹിക്കാൻ പറ്റില്ല അമ്മ, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു. നിനക്ക് വിശക്കണേ ഇനി കല്ലോ മണ്ണോ അതോടെ പ്രകാരത്തിന്, എനിക്ക് നിനക്കൊക്കെ വേലപ്പരുവായി, നിനക്ക് ഇനി ആഹാരം തരാനെന്ന ഇടയിലേക്ക് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ തമ്പുരാൻ കേൾക്കാൻ പറയുക, അവിടെ കിടന്ന കല്ലൊക്കെ ചൂട് കല്ലുകൾ വാരി ഞാൻ വിഴുങ്ങി. എൻ്റെ വിശപ്പിന്റെ ആർത്തിയ വാരി വിഴുങ്ങി, കുറെ വിഴുങ്ങി. അത് ചൂടോടെ പെയ്തെന്നും ഞാൻ ഓർക്കുന്നത്, കല്ലുകൾ വാരി വിഴുങ്ങി. പല പ്രാവശ്യവും ഞാൻ വിഴുങ്ങിയിട്ടുണ്ട് കേട്ടോ, വിഴുങ്ങി. അതിനുശേഷം അമ്മയുടെ കയ്യിൽ പിച്ചാത്തിയിരുന്നു. പിച്ചാത്തി എടുത്ത് കളിച്ച് എൻ്റെ കൈ മുറിഞ്ഞു. കൈ മുറിഞ്ഞപ്പോൾ ഞാനൊരു ബ്ലഡിനെ ഞാൻ ബോട്ടിലാക്കി ഇങ്ങനെ പിടിച്ച് കളിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ആ കല്ലെല്ലാം കഴിച്ച് കുറച്ച് നാള് ആ സീന് കുറച്ച് ദിവസം പോയി. ആരും വിശപ്പ് സഹിക്കുന്നില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിനകത്ത് വിശപ്പ് സഹിക്കാൻ പറ്റുമ്പോൾ വാഴ എവിടെ നിൽക്കുന്നു അവിടുത്തെ വാഴക്കൊമ്പിനെ പോയി ഓടിക്കും. ഏതെങ്കിലും മാങ്ങ പഴുത്ത് നിൽപ്പുണ്ടോ, എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സമാധാനവും സന്തോഷവും പിടിച്ച് സ്നേഹിക്കുന്ന ഒരു വീടുണ്ടോ, ഇതായിരുന്നു എൻ്റെ ലക്ഷ്യം. ഞാൻ പിന്നെ വളർന്നു വന്നു. നല്ലൊരു മോഷ്ടാവായി വന്നതെൻ്റെ 10ാമത്തെ വയസ്സ് മുതലാണ് ഞാൻ ഒരു മോഷണക്കാരനെ. ആൾക്കാരുടെ കോഴിയിടുന്ന മുട്ടയെല്ലാം ഞാൻ മോട്ടിച്ചോട്ട് പോകും. കോഴി കൊക്കരിക്കും പറയുക, കോഴി മുട്ട ഇട്ടു വന്നു. അവര് പിന്നെ വടക്കേപ്പുറത്ത് പോകും. പിന്നെ അവര് നട്ടിരിക്കുന്ന പയറ് പൈസ കിട്ടിയ ചിലപ്പോൾ കൊണ്ടുപോകും. സ്വർണ്ണാഭരണങ്ങളൊന്നും ഞാൻ എടുക്കത്തില്ല. പക്ഷെ മറ്റുള്ള മോഷണ പരിപാടികളെല്ലാം എനിക്കുണ്ട്. പിന്നെ നാട്ടുകാരനെ തല്ലിക്കൊല്ലുന്നതിന് അടിക്കും എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് ചോറൊക്കെ മോട്ടിച്ചത്. പണ്ടുള്ള ആൾക്കാർ നമുക്കറിയാം, ഓടിട്ട് വീടായതുകൊണ്ട് നമുക്ക് ഓട്ടിന്റെ ഇടയിൽ കൂടെ ഈ കഴക്കൊള്ള ഇടയിൽ കൈയിട്ട് കഴിഞ്ഞാൽ കുറ്റിയെടുക്കാം, അടുക്കള സ്ഥലം കുറ്റിയെടുക്കാം. അങ്ങനെ എൻ്റെ മാവന്റെ വീട്ടിൽ നിന്ന് പല പ്രാവശ്യവും ഞാൻ ചോറ് മോട്ടിച്ചു തിന്നിട്ടുണ്ട്. അവരില്ലാത്ത സമയത്ത് മീൻകറി ചോറൊക്കെ വാരി തിന്നിട്ട് ഞാൻ അതുപോലെയൊക്കെ അടച്ചു വെച്ചിട്ട് പോയിട്ടുണ്ട്. അവിടെ തേങ്ങ മോട്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. നമുക്കറിയാം അണ്ടിപ്പരിപ്പ്, അതായത് അവിടെ നട്ടയ്ക്കുന്ന പറങ്കാവ്, മലയാളത്തിൽ പറയും പറങ്കാവ് എന്ന് പറയും, അതിനകത്തുള്ള മാങ്ങ ഇതെല്ലാം ഞാൻ തിന്നും. പിന്നെ അതൊക്കെ വാരിക്കൊണ്ട് പോകും, തേങ്ങ പൊതിച്ചോണ്ട് പോകും. അങ്ങനെ മോഷണക്കാരനായിരുന്നു. കയ്യിൽ പൈസ വേണം, ആഹാരം കഴിക്കണം, ദോശ കഴിക്കണം. ഇതൊന്നും നിവർത്തിയില്ലെങ്കിൽ കൂവ ഇല കൊണ്ട് കട്ട് ചെയ്ത് ചായക്കടയിൽ കൊടുക്കും, വാഴക്കരിയിലെ കയറിക്കൊണ്ട് കൊടുക്കും. എന്തിനാ? 2 തോര ഇട്ടാൻ വേണ്ടി. പിന്നെ അവർക്ക് വെള്ളം കോരി കൊടുക്കും, ചാണകം വാരണം. പിന്നെ പ്ലാവിലൊക്കെ കയറാൻ തുടങ്ങി. പ്ലാവിലും മാവിലും ഒക്കെ കയറി കഴിഞ്ഞാല് ആൾക്കാരുടെ ചക്കടത്തെന്ന് പറയും. ഞാൻ മേളിലിരുന്ന് ആദ്യം ചക്കപ്പഴം തിന്നിട്ട് അവർ കടത്തു. പിന്നെ അവര് ചക്കടക്കം വിളിച്ചു കഴിഞ്ഞാല് പോവും. കാരണം എന്ന് പറഞ്ഞാൽ, എടാ ചക്കടത്ത് വരും, എനിക്ക് പഴങ്കഞ്ഞി തരാം. അങ്ങനെ പഴങ്കഞ്ഞിക്ക് വേണ്ടി ചക്കടക്കം. അങ്ങനെ അവരോടൊപ്പം നിന്ന ഒത്തിരി സമയങ്ങള്, അവരെ കൂടെ വർഷങ്ങൾ സമയം ചെലവഴിച്ച നിമിഷഘട്ടങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഭയങ്കര നല്ലൊരു മനസ്സുള്ളവനായിരുന്നു, നല്ലൊരു ഹൃദയമുണ്ട് എനിക്കുണ്ട്. എല്ലാം സ്നേഹിക്കുന്ന, ആരെന്ത് പറഞ്ഞാലും അത് ശരിയാണ്, അല്ലെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞു. ഇവർത്തന്നെ വെട്ടണമെന്ന് പറഞ്ഞാൽ വെട്ടും, അടിക്കുന്ന അടിയെന്ന് പറഞ്ഞാൽ അടിക്കും. ആ ഒരു മൈൻഡ് സ്വഭാവം. അങ്ങനെ ഞാന് ആ മേഖലയിൽ നിന്നൊക്കെ കടന്നു വന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സഹോദരൻ നിൽക്കുന്ന ഒരു ഭവനത്തിലേക്ക് ഞാൻ കടന്നുപോയി. അവിടെ കടന്നു പോകുന്ന സമയം എൻ്റെ ഒരു വലിയമ്മയുടെ മകനും എൻ്റെ കൂട്ടത്തുണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് അവർക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. വിശപ്പില്ലേ, അമ്മച്ചി നല്ലൊരു അമ്മച്ചിയാ. അവിടെ ചെന്നപ്പോ പോകുമ്പോൾ ചോദിക്കും, സുരേന്ദ്ര എന്ത് മക്കളെ പിള്ളേന്നൊക്കെ ചോദിക്കും. ചിലപ്പോൾ അമ്മച്ചിക്ക് അറിയാം ഞാൻ വിശന്നിട്ടാണ് ചെന്നതെന്നറിയാം. ചോറും എന്തെങ്കിലുമൊക്കെ എനിക്ക് അമ്മച്ചി തരും. ഒരു ദിവസം എൻ്റെ സഹോദരൻ അവിടെ നിന്ന് പോയതിനു ശേഷം ഒരു ദിവസം എന്നെ 5-6 അടിയും എൻ്റെ നെഞ്ചത്തൊക്കെ എന്നെ ഇടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഓടി ഞാനൊരു സ്ഥലത്ത് വന്നു ഒരു തേക്കല പറിച്ച് ഞാൻ എൻ്റെ സ്വന്തം മൂത്രം ഞാൻ ഒഴിച്ചു കുടിച്ചു. അത് ഒരു പ്രാവശ്യം എന്ന് പറയാൻ പറ്റത്തില്ല, പല പ്രാവശ്യങ്ങളും എൻ്റെ സ്വന്തം മൂത്രം കുടിക്കേണ്ടി വന്നിട്ടുണ്ട്. സ്വന്തമായിട്ട് കല്ലും മണ്ണും ഭക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്, മോട്ടിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്ത് തിന്നും, എവിടെ ഉറങ്ങും, എങ്ങനെ ജീവിക്കും, ആരെനിക്ക് പെണ്ണിട്ടി തരും, ഞാൻ എങ്ങനെ ജീവിക്കും, എനിക്ക് ജോലിയില്ല, കൂലിയില്ല, ആരും എന്നെ വീട്ടിൽ കയറ്റത്തില്ല, ഞാൻ എങ്ങനെ ജീവിക്കും? ഈ ഒരു സിറ്റുവേഷനിലൂടെ പോയി 3ാം ക്ലാസ്സിൽ അമ്മയെ കൂടെ സ്കൂളിൽ ആക്കി നല്ല പഠിച്ച് 4ാം ക്ലാസ്സിലോട്ട് പോകാൻ സമയപ്പോഴാണ് അമ്മയ്ക്ക് ഇങ്ങനെ ചേട്ടത്തി ഉണ്ടെന്ന് പറയുന്നത്. ഒരിക്കലും 13 വയസ്സ് വരാൻ സാധ്യത കാണുമായിരിക്കാം. വന്ന് വിളിച്ചും കൊണ്ട് നേരെ പോയി. കുഞ്ഞമ്മ കൊണ്ടുപോകും സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ അവർ നേരെ സേലത്ത് കൊണ്ടുപോയപ്പോൾ അവരവിടുത്തെ TPM ചർച്ചിലാണ് അവർ പോണത്. TPM ചർച്ചിൽ ചെന്ന് കയറി കൊടുത്തു. TPM ചർച്ചയിൽ ചെന്ന് കയറി. അപ്പൊ അതങ്ങനെയാണ് ദൈവത്തെയൊക്കെ എങ്ങനെ അറിയാം. എനിക്കെന്ന് പറഞ്ഞാല് ബൈബിൾ വായിക്കാൻ അറിയാത്ത ഒരാളാണ്. എനിക്ക് ഇന്നും ബൈബിൾ വായിക്കാൻ എനിക്ക് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല കേട്ടോ. എഴുതാൻ എനിക്ക് അറിയത്തില്ല, എഴുതാനും അറിയത്തില്ല.
വായിക്കാനും അറിയത്തില്ല. ഇനി അങ്ങോട്ടുള്ള ഭയങ്കര സാക്ഷ്യം, വായിക്കാൻ അറിയത്തില്ല. ഒരിക്കലും ഒരു പാസ്റ്റർ ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ച ഒരാളുമില്ല. എന്നാൽ വെറുതെയെങ്കിലും പറയുമായിരുന്നു ഞാനൊരു ഉപദേശിയാവും. അന്ന് എൻ്റെ ഒരു തമാശയ്ക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ. എന്നാൽ പള്ളിപരമായിട്ടൊക്കെ പോകുമ്പം മോട്ടിച്ചിട്ട് പറയും, യേശോപ്പാ ഇന്ന് എന്നെ പിടിക്കരുത്, എന്നെ അടിക്കരുത്, കാണരുത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ യേശുവിനെ വിളിച്ചാണ് മോഷണം. കാരണം അങ്ങനത്തെ ഒരു സാഹചര്യം. കാരണം പിടിച്ചാൽ അടിക്കും, അടി പേടിയാണ്, അവർ എറിയും. അങ്ങനെ വഴികളിൽ നിൽക്കുന്ന മാങ്ങ എറിഞ്ഞല്ലിടും. ഇതെല്ലാം അന്നത്തെ കാലത്ത് വിലയുള്ളതാണ്. അപ്പം ഈ സാഹചര്യങ്ങൾ പോകുമ്പോഴൊക്കെയാണ് വലിയമ്മ വരുന്നതും. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറി കൂടെ പോയി. ചേച്ചി ഉണ്ടായിരുന്നു, കൂടെ നേരെ ചെന്നു. സേലത്തിറങ്ങി. അപ്പൊ വലിയച്ഛൻ അത്ര ഇഷ്ടമില്ല, അവർക്ക് ഇത്തിരി ജാതി സ്പിരിറ്റും കൂടെ ഉള്ള ഒരു വലിയച്ഛനാണ്. അതുകൊണ്ട് അവിടെ ചെന്ന് പറഞ്ഞു, ഇവൻ എന്തിനൂടെ കൊണ്ടെന്ന് പറഞ്ഞു. അന്നത്തെ ഭയങ്കര കുസ്തിയും വഴക്കുകളൊക്കെ ആയിരുന്നു. പിന്നെ കൊണ്ടാക്കി. അവിടെ ഒരു 7-8 വർഷം നിന്നു. മലയാളം മറന്നു, തമിഴ് പഠിച്ചു. തമിഴ് പഠിച്ചുകൊണ്ടുവന്ന് അവരെ കൊണ്ടുവന്ന് സ്കൂളിൽ കൊണ്ടാക്കിയപ്പോൾ അവിടുത്തെ ലീഡറായി. സ്കൂളിലിട്ട് പിള്ളേരെ അടിയായി. ഒരു കൊച്ചു തെറ്റ് കണ്ടാൽ പോലും വലിയ അടിക്കും. അടി എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ അടിക്കുള്ളൂ, ഇവിടെ ഇങ്ങനെയുള്ള ഭാഗത്തെ അടിക്കുള്ളൂ. പിന്നെ വയർ ഊരിയാണ് അടി. വയർ ഊരി കൊണ്ടൊക്കെ അടിച്ചു കഴിയുമ്പോൾ ദേവ പൊട്ടും. പിന്നെ മുട്ടുമേല് നിർത്തും. കല്ലൊക്കെ ഈ ഉപ്പൊക്കെ വാരിയിട്ട് നിർത്തും. മുട്ടുമേല് നിർത്താന്ന് പറയും. അടി എന്ന് പറഞ്ഞാൽ സൂപ്പർ അടി. ഇവിടെ പൊട്ടും. എന്റെ ഉച്ചിയിലൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഘോരമായാണ് വലിയച്ഛൻ വർത്തിക്കുന്നത്. ഇവിടെ കിട്ടാത്ത അടിയല്ല, വലിയച്ഛൻ്റെ ഇഷ്ടം പോലെ കെട്ടി. ഈ ഇതിന് താഴോട്ടൊന്നും അടിക്കില്ല, ഇതിന് മേളിലോട്ടൊക്കെ അടിക്കുള്ളൂ. അഥവാ ഒരു തമിഴ്നാട്ടിൽ ഒരാളുടെ പട്ടി എറിഞ്ഞത് കൊണ്ട് എന്നെ വയർ കൊണ്ട് അടിച്ച് ദേഹം മൊത്തം പൊട്ടി. വലിയ വെച്ച് ചെന്നപ്പോൾ ഞാൻ ബ്ലഡ് മാറ്റം ആർന്നിരിക്കുന്നു. പിന്നെ ആഹാരം കഴിക്കാൻ പറ്റൂല. പിന്നെ വയർ നിറച്ച് ആഹാരം തന്നിട്ട് പറയും, തിന്നാത്തത് വേണ്ടാത്തന്നെ തീറ്റിക്കും. എന്ത് ചെയ്യും? ഞാൻ ഛർദ്ദിക്കും, പേടിച്ചത്. അതിനും അടിയാണ്. വലിയമ്മ വന്നാൽ വലിയമ്മയെ അടിക്കും. പിന്നെ ചേച്ചിയെ അടിക്കും. ചേച്ചിക്ക് നല്ല വിദ്യാഭ്യാസം ദൈവം കൊടുത്തു. ചേച്ചി നല്ല പഠിച്ചു. പക്ഷെ അവരെന്നെ പഠിപ്പിക്കാൻ നോക്കി. പക്ഷെ എനിക്ക് പഠിക്കാൻ കഴിയാതെ വന്നു. അപ്പൊ ഞാനവിടെ ലീഡറായി. അങ്ങനെ അവരെന്ത് ചെയ്തു? അവരെ കടയിൽ തന്നെ സ്വന്തമായിട്ട് ബേക്കറി ഉണ്ട്. ബന്ന്, ബ്രെഡ്. ഇന്ന് ഇവിടെ തിരുവനന്തപുരത്ത് എന്തൊക്കെ ബേക്കറി കടയിൽ സാധനം ഉണ്ട് അതെല്ലാം അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കും. ഞാൻ അവിടുത്തെ ബ്രെഡ് ഉണ്ടാക്കും. എനിക്കിന്നും ആ പണിയൊക്കെ അറിയാം. ബ്രെഡ്, കേക്ക്, ക്രിസ്മസ് കേക്ക് ഇതെല്ലാം ഉണ്ടാക്കുന്ന ഒരു ഇതായിരുന്നു. അവിടുത്തെ തകരം തുടപ്പും അതുകൊണ്ട് വയ്ക്കുന്നതും മാവ് കഴിക്കുന്നതെല്ലാം ഞാനായിരുന്നു. ഞാൻ വലിയച്ഛനും കൂടെ ഒക്കെ ചെയ്യും. അവരൊക്കെ ചെയ്യുന്ന കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. അതിലൊന്നും ഞാൻ രക്ഷപ്പെടില്ല എന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞു, വലിയച്ഛൻ്റെ അടി സഹകരണം പറഞ്ഞു, മക്കളെ നിന്നെ നാട്ടിൽ കൊണ്ടുവന്നു. അപ്പൊ ഇതിനിടയ്ക്ക് ഒരു കാര്യം ചെയ്തു. മലക്കറി കച്ചവടത്തിന് എന്നെ കൊണ്ടാക്കി. അതിലും ഞാൻ രക്ഷപ്പെട്ടില്ല. തയ്യക്കടയെ കൊണ്ടാക്കി. ഇനി ഇതിലെന്തെങ്കിലും തൊഴിൽ പഠിക്കും, രക്ഷപ്പെടില്ല. ബുള്ളറ്റ് വർക്ക്ഷോപ്പിൽ കൊണ്ടാക്കി. അതിലും ഞാൻ രക്ഷപ്പെട്ടില്ല. ലോട്ടറി വിൽക്കാൻ വേണ്ടി കൊണ്ടാക്കി. ഞാൻ അതിലും രക്ഷപ്പെട്ടില്ല. എന്നെ ഒരുപാട് രീതിയിൽ അവർ നന്നാക്കാൻ നോക്കി. അരിക്കടയെ കൊണ്ടാക്കി. ഞാൻ അവിടെയും നിന്നില്ല. അവിടെ കൊച്ചു കൊച്ചു കള്ളത്തിനൊക്കെ ഞാൻ കാണിക്കുമായിരുന്നു. പിന്നെ അതുകൊണ്ട് അവിടെയും നിൽക്കാൻ പറ്റാതെ വരുമ്പം ഞായറാഴ്ച ദിവസം പ്രാർത്ഥിക്കും, ദൈവമേ വലിയച്ഛൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ. ശനിയാഴ്ച ദിവസം പ്രാർത്ഥിക്കും. എന്തിനാ? കാത്തിരിപ്പ് യോഗം ഉണ്ടല്ലോ, പെയ്ത്തൂമിൽ പോകണം, TPയിൽ പോകണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അന്ന് രാത്രി സ്വസ്ഥമായിട്ട് ഉറങ്ങണം. അപ്പൊ അതുകൊണ്ട് അവിടെ കിടന്ന് അങ്ങനെ ഉറങ്ങുമ്പോൾ അവർ പറയും, യേശോപ്പ ഇന്ന് എന്നെ വിടണേ എന്ന് പ്രാർത്ഥിക്കുന്ന എങ്ങനെ? ദൈവമേ ഇന്ന് അങ്കത്താൻ പോണം, അന്ത ഉളി വേല അങ്കത്താൻ ചെന്ന് പടുക്ക വേണം, ആണ്ടവരെ എപ്പിടിയാതി ഒരു ഉദവി ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ ആ വൈകുന്നേരം സമയം പറയും, ഇന്ന് വെക്കണം പറയും. അപ്പം ശനിയാഴ്ച ദിവസം അവിടെ ചെന്ന് കിടക്കാൻ പറ്റും. നല്ല ചോറും നല്ല ആഹാരമൊക്കെ കിട്ടും. അങ്ങനെ അവിടെ നിന്ന് തമിഴിന്റെ സാക്ഷിയൊക്കെ പറഞ്ഞു, എങ്ക അമ്മ ഇപ്പിടിയാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ തമിഴ് എന്തിനെന്ന് അറിയാന്നുള്ളത്. അവിടെ ചെന്ന് സാക്ഷിയൊക്കെ പറഞ്ഞു. 8-9 വർഷമൊക്കെ വരണമെന്ന് തോന്നുന്നു. അത്ര അറിവൊന്നുമില്ല. 9 വർഷം വരാം, 8 കുറയാതെ വരാം. രണ്ട് വൈപ്പായിട്ട് ഞാൻ വന്നു പോയതാണ്. ആദ്യത്തെ സ്റ്റെപ്പ് കൂടെ വന്നപ്പോഴും എൻ്റെ അമ്മയ്ക്ക് മെന്റലാണ്. പിന്നെ അങ്ങനെ വീണ്ടും രണ്ടാമത് ഞാൻ പോയിട്ട് പറഞ്ഞു, ഇവിടെ ഇടരുത്, കുഞ്ഞമ്മയ്ക്ക് സുഖമില്ല, അതുകൊണ്ട് കൊണ്ടുപോയിക്കാവുള്ളൂ. അവിടെ ചെന്ന് വീണ്ടും അടിയും ചവിട്ടും പിടിയുമാണ്. അങ്ങനെ അവര് സേലത്ത് വീണ്ടും അവിടെ ചെന്ന് എന്നിട്ട് പറഞ്ഞു, മക്കളെ ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഒരു നാട്ടിൽ കയറ്റി വിടാൻ വേണ്ടി പറഞ്ഞു. ഇനി കൊണ്ടുപോയി തിരിച്ചു വരില്ലെന്നു. അതിന് മുമ്പ് അവിടുത്തെ സ്നാനം നടന്നു. അവിടെ സ്നാനത്തൊട്ടി കെട്ടിയിട്ട് അവിടെ സ്നാനം നടക്കുകയാണ്. ഈ സ്നാനം നടക്കുന്ന സമയത്ത് എനക്കും സ്നാനപ്പെടണം. ഞാൻ പറയാൻ എനിക്കും സ്നാനപ്പെടണം. അവര് പറഞ്ഞു, മുടിയാതെ ഉണ്ണാൽ മുടിയാതെ. ഞാൻ പറയും, എനക്ക് സ്നാനപ്പെടണം. അപ്പൊ എന്റെ മനസ്സിൽ പറയാണ്, ഒരു ദിവസം നീയും സ്നാനപ്പെടും. ഒരു ദിവസം இந்த തണ്ണിയിൽ ഉനക്ക് സ്നാനപ്പെടേണ്ടക്ക് ഇട ആണ്ടവർ വരുത്തുവാങ്ങ. ഈ ഒരു മൈൻഡ് എന്റെ ഹൃദയത്തിൽ കിടന്നു. ഞാൻ അത് കണ്ട് കൊതിച്ചിട്ടുണ്ട്. സ്നാനത്തിൽ ആ വെള്ളത്തിൽ മുങ്ങാൻ കൊതിച്ചിട്ടുണ്ട്. അന്ന് എന്റെ ഹൃദയത്തിൽ ആരോ പറയുമായിരുന്നു,
അനേകം പേരെ നീ സ്നാനപ്പെടുത്തും. എൻ്റെ ഹൃദയത്തിനകത്തൂടെ പോകുന്ന വിഷയങ്ങളായിരുന്നു. അവിടെ സ്നാനപ്പെടാൻ എനിക്ക് കഴിഞ്ഞില്ല. സാക്ഷ്യം പറഞ്ഞു. അവിടുത്തെ മദർമാരോടും അവിടുത്തെ പാസ്റ്റർമാരോടും ഒക്കെ എന്നെ ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പം അവിടുത്തെ സംഭവം എന്തൊരു കണ്ടാലും സ്വോത്രം 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 പറയും. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് രസം വിളമ്പിയപ്പോ അവിടുത്തെ പാസ്റ്റർ അദ്ദേഹത്തിന്റെ രസം മൊത്തത്തിൽ അങ്ങ് തൂവിയവരടുത്ത്, ഓ ആണ്ടവരേ സ്വോത്രം സ്വോത്രം, തൂവിയതിനാ സ്വോത്രം സ്വോത്രം ഇത് പറയുന്നിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാത്തിനും സ്വോത്രം സ്വോത്രം സ്വോത്രം, എന്നെ അടിക്കുന്നില്ല, വഴക്ക് പറയുന്നില്ല, ഒന്നും പറയുന്നില്ല, എല്ലാത്തിനും സ്വോത്രം പറയും. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. അവിടുത്തെ സൺഡേ സ്കൂളിൽ എന്നെ കൊണ്ടിരുത്തുമായിരുന്നു. അപ്പോഴും ഞാൻ പഠിക്കുകയൊന്നുമില്ല. കാരണം എഴുത്തുമായനെ അറിഞ്ഞിടത്ത് ഞാൻ ചെന്ന് പൊട്ടനെ പോലെ ഞാൻ ഇരിക്കുക. അപ്പം ഞാൻ അതെല്ലാം കഴിഞ്ഞ് നേരെ തിരിച്ച് പ്രശ്നങ്ങളൊക്കെ അധികം വഷളായി. എന്നെ കൊണ്ട് ആ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടായി. പിന്നെ അവരും ഭയങ്കര കടക്കാരായപ്പോൾ അവർ പറഞ്ഞു, ഇനി സുരേന്ദ്രൻ വയ്ക്കോ എന്ന് വെച്ചാൽ. അപ്പൊ വലിയ ആദ്യത്തെ ചോദ്യം ചോദിച്ചു ഇങ്ങനെയാണ്, ഡേയ് നിന്നെ ഞാൻ നാട്ടിലോട്ട് കൊണ്ടുപോയത്, നീ എങ്ങനെ ജീവിക്കും? ഇനി നീ എങ്ങനെ ജീവിക്കും? നിനക്ക് ആരുണ്ട്? കയറി കിടക്കാൻ ഒരുപിടി മണ്ണില്ല, സ്വന്തമായിട്ടൊന്നുമില്ല, സമ്പാദ്യമില്ല, ഒന്നുമില്ല, വെറും കൈയോടെ എന്നെ കൊണ്ടുപോരുകയാണ്. എങ്ങനെ ജീവിക്കും? ചേച്ചിയുണ്ട്, എല്ലാവരും ഉണ്ട്. എവിടെ വെച്ച് ഞാനും ഒരു നിമിഷം ചിന്തിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കരിങ്കല്ല് ചവന്ന് ജീവിക്കും, ഞാൻ കൂലിപ്പണി ചെയ്ത് കരിങ്കല്ല് ചവന്ന് ജീവിക്കും. അപ്പൊ വലിയ പറഞ്ഞു, ഇല്ലടാ, നീ ആണ്ടവരുടെ ഉള്ളി എന്താണ്ടാ ചെയ്യണം, അതുതാ ചെയ്ത് നീ ജീവിക്ക പോறது, നിനക്ക് പുരിയുമാ? ഞാൻ പറഞ്ഞു നടക്കൂല, ഞാൻ ദൈവവേല ചെയ്യൂല, നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയിരുന്നു. ഇല്ലടാ, ഞാൻ ഉനക്കാക ജോം പണുവെന്നു കാണാമോ? അങ്ങനെ ഇട സമയങ്ങളെ വിളിക്കുമ്പോൾ ഞാൻ അവരെ വഴക്ക് പറയും, എന്നെ വിളിക്കരുത്, ഞാൻ പാസ്റ്റർ പരിപാടിക്കൊന്നുമില്ല. പക്ഷെ ഞാൻ എന്ത് ജോലി ചെയ്താലും ഞാൻ ആ ജോലിയിൽ സ്ഥിരമല്ല. കാരണം എനിക്ക് പെയിന്റിങ് അറിയാം, നല്ല ഡ്രൈവിംഗ് അറിയാം, കിണർ വെട്ടാൻ അറിയാം, പാറപ്പണി അറിയാം. ഞാൻ തേങ്ങോട്ടുകാരൻ. സേലത്തുനിന്ന് ഇവർ ഇട്ടിട്ട് പോയപ്പോ ഇവിടെ വന്നപ്പോ എൻ്റെ അമ്മയുടെ അതേ മെന്റൽ എൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും ഉള്ളത്. ഞാൻ ഇവിടെ വന്നപ്പോ എൻ്റെ അമ്മയ്ക്ക് വീണ്ടും മെന്റലാണ്. ഞാൻ നോക്കിയപ്പോ അമ്മയെ അടിക്കുന്നു, ചീത്ത വിളിക്കുന്നു, വീണ്ടും വലിച്ചഴയ്ക്കുന്നു, ഊളംപാറ ആശുപത്രി കൊണ്ടുപോകുന്നു, എല്ലാം കൊണ്ടുവരുന്നു. എൻ്റെ അമ്മയുടെ ഭ്രാന്തതാണ്, ഒരു മാറ്റമില്ല. അന്നത്തെ ശത്രുക്കൾ ഇന്നും ഉണ്ട്, അന്നത്തെ പ്രശ്നം ഇന്നും നിലനിൽക്കുകയാണ്, മാറ്റമില്ല. എനിക്ക് 17 വയസ്സായി. ഞാൻ തിരിച്ച് പക്വതയിലോട്ട് വന്നില്ലേ. ഞാൻ നോക്കിയപ്പോ എൻ്റെ അമ്മയെ അടിക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ ചെയ്തതുപോലെ ഞാൻ തിരിച്ചു ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളെ ഞാൻ തിരിച്ചു ചെയ്യുന്നു. അപ്പം അങ്ങനെ എൻ്റെ അമ്മ ചെയ്യുന്നുള്ളതായ ആ ഒരു വേദന എൻ്റെ പിതാവ് വലിച്ചഴിച്ചത്, എൻ്റെ അമ്മയെ കഴുത്തി വെട്ടുകുത്തി വെച്ചതും, എൻ്റെ പിതാവ് എൻ്റെ അമ്മയെ കഴുത്തി വെട്ടുകുത്തി വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്നൊരു കാലത്തായിരുന്നാലും എൻ്റെ അമ്മ ചെയ്തതുപോലെ ഞാൻ നിന്നെ ചെയ്യും പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി ഓടി. എന്നെ അടിക്കുകയും ചെയ്തു. എൻ്റെ അമ്മ ചെയ്തതുപോലെ തന്നെ ചെയ്യുന്നു. ഞാൻ ചെയ്തു. ആ സാക്ഷി ഞാൻ പറഞ്ഞു വരാം. അങ്ങനെ എൻ്റെ ഉള്ളിൽ ഒരു പക വന്നു. എൻ്റെ പിതാവിന് അങ്ങനെ പറഞ്ഞു. അപ്പൊ നാട്ടിൽ വന്നപ്പോൾ പ്രശ്നങ്ങളെല്ലാം ഇതാണ്. പിന്നെ ഞാൻ ചിന്തിച്ചു, എന്തെങ്കിലും കൂലിപ്പണി ചെയ്ത് ജീവിക്കാം. അങ്ങനെ എൻ്റെ അമ്മ അതിനുശേഷം കാണുന്നത്, ഞാൻ വരുമ്പോഴേ കാണുന്നത് എൻ്റെ അമ്മ പണ്ടത്തെ പോലെ കല്ലറയിലാണ് ഉറക്കം. കല്ലറ തൂക്കുന്നു, കല്ലറയുടെ പുറത്ത് ഉറങ്ങുന്നു, കല്ലറയിൽ മെഴുകുതിരി കത്തിക്കുന്നു, കല്ലറയിൽ സാമ്പ്രാണി തിരി കത്തിക്കുന്നു, കല്ലറയിലാണ് എന്നെയും കൊണ്ട് ഉറക്കം. പിന്നെ എല്ലാവരും കൂടെ ചേർന്നൊരു ഷെഡ് വെച്ച് കെട്ടി തന്നു. അവിടെ ചെതല് കയറി ഒരു കുടിയം വന്ന് ഡെയിലി ചീത്ത വിളിയും. എൻ്റെ അമ്മയെ അടിച്ചു. എൻ്റെ അമ്മയെ എടുത്തിട്ട് ശരിക്കും ആടിയും ഇടിയും. ഇതെല്ലാം കണ്ട് അത് സഹിക്കാൻ പറ്റാതെ എൻ്റെ അമ്മയെ അടിച്ചെന്നറിഞ്ഞപ്പോ എൻ്റെ അപ്പം വന്ന് ആ കള്ളുകൂടിയിനൊന്ന് ഒരു പടി അടിച്ചിട്ട്, എൻ്റെ ഭാര്യ നീ അടിക്കാനിടാന്ന് കേട്ടോണ്ട് അടിച്ചിട്ട്, പിന്നെ ആ കള്ളുകൂടി എന്നെ അടിച്ച പിന്നെ ആ കള്ളുകൂടിനെ ഞങ്ങൾ തിരിച്ചടിച്ചു. അങ്ങനെയൊക്കെ ഈ 17-ാമത്തെ 18-ാമത്തെ വയസ്സിലൊക്കെ എന്ന് പറഞ്ഞാല് ഒരു കണ്ണുനീരിന്റെ അനുഭവങ്ങളാണ്. ഒരിടത്തും സ്വസ്ഥതയില്ല. ആ 18 വയസ്സിന്റെ വിശപ്പൊക്കെ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഒരു 17-18 വയസ്സിലുണ്ടാവുന്ന വിശപ്പ് എന്ന് പറയുന്നത് താങ്ങാൻ പറ്റാത്ത വിശപ്പുകളാണ്. ഈ അവസ്ഥയിൽ കൂടെയൊക്കെ ഞാനിങ്ങനെ വിശന്ന് കറങ്ങി ചുറ്റിയൊക്കെ നടന്ന് ആരും വീട്ടിൽ കയറ്റാതെ വന്ന്, പിന്നെ കാട്ടിലും വാഴപ്പണയിലും വിളകളിലൊക്കെ ഇങ്ങനെ ഉറങ്ങി തീർത്ത് അമ്മ വന്നപ്പോൾ അമ്മ മെന്റൽ രോഗിയാണ്. അമ്മ അപ്പോഴാ ഇടാ വെടി വെക്കുന്നതോ പാമ്പ് വരുന്നു, ഇടേ ഇതാ വെട്ടാൻ പിടിച്ചടേ, അതാ കൊല്ലാൻ പിടിച്ചടേ, നീ പറയുന്ന വാക്കുകൾ കേട്ട് എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ല. ഇങ്ങനെയൊക്കെ ഞാൻ തന്നെ സ്വന്തമായിട്ട് പാറയിൽ ജോലിക്ക് പോയി. പിന്നെ കിണർ വെട്ടാൻ പഠിച്ചു, തേങ്ങ വെട്ടുകാരനായി, കമ്മൂല് കയറാൻ പഠിച്ചു. പിന്നെ കൂലിപ്പണിയായ എല്ലാ തൊഴിലും ഞാൻ പഠിച്ച് എല്ലാവരെയും വീടുകളിലൊക്കെ ചെന്ന് പശുവിനെ കഴുകി ചാണാൻ വാരി കോഴിക്കോട് വൃത്തിയാക്കിയാൽ പാല് കിട്ടും, മുട്ട കിട്ടും, ആഹാരം കിട്ടും. പിന്നെ ഇടയ്ക്ക് ജോലിക്ക് പോകാം. ഇങ്ങനെയൊക്കെ ആയിരിക്കുന്ന സമയത്താണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ CC പള്ളിയിൽ പോകും. ഇടയ്ക്കിടയ്ക്ക് ചില ബന്ദിക്കോസ് പള്ളിയിലൊക്കെ പോകും. പാസ്റ്റർമാർ കാണുമ്പോൾ എനിക്കൊരു അസ്വസ്ഥത എന്ന് പറഞ്ഞാല് യുവമാർ തിന്നാൻ നടക്കുന്നത് കള്ളന്മാര്.
ഇങ്ങനെ ഒരു മനോഭാവം വരുന്നു. ഇവനൊക്കെ ബാൻഡ് അടിയും, പിന്നെ സ്ത്രീകളെ മൂലം വിട്ട് ഇടിപ്പിക്കാനൊക്കെ നടക്കുന്ന കള്ളന്മാരെന്നുള്ള ഒരു മൈൻഡിന്റെ ഉള്ളിലോട്ട് വന്നു. അപ്പം പെണ്ണുങ്ങളുള്ളത് ഇയാള് മീനുള്ള വീട്ടില് യോഹം കൂടാം എന്നൊക്കെ പറഞ്ഞ് അല്ലാത്ത വീട്ടിൽ യോഹം മാറ്റിവെക്കുക. ഈ പദങ്ങളൊക്കെ ഞാൻ ഉപയോഗിച്ചു. ഞാൻ തമിഴൊക്കെ മാറുന്നു, മലയാളത്തിലോട്ടൊക്കെ വന്നു. അപ്പൊ ഞാൻ ആദ്യം ചിന്തിച്ചു, ഒരു കാര്യം ചെയ്യാം, എനിക്ക് ശത്രുക്കളുണ്ട്, കളരി പിടിക്കാം. അങ്ങനെ ഞാൻ കളരി പിടിക്കാൻ പോയി. കളരി പഠിക്കാൻ പോയപ്പോൾ ഒരു ധൈര്യം, വെട്ടണം, കുത്തണം, ചവിട്ടണം, ഒഴിയണം, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് കളരി പഠിച്ചു. കളരി കുറെ പഠിച്ചു. പിന്നെ ഞാൻ കുറച്ചൊക്കെ പഠിപ്പിക്കുമായിരുന്നു, എനിക്കറിയാന്നുള്ള ആൾക്കാർ പഠിപ്പിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കരോട്ടയ്ക്ക്, പിന്നെ കരോട്ട പഠിച്ചു. കരോട്ടയൊക്കെ പഠിച്ച് ഒരു വില്ലൻ എന്ന് പറഞ്ഞ് ഞാനാണ് വലിയവൻ, എനിക്കപ്പുറം ഇനി ഒരുത്തന്മാർ പോലും പാടില്ല എന്നുള്ള ഒരു മനക്കെട്ടി, ഒരു ധൈര്യം എൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ പിന്നെ പണ്ട് കാലങ്ങളിൽ എൻ്റെ അപ്പം പഠിപ്പിച്ച മദ്യം, നാടൻ ചാരായം, ബ്രാൻഡി, മാമ്പട്ട, മില്ലി, ഞാൻ ഉപയോഗിക്കാത്ത സാധനങ്ങളൊന്നുമില്ല. കാരണം അഭ്യാസം പഠിച്ചു, കൂലിപ്പണിക്ക് പോയി. ഞാൻ ജോലിക്ക് ഇറങ്ങുന്ന സമയത്ത് വെറും 2 രൂപ 50 പൈസയാണ്. അത് പിന്നെ 10 രൂപയായി, 8 രൂപയായി, 15 രൂപയായി, 20 രൂപയായി, 100ആയി, 50ആയി, 125ആയി, അങ്ങനെ പൈസ കാണാൻ തുടങ്ങി. അങ്ങനെ ജോലി ചെയ്യുന്നതെല്ലാം കുടിക്കുക, കഴിക്കുക, അടിയുണ്ടാക്കുക, ഒരു പോലീസ് കേസ് എന്തെങ്കിലും വന്നാൽ ഉണ്ടാക്കുക, ഇങ്ങനെ കുറച്ച് കൂട്ടുകാരുമായിട്ട് ബന്ധങ്ങളുണ്ടാകും. ഈ ബന്ധങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പണം ഉണ്ടെങ്കിൽ കൂട്ടുകാരുണ്ട്, ഇല്ലെങ്കിൽ കൂട്ടുകാരില്ല ഒന്നുമില്ല. കൂട്ടുകാർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാൾ കൂടെ ആയിരുന്നു, കൂടെ നിൽക്കും എന്നുള്ളത്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്നേഹിച്ചിട്ടുള്ള, ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ള ഒരേ ഒരു കൂട്ടുകാരൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു വലിയ മോനാണ്. ഇന്നും അവൻ എനിക്കൊരു ആശ്വാസമാണ്, അന്നും എനിക്കൊരു ആശ്വാസമാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ചോദിക്കാൻ അവൻ മാത്രമേ മുമ്പിൽ വന്നിട്ടുള്ളൂ. അല്ലാതെ ബന്ധുക്കോസിലെ പാസ്റ്റർമാരോ എൻ്റെ സഹോദരങ്ങൾ ആരും വന്നിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ദൈവം കഴിഞ്ഞാൽ, എൻ്റെ ഭാര്യയും മക്കളും കഴിഞ്ഞാൽ, എൻ്റെ അമ്മ കഴിഞ്ഞാൽ, എൻ്റെ സഭാവിശ്വാസി കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ സ്ഥാനിന്റെ ഹൃദയത്തിൽ കൊടുത്തു. അത് ദൈവത്തിന്റെ എനിക്ക് ദൈവം ഒരു മനസ്സ്. ബാല്യകാലം മുതലേ എൻ്റെ പട്ടിണി കിടക്കുന്ന സമയത്ത് ആരും അറിയാതെ ഒരു പാത്രത്തിൽ ചോറ് കൊണ്ടു തന്നവനാണ്. ഒരിക്കലും മറക്കില്ല, ആ കുടുംബത്തോട് എനിക്ക് മറക്കാൻ പറ്റത്തുമില്ല. അപ്പം ഞങ്ങള് ഭയങ്കര കൂട്ടുകാരായിരുന്നു. കൂട്ടുകാരോടൊപ്പം നിന്നു, നടന്നു, ചിരിച്ചും കളിച്ചു എല്ലാവരും. പിന്നെ ജോലികളൊക്കെ ആയി കുടുംബസ്ഥരായി പോയപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു വന്ന സമയത്ത് ആണ് കൂടുതൽ മദ്യം, കൂടുതൽ വലി, കൂടുതൽ കുടിയായിച്ചനൊക്കെ ലോകപരമായി ജീവിച്ച് വരുന്ന സമയത്താണ് ഒരു വീടുമായിട്ടൊരു ബന്ധം എനിക്ക് ദൈവം തന്നു. അവർക്ക് അവിടെ ആ ഒരു വീട്ടിൽ പോയ സമയത്ത് അവിടെ സ്ഥിരം പ്രാർത്ഥന ഉള്ളൊരു വീടാണ്. ഒത്തിരി ലേഡീസ് ഒക്കെ വരുന്നു, കൈയടിക്കുന്നു, പാടുന്നു, പ്രാർത്ഥിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാം ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം ചെന്ന് വിചാരിച്ചു, ഈ പ്രാർത്ഥനയിൽ എനിക്കൊന്ന് കൂടിയാൽ കൊള്ളാമെന്ന് തോന്നുന്നു. അപ്പൊ അന്ന് മദ്യമുണ്ട്, ഡാൻഡിയാണ്, വക്യോലിന്റെ ഇടയിൽ ഇട്ടിട്ടുണ്ട്, എരുത്തലിന്റെ അവിടെ. ഞാൻ കുളിച്ച് ഒരു തൊട്ടി വെള്ളം കോരി, അതായത് ആ വീട്ടിൽ 3 ദിവസത്തെ പ്രെയർ അന്തരം ഉണ്ടായിരുന്നു. ആ പ്രെയർ സമയത്ത് അവിടെ ഒരു ദേവദാസൻ വരുമായിരുന്നു. പുള്ളി നല്ലൊരു ദേവദാസനായിരുന്നു. പുള്ളി ഇവര് ഉപവാസം വെക്കുമ്പോഴൊക്കെ എനിക്ക് വേണ്ടി ദൈവമേ സുരേന്ദ്രനെ തുടനെ, ദൈവം തുടനെ എന്നൊക്കെ അവർക്ക് ഇങ്ങനെ അവരോട് എനിക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ പുള്ളിക്കാരൻ വന്നപ്പോ എനിക്ക് തോന്നി, ഇവൻ ഈ പെണ്ണുങ്ങളുടെ കിടന്ന് വിഴമാൻ വേറെ ജോലിയില്ല, ഇവൻ 2 ആടി അടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 3 ദിവസം കൊണ്ട് എന്റെ ഉള്ളിൽ ആരും അറിയാതൊരു പക എന്റെ ഉള്ളിൽ കിടക്കുകയാണ്. കൊല്ലണമെന്ന് പോലും ഉള്ള പകയാണ് എൻ്റെ ഹൃദയത്തിനകത്ത്. എന്തോ പുള്ളിയെ കൊല്ലണം എന്നുള്ളൊരു വായു. പക്ഷെ ആർക്കും അറിഞ്ഞൂടെ എനിക്ക് അങ്ങനെ ഒരു പക കിടക്കുന്നു എന്നുള്ള ആർക്കും അറിയത്തില്ല. ഞാൻ കുളിച്ച് ഉടുപ്പൊന്നും ഇട്ടിട്ടില്ല, ഒരു കയ്യിലേ ഞാൻ ഉടുത്തിട്ടുള്ളൂ. എൻ്റെ കയ്യിൽ 1-2 മുദ്രങ്ങളൊക്കെ ഉണ്ട്, ഉടുപ്പ് ഇട്ടിട്ടില്ല കേട്ടോ. ദൈവം തൊടാണ്ട സാഹചര്യം പറയും. ദൈവത്തിന്റെ അടുക്കൽ എങ്ങനെ വന്നു എന്ന് ഞാൻ പറയുകയാണ്. പുള്ളി 3-ാമത്തെ ദിവസം മേളില് എന്നെ കാത്തിരിക്കുന്നവരുണ്ട്, മദ്യപിക്കുവാനും ബീഡിയാറ്റൊക്കെ ഇരിക്കുന്നവരുണ്ട്. അപ്പൊ ഞാൻ എന്തിനായിരുന്നാലും 2 പൊട്ടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് എന്തിനോ തോന്നി പുള്ളി ഒരു പാട്ട് പാടി. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ അവനെങ്കിലേക്ക് ഇങ്ങനെ ചാഞ്ഞു വന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ ചെവി കൊടുത്ത് ആ തൊട്ടിയും കിണറ്റിൽ തന്നെ അവിടെ എല്ലാം ഞാൻ വെള്ളമൊക്കെ വെച്ചിട്ട് പതുക്കെ ഞാൻ അവിടെ ചെന്ന് പുള്ളി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. പുള്ളി പറഞ്ഞു, എല്ലാ കണ്ണുകളൊക്കെ എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ തോന്നും. ഈ ഞാൻ എന്നാ ചെയ്തെന്ന് അറിയോ, ഞാൻ ഈ മുറ്റത്ത് നിന്ന് ഞാന് അകത്തൊരു പടിയിൽ സ്റ്റെപ്പ് കാലി ചവിട്ടി അടുത്തല് കയറി ഞാൻ നേരെ ചെന്ന് ആ ദേവദാസനോട് ഞാൻ ചേർന്ന് മുണ്ടി അങ്ങിരുന്നു. ഇരുന്ന സമയം ഞാൻ എൻ്റെ ഹൃദയത്തിനകത്ത് ആരോ പറയുകയാണ്, പ്രാർത്ഥീര് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, യേശുവെ അവരെ അനുഗ്രഹിക്കണം, ഇവരെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക.
പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പരിശുദ്ധാത്മാവിന്റെ തീ എന്റെ നെഞ്ചിനകത്തിറങ്ങി. എനിക്ക് തോന്നി എന്റെ നെഞ്ചിനാരും വെട്ടിപ്പിളക്കണമെന്നോ അടിച്ചു പിളക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. താങ്ക് യു ജീസസ്, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഗ്ലോറി, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഒരു 10-30 വീടെങ്കിലും കേട്ടാണ് ഞാൻ ഹല്ലേലൂയ വിളിച്ചത്. ഭയങ്കര പവറായിരുന്നു. ഭയങ്കര പവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവറായിരുന്നു. ദൈവത്തിന്റെ മഹത്വം അങ്ങ് ഇറങ്ങി വന്നതിനെ തൊട്ടിട്ട് ഇരുന്ന സ്ഥലത്ത് നിന്ന് എടുത്ത് തെറിച്ച് സഹോദരിമാരുടെ ഇടയിൽ ചെന്ന് ഞാൻ അങ്ങ് ഒരറ്റത്തങ്ങിരുന്നു. ഇരുന്ന് വേർത്തു കുളിച്ചു. ഞാൻ നോക്കിയപ്പോ കാണാം എല്ലാവരും കൂടെ എന്നെ ഇരുന്ന് നോക്കുന്നു, ഞാൻ അവരെ നോക്കുന്നു. പക്ഷെ അന്ന് എന്റെ മദ്യപാനം നിർത്തി, അന്ന് എന്റെ സ്പീഡി വലി നിർത്തി. അന്ന് മുതൽ സ്ത്രീകളെ നോക്കുന്ന അഴുക്ക നോട്ടമായിരുന്നു. ആ നോട്ടം നിന്നു. പിന്നെ ലൈംഗിക പാപത്തിലേക്ക് എന്നെ പിശാച് കൊണ്ടുപോയി. അതിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. അറിവില്ലാതെ ചെയ്ത പാപങ്ങൾ ഞാൻ ദൈവത്തോട് ഏറ്റുപറഞ്ഞു. ആരോ പറയണം ഏറ്റുപറക്കാരെ. അന്ന് എന്റെ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് എനിക്കറിയാം. പക്ഷെ അന്ന് മുതൽ ആൾക്കാര് പറഞ്ഞു, സുരേന്ദ്രന് ദുരാത്മാവ് പിടിച്ചിരിക്കുകയാണ്, വെളിച്ചദൂതം വന്നിരിക്കുകയാണ്, വീട്ടിൽ കയറ്റരുതേ, പിള്ളേരെ വീട്ടിൽ കയറ്റല്ലേ, അവന് മുഴുപ്രാന്താണെന്ന്. സത്യത്തിൽ അന്ന് വരെയില്ലാത്ത പ്രശ്നം, കേൾക്കാൻ പാടില്ലാത്ത കാര്യം. പക്ഷെ യേശുവിനെ സ്വീകരിച്ചെന്നറിഞ്ഞപ്പോ, യേശു ഉള്ളിൽ വന്നപ്പോ ലോകം എനിക്കെതിരായി, അയൽവാസികളെതിരായി, ചുറ്റുപാടുള്ളവർ എനിക്കെതിരായി, എന്നെ അനുകൂലിച്ച് നിൽക്കാനുള്ളവരെല്ലാം എനിക്ക് വിരോധമായി മാറി. എനിക്ക് സംസാരിച്ചിട്ട് ഞാൻ രാവിലെ യേശു കുളിക്കും. ഞാന് ഭയങ്കര പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആ വീട്ടുകാർ ഉറങ്ങും, ഞാൻ ഉറങ്ങും. എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. മദ്യം കിട്ടിയാലേ ഉറങ്ങുള്ളൂ, സിഗരറ്റുണ്ടെങ്കിലേ ഉറങ്ങുള്ളൂ. പക്ഷേ മാമ്പട്ടയോ ബിസ്കിയോ ബ്രാൻഡി കിട്ടിയാലേ ഞാൻ ഉറങ്ങുള്ളൂ. പക്ഷെ എനിക്ക് അഭിഷേകം വന്ന് യേശുവിനെ തൊട്ടപ്പോ എനിക്ക് എന്തില്ല, ഉറക്കമില്ല. ഞാൻ ഉറങ്ങാൻ പോണം. ഞാൻ രാത്രി ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് കൃപയാൽ 10 വർഷം കൊണ്ട് ഞാൻ അന്യഭാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എത്ര 10 വർഷം കാത്തിരുന്ന ഒരു അന്യഭാഷമായി. അങ്ങനെ ഇരുന്നത് ഒരു അന്യഭാഷ കിട്ടി. ഞാൻ റാംബാവൂറിന്റെ മീറ്റിങ്ങിനും തിരുവനന്തപുരം സിറ്റിക്കകത്തെല്ലാ മീറ്റിംഗും ഞാൻ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ആര് കൺവെൻഷൻ വെച്ചാലും പോകും. അങ്ങനെ എല്ലാ മീറ്റിങ്ങിനും പോയി അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞു ഭ്രാന്തനാണ്. ഞാൻ പറഞ്ഞു എനിക്ക് പിടിച്ച ഭ്രാന്ത് നിങ്ങളെ മക്കൾക്കും പിടിക്കും. അങ്ങനെ ഞാൻ റോട്ടെ കൂടെ പോയി ഓശാന പാടും. എപ്പോഴും എന്റെ ഇങ്ങനെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴും ബസ്സിൽ കയറിയാലും എവിടെ പോയാലും സ്വോത്രം പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഗ്ലോറി, ഈ ഒരു പറച്ചിൽ മാത്രം. കടലിലെ തിരമുളം അടിക്കുന്നത് പോലെ വായ്ക്ക് വിശ്രമമില്ല. അങ്ങനെ സ്തോത്രം പറയും, ഗ്ലോറി പറയും. പിന്നെ മദ്യത്തോട്, പൊട്ടച്ചൊല്ലോ, കളിവാക്കിനോട്, തമാശയ്ക്കോ ഒന്നിനും ഞാൻ പോകത്തില്ല. ഞാൻ ഒരു സ്ത്രീയെ ഇപ്പൊ നോക്കുന്നത്, അയ്യോ അത് പാവം, നോക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്കാണ് ശരിക്കും എന്നെ പരിശുദ്ധാത്മാ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഞാൻ നോക്കുന്നത് പാപം, ചിന്തിക്കുന്നത് പാപം, കൊടുക്കുന്നത് പാപം, കളി പറയുന്നത് പാപം, നോക്കുന്നത് പാപം, എല്ലാം പാപം എന്നെന്റെ മനസ്സ് പറയുമായിരുന്നു. കള്ളം പറയരുത്, പൊട്ടച്ചൊല്ല് പറയരുത്, ഇതെല്ലാം പാപം എന്ന് പറയുന്നു. അപ്പൊ ആൾക്കാരോട് നീ കല്യാണം കഴിക്കില്ല, അയ്യോ ഇതൊക്കെ പാപം എന്ന് പറയുന്ന പാപത്തെ കുറിച്ച് എനിക്ക് തിരിച്ച് മനസ്സിലാക്കാൻ പറ്റി. പരിശുദ്ധാത്മാവ് ആരെന്ന് എനിക്ക് എന്റെ ഉള്ളിലോട്ട് മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ശരിയാ പ്രാർത്ഥിക്കുന്നു, പക്ഷെ ബൈബിൾ വായിക്കാൻ തുടങ്ങി. എന്ത് ചെയ്യും? ബൈബിൾ വായിക്കണം, പാസ്റ്റർ ആവണമെങ്കിൽ ബൈബിൾ വായിക്കണം, പിന്നെ സങ്കീർത്തനങ്ങൾ വായിക്കണം, നമ്മളൊരു പാസ്സായ അടക്ക ശുശ്രൂഷ ചെയ്യണം, ഇതെല്ലാമൊക്കെ ചെയ്യണം. പിന്നെ ഇതൊക്കെ ആര് ചെയ്യും എന്നുള്ള ഒരു ചിന്താ വിഷയത്തിലേക്ക് യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ചില സാഹചര്യത്തിൽ എനിക്ക് പിന്മാറിപ്പോകാനുള്ള സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വാക്കുകൾ നിമിത്തം എന്നെ മുറിച്ച് വേദനിപ്പിച്ച് പിന്മാറിപ്പോയി. പിന്നെ ഞാൻ ഒരു കാലഘട്ടത്തിൽ മടങ്ങി വന്നു. ഒത്തിരി കാലമൊന്നും പിന്മാറിയൊന്നും പോയില്ല. യേശുയുടെ അടുക്കൽ വന്ന് ദൈവത്തോട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ, യേശുവേ ഞാൻ ചെയ്തു പോയ പാപം, എൻ്റെ സംസാരം, എൻ്റെ നോട്ടം, എൻ്റെ ചിന്തകള്, എൻ്റെ കൊടുപ്പിൽ, എൻ്റെ വാങ്ങലിലൊക്കെ വന്നപ്പോൾ എല്ലാം എന്നോട് ക്ഷമിച്ച് നല്ലൊരു മകനാകാൻ നീ എനിക്കൊരു ഭാഗ്യം നൽകണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. സത്യത്തിൽ ഞാൻ ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ പ്രാർത്ഥിച്ചൊരു നിത്യതയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച എനിക്കൊരു സ്വർഗം വേണം, എനിക്ക് യേശുപ്പച്ചനെ കാണണം. എൻ്റെ ലക്ഷ്യം ഇതായിരുന്നു, എനിക്ക് യേശുവിനെ കാണണം. യേശു പിന്നെ പിരിഞ്ഞ് എനിക്കൊരു ജീവിതമില്ല. യേശു എല്ലാത്തിനും യേശുവാണ്. കുളിക്കാൻ പെയ്യാൽ യേശു, ബാത്റൂമിൽ പെയ്യാൽ യേശു, നടക്കുമ്പോൾ യേശു, ഇരിക്കുമ്പോൾ യേശു, എല്ലാത്തിനും യേശുവാണ്. ഉറക്കത്തിൽ നിന്നൊരല്പം ഞെട്ടിയാൽ യേശുവാണ്. എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. ഞാന് രാത്രിയെല്ലാം പ്രാർത്ഥന, പകലും പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിച്ചു ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് വന്നപ്പോ വളർത്തിയവരും നമ്മളെ കൈവിട്ടു. കൃപ പ്രാപിച്ചെന്ന് പറഞ്ഞപ്പോ എല്ലാവരും നമ്മളെ കൈവിട്ടു. അങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ ആൾക്കാരെന്ന് പറയും, ഞാൻ പോവില്ല, അവളെ കൊണ്ടേ പോകും, ഞാൻ പോവില്ലെന്ന്. ഇങ്ങനെ ആൾക്കാർ അലർന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ദുർഭൂതം
വെളിപ്പെടുകയും അങ്ങനെ പോകില്ല എന്ന് പറയുന്നത് എന്തെന്ന് മനസ്സിലാക്കി പിന്നെ അടിച്ച് താഴെ വീഴുന്നുണ്ട്. അപ്പൊ മനസ്സിലായി പിശായാണ്. അങ്ങനെ ദൈവം ആദ്യം തന്ന ഒരു മിനിസ്ട്രിയാണ് ഭൂതശാന്തി ശുശ്രൂഷ. ചിലർ 7 ദിവസം കൊണ്ട് പ്രാർത്ഥിച്ചൊഴിപ്പിക്കും. എനിക്ക് 5 മിനിറ്റ് ഉണ്ട്. ഇന്ന് ഞാൻ ചെയ്ത മിനിസ്ട്രിയാണ്. ആദ്യം തന്നതാണ് ഭൂതശാന്തി ശുശ്രൂഷ. ഉള്ളിൽ കിടക്കുന്ന കൈവശം എണ്ണ പോലും പ്രാർത്ഥിച്ചു കൊടുക്കാതെ, വെള്ളം കൊടുക്കാതെയും ആൾക്കാർ ശ്രദ്ധിക്കും. ഭൂതശാന്തി ശുശ്രൂഷയിൽ അധികാരത്തോടെ ചെയ്യാൻ ദൈവനെ സഹായിച്ചു. 30 കോടി ദേവന്മാർ എന്നോട് ഒന്ന് വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥിച്ച് പുറത്താക്കുമ്പോഴും എന്റെ അമ്മയുടെ മെന്റൽ മാറിയിട്ടില്ല, മറക്കരുത്, മെന്റൽ മാറിയിട്ടില്ല. ഞാൻ പുറത്തിറങ്ങി ശുശ്രൂഷിക്കുകയാണ്. എന്റെ അമ്മ വസ്ത്രം ധരിക്കുന്നില്ല, തലമുടി കൊതി കെട്ടുന്നില്ല, മുഴുവൻ ഭ്രാന്തി, ഇരുന്നും കൊണ്ട് ഒന്നിനു പോവും, കല്ലറയിൽ ഉറക്കം. അപ്പോഴും ഞാൻ യേശുവിനെ തൊട്ടത് കൊണ്ട് ഞാൻ പഴയതോട്ട് പോകാതെ ഞാൻ യേശുവിന്റെ അടുക്കൽ വന്നു. ഇരുട്ട വിളക്ക പിന്നെ എന്റെ ജീവിതം പ്രാർത്ഥനാ മനുഷ്യനായി മാറി. പലരും ചോദിച്ചു, ഇടാ നിന്റെ അമ്മ മുഴുവൻ ഭ്രാന്തിയാ, നീ നിന്റെ അമ്മേനെ പൂത്തെ ആദ്യം ഇറക്ക്, എന്നിട്ട് നീ നാട്ടിലിറക്കി രോഗികളെ സൗഖ്യമാക്കാനും പൂത്തെ പുറത്താക്കാനൊക്കെ ഇറങ്ങും. ഞാൻ പറഞ്ഞു, എന്റെ അമ്മയെ ദൈവം നോക്കിയോളൂ, എന്റെ അമ്മയെ ദൈവം നോക്കിയോളൂ. ഇതായിരുന്നു എന്റെ മൈൻഡ്. അങ്ങനെ പ്രാർത്ഥിച്ച് വർഷക്കാലം ഇരുന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ രാത്രി വൈകുന്നേരം 6 മണിക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ കയറി കഴിഞ്ഞാല് പിറ്റേന്ന് വെളുപ്പാൻ 4 മണിയിലെ പ്രാർത്ഥിക്കും. ഇതിനിടയ്ക്ക് ഞാൻ ഓശാന പാടും. യേശു ഇറങ്ങി വരും, യേശു എന്നെ കെട്ടിപ്പിടിക്കും, യേശുവിനെ ഞാൻ പിടിക്കും, യേശുവിന് കുമ്മം തരും, ഞാൻ ആത്മവിഷനാകും, ഞാൻ കരയും, ഞാൻ ചിരിക്കും. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഫാദർ, താങ്ക് യു. ചിരിയാണ്, ഒരു ഭ്രാന്ത് പോലെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ദൈവത്തിന്റെ ആത്മാവ്. പക്ഷെ ഞാൻ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഭൂതോളാവും. ശബരിമല പോകാനുള്ള ആൾക്കാർ വഴിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതിന്റെ അടുത്തിരിക്കും. പിന്നെ എനിക്ക് ബസ്സിൽ ഇരുന്ന് എനിക്ക് ഇരിക്കണം തോന്നും. അവരാരും കഴിക്കൂല, എല്ലാം കറുത്ത നൂല് കെട്ടിയവരും ഒക്കെയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആൾക്കാർ സീറ്റിൽ വെച്ച് ഭൂതളകി താഴെ വീഴുന്നവരുണ്ട്, യേശു മാർത്തുന്നവരുണ്ട്. ബസ്സിൽ വെച്ച് ഒരു പെങ്കൊച്ചിന്, കിഴക്കേക്കോട്ട വെച്ച ഒരു പെങ്കൊച്ചിന് ഞാൻ യാത്ര ചെയ്തപ്പോൾ ഒരു പെങ്കൊച്ചിന് ഭൂതളകി. പിന്നെ അവരെ വീട്ടിൽ തന്നെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് അവരെ ഭൂത്തിറങ്ങി. സ്വത്രം. അങ്ങനെ ഒത്തിരി ഈ രോഗശാന്തിയും പിന്നെ യൂട്രസിങ് പ്രോബ്ലം, എത്ര വലിയ മുഴയാണെങ്കിലും പ്രാർത്ഥിച്ചാൽ പോകുന്ന വലിയൊരു മിനിസ്റ്റർ കർത്താവ് തോന്നും. പിന്നെ പ്രവചന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഭയങ്കരപ്പെട്ട ശുശ്രൂഷയാണ് ദൈവം ഏൽപ്പിച്ചത്. നാഥാൻ പ്രവചിക്കുന്നത് പോലെ ആ ഒരു പ്രവചനം. അങ്ങനെ ദൈവത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചത് നല്ലൊരു പ്രവാചകനാകണം, നല്ലൊരു രോഗശാന്തി തരണം, നല്ലൊരു ഭൂതശാന്തി തരണം, അധികാരത്തിന്റെ ശുശ്രൂഷ തരണം. ഞാൻ ആരുടെ മേൽ കൈവച്ചാലും രോഗികൾ സൗഖ്യമാകണം, ഭൂതങ്ങൾ വിട്ടുപോകണം. അന്ന് അങ്ങനെ എന്റെ മേലെ യേശു വന്നപ്പോ ഒരു സമയത്ത് എനിക്ക് ഭയങ്കരമായി എതിരായി നിന്നു. ഒന്ന് ഭൂതം പിടിച്ചവനെന്ന് പറഞ്ഞില്ല, കയറി കിടക്കാൻ വീടില്ലാത്തവനെന്ന് പറഞ്ഞു. അങ്ങനെ ആരും വീട്ടിൽ കയറ്റാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. ആരും ഭ്രാന്തനാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഒരു അമ്മ എന്ന് പറയാ, എന്റെ പിള്ളേർക്ക് കല്യാണം നടക്കാതെ വിഷമത്തിയിരിക്കുക. ഞാന് പ്രാർത്ഥിച്ച ഒത്തിരി കുടുംബങ്ങൾ ഇന്ന് എല്ലാവരുടെയും പിള്ളേരുടെ മക്കളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ദൈവം എനിക്ക് തന്ന വലിയൊരു മിനിസ്ട്രിയാണ്. മക്കളില്ലാതെ ഇരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മക്കളെ കിട്ടും. ആ ദൈവത്തിന്റെ ഒരു വലിയ കരവാണ്. 8 വർഷം, 10 വർഷം, 15 വർഷമായവരെല്ലാം ഇന്നും പ്രസവിച്ചവരെ ഉണ്ട്. ഞങ്ങളെ ചർച്ചിൽ ലൈസൻസ് എടുക്കാൻ പറ്റാതെ വന്ന എല്ലാവരും ലൈസൻസ് എടുത്തു പോയവരെ ഉള്ളൂ. പിന്നെ യൂട്രസിൽ സർജറിക്ക് മാറാത്ത കേസ് കെട്ടുകൾ, നടക്കാത്ത വിവാഹങ്ങൾ, പിന്നെ ഭയങ്കര അത്ഭുതങ്ങളെ കർത്താവ് ചെയ്ത. പക്ഷെ ഈ സുവിശേഷത്തോട് വന്നപ്പോ ഞാൻ കരിസ്മ പാസ്റ്റർ ജോൺ ടെൻസിങ് 15 വർഷക്കാലം ബ്രദർ മോളി ബ്രദറുമായിട്ട് എന്നെ കുറച്ചു കാലം വളർത്തിക്കൊണ്ടുവന്നത് ബ്രദർ മോളിയും കരിസ്മ ടെൻസിങ് പാസ്റ്ററുമാണ്. അവിടെ ഞാൻ 15 വർഷക്കാലം അവരോടൊപ്പം ആരാധിച്ചു, അവരോടൊപ്പം ദൈവത്തെ സ്തുതിച്ചു. അവർ ചില സപ്പോർട്ടുകൾ, കൈത്താങ്ങലൊക്കെ തന്ന് ഞാൻ വളർന്നു. അതിൽ നിന്ന് പിന്നെ ദൈവം എന്നെ വേർതിരിച്ചു. ഒരു സഭയ്ക്ക് ഞാൻ എതിരായില്ല, ഒരു സഭയ്ക്ക് നേരെ ഞാൻ ഒരു സഭ വച്ചില്ല. എനിക്ക് വേണമെങ്കിൽ 25ഓളം സഭയിൽ പാസ്റ്റർ ആയിരിക്കേണ്ട ഞാനാണ്. ഞാൻ പരസ്യയോഗം പ്രസംഗിച്ചു, പലയിടങ്ങളിൽ പ്രാർത്ഥിച്ചു, ആൾക്കാർ സ്ഥലം തന്നു. എനിക്ക് അവിടെ നിന്ന് ഞാൻ പള്ളി വെച്ചില്ല, അതെല്ലാം ഞാൻ സ്നാനപ്പെടുത്തി. പലരെയും സ്നാനപ്പെടുത്തി. ഞാൻ സ്നാനപ്പെടുത്തിയ ആൾക്കാരെ എനിക്ക് കണക്കില്ല, എനിക്ക് ഓർമ്മയില്ല. ഞാൻ തിരുവത്താഴം കൊടുത്തിട്ടുണ്ട്, ഞാൻ ജനത്തെ അതിൽ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്, ഒത്തിരി കണക്കിന് ആത്മാക്കളെ നേടിയിട്ടുണ്ട്. പക്ഷെ കർത്താവിന്റെ വേലയിൽ ആ ചെയ്തു വന്ന ഭയങ്കരമായ ഒരു മിനിസ്ട്രി ഉണ്ടായിരുന്നു. രോഗശാന്തിയായി, ഭൂതശാന്തി, പ്രവചന ശുശ്രൂഷ, ആത്മവിഷത, ശക്തമായ മിനിസ്ട്രിയൊക്കെ കർത്താവ് എനിക്ക് തന്നു. പക്ഷെ ഞാൻ ഒന്നും അഹങ്കരിക്കാതെ, നെകളിക്കാതെ കർത്താവിന്റെ മുമ്പിൽ ദൈവം തന്ന മിനിസ്ട്രിയെ വിശ്വസ്തയോടെ ചെയ്യാൻ കർത്താവിനെ സഹായിച്ചു എന്നുള്ളതാണ്. ദൈവത്തിന്റെ പേരും പറഞ്ഞ 1 രൂപ സമ്പാദിച്ചില്ല, ഞാൻ 1 രൂപയും ഉണ്ടാക്കിയില്ല, ഞാൻ ഒന്നും
ദൈവത്തിന്റെ നാമം പറഞ്ഞുകൊണ്ട് ഞാൻ ആരെയും ചതിച്ചില്ല, പറ്റിച്ചില്ല. പിന്നെ ഞാൻ അങ്ങനെ കർത്താവിന്റെ വേലയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, ദൈവത്തിന്റെ വേല ചെയ്തു വരുന്ന സമയത്ത് പല വീടുകളിലും എനിക്ക് വീടില്ല, സ്വന്തമായിട്ടൊരു വീടില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ചില വീടുകളിലും 3 ദിവസം ഉപവാസ പ്രാർത്ഥന ചവിടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്, 2 ദിവസം നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ചില ദേവദാസന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇവൻ കള്ളനാണ്. ഇനി ഏറ്റവും കൂടുതൽ മുറിവുണ്ടായ സുഹൂഷ ഫീൽഡിലുണ്ടായ മുറിവുകളെ കുറിച്ച് ഞാൻ പറയുകയാണ്. ഈ ഞങ്ങളെ കൈത്താങ്ങാനുള്ള ദൈവദാസന്മാർ, എന്നോടൊപ്പം നിൽക്കേണ്ട ദൈവദാസന്മാർ, അവര് ചെയ്യാത്ത സുഹൂഷകളാണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ യേശു തന്ന അതേ മിനിസ്ട്രി. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, സഭയിലൊന്നും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒറ്റയടിയിലൊന്നും ഭൂത്തെയൊന്നും പുറത്താക്കില്ല. ഞാൻ പറഞ്ഞു, കർത്താവ് പറഞ്ഞില്ല നിങ്ങൾ 7 ദിവസം ഉപവസിക്കണം, അപ്പനെ വിളിച്ചോണ്ടിരുന്നു, അമ്മയെ വിളിച്ചോണ്ടിരുന്നു ഒന്നും പറഞ്ഞില്ലല്ലോ. യേശു ചെയ്ത ശുശ്രൂഷ എനിക്ക് ചെയ്യണം. അത് ഞാൻ ചെയ്തപ്പോൾ പലരും എനിക്കെതിരായി മാറി. എനിക്ക് ആൾക്കാരുടെ പേരിട്ടു, വേശ്യാപുത്രനാണ് എന്നൊരു പേര് എനിക്കിട്ടു. ഞാൻ കള്ളനാണ്, ഞാൻ പണമോഹിയാണ്, ഞാൻ വ്യഭിചാരിയാണ്. കേൾക്കാൻ ലോക മനുഷ്യനായിട്ട് നടന്നപ്പോൾ കേൾക്കാൻ പാടില്ലാത്തത് ഈ ആത്മീയ കുളത്തിൽ എനിക്ക് കേൾക്കേണ്ടി വന്നു. കാരണം ഞാൻ വളർത്തിയവർ, എൻ്റെ കൂടെ നിന്ന് ഉപ്പും ചോറ് തിന്നവർ, ഞാൻ വളർത്തിയ മക്കൾ, ഞാൻ സ്നേഹിച്ചവർ, ഞാൻ കൊണ്ടു നടന്നവർ, നിസ്സാര കാര്യത്തിന് അവരെ പാപം ചൂണ്ടിയപ്പോൾ അവരെ എനിക്ക് വിരോധമായി പല കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി. എൻ്റെ സഭയിൽ പ്രസംഗിക്കാൻ വന്ന ഒത്തിരി ദൈവദാസന്മാർ ഞങ്ങള് സഭ നടത്തി വന്നൊരു കാലത്ത് എൻ്റെ വൈഫിന്റെ ഷെയറിൽ എനിക്കൊരു 5 സെന്റ് സ്ഥലത്തിൽ അവർക്ക് ഷെയർ ഉണ്ടായിരുന്നു. അവിടെ വിൽക്കേണ്ടി വന്നു. ആ സഭയിൽ നിന്ന് ഇറങ്ങാൻ ദൈവം ഒരു ആലോചന വന്നിട്ട് അവിടെ വിൽക്കേണ്ടി വന്നു. അവിടെ നിൽക്കുന്ന സമയത്ത് ഒത്തിരി ദൈവദാസന്മാരെ വളർത്തിയെടുത്തൊരു കൈയാണ്. ഒത്തിരി അഭിഷിക്തന്മാരെ സ്നാനപ്പെടുത്തി ഒത്തിരി സുഭൂഷകരെ ഇന്ന് വേലയ്ക്ക് അനുഗ്രഹിച്ചിറക്കിയ ഒരു മനുഷ്യനാണ് ഇന്ന് നിങ്ങളെ മുമ്പിൽ, പ്രേക്ഷകരുടെ മുമ്പിൽ ഇരിക്കുന്നത്. സ്തോത്രം. കർത്താവിന്റെ വേലയിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. എൻ്റെ ജീവിതം എനിക്കൊരു മടുപ്പായിരിക്കുന്നു, എൻ്റെ ഒരു ജീവിതം ദുഃഖമായിരിക്കുന്നു, എന്നെ ആരും സ്നേഹിക്കത്തില്ല, ആരും കരുതത്തില്ല, ഈ കർത്താവിന് വലിയ അധിക ദുഃഖമാണ് എന്ന് നിരൂപിച്ച് ചിന്തിച്ചു വരുന്ന സമയം എന്നെ ആര് വിളിക്കും, ആരെന്നെ സ്നേഹിക്കും, ആരെന്നെ കരുതും, ഈ കർത്താവിന്റെ വേല ഇതും കഷ്ടമാണല്ലോ, ഇതിലൊരു സമാധാനം എനിക്ക് കിട്ടൂലല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് യേശു പറഞ്ഞത്, ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്നത് പോലെയല്ല. അപ്പോ കർത്താവ് തന്ന കൃപയ്ക്ക് അനുസരിച്ചുള്ള വിളി വലുതാണെങ്കിൽ ശോധനയും വലുതാണെന്ന് ദൈവാത്മാവെന്നെ പഠിപ്പിച്ചു. കർത്താവ് എന്നോട് ഒരു കാര്യം എടുത്തു പറഞ്ഞു. കർത്താവ് പറഞ്ഞു, മോനെ, എന്നെ തുപ്പിയതുപോലെ നിന്നെ തുപ്പും, എന്നെ പഴിച്ചതുപോലെ നിന്നെ പഴിക്കും, എന്നെ പരിഹസിച്ചതുപോലെ നിന്നെ പരിഹസിക്കും, എന്നെ മന്ത്രവാദി എന്ന് വിളിച്ച പോലെ നിന്നെ മന്ത്രവാദി എന്ന് വിളിക്കും എന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ സംസാരിച്ചു. സത്യത്തിൽ ആദ്യം ഞാൻ വിശ്വസിച്ചില്ല. പരിശുദ്ധാത്മാവ് എന്നിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞു, നീ സ്നാനപ്പെടുത്തിയവരും നിന്റെ സഭയെന്ന് പ്രസംഗിച്ചവരും നിനക്ക് വിരോധമായി മാറും. നിന്റെ സഭയിൽ നിൽക്കുന്ന എല്ലാവരും നിന്നെ വിട്ടു പോകും, ആരും നിന്നോടൊപ്പം ഉണ്ടാവത്തില്ല. ആ സമയം ഞാൻ നിന്നെ മുറുകെ പിടിക്കും, എൻ്റെ കരങ്ങളിൽ നീ സുരക്ഷിതമായിരിക്കുന്നു. അത് വാസ്തവമാണ്. ഞങ്ങളെ സഭയിൽ 8 വർഷം ഞങ്ങളെ സഭയിൽ ഒരു കൊച്ചു ആരാധിച്ചു. ഞാൻ സ്നാനപ്പെടുത്തി കൃപയിൽ വന്നു. കൃപയിൽ വരുന്ന സമയത്ത് ഞങ്ങള് നല്ലൊരു സ്നേഹമുള്ളൊരു കുടുംബമായിരുന്നു, പാടാനും പ്രാർത്ഥിക്കാനൊക്കെ നല്ലൊരു കുടുംബമായിരുന്നു. ഞങ്ങളെ സഭയിൽ 2 വിശ്വാസികളും കൂടെ ചേർന്ന് ഒരു നുണയുണ്ടാക്കിയത് സത്യമാണ്. അവർ നുണയുണ്ടാക്കിയിട്ട് ഇവള് പറഞ്ഞു, ഞാൻ അവരെ കുറിച്ച് കുറ്റം പറഞ്ഞു, അവര് പറഞ്ഞു പാസ് ഇങ്ങനെ പറഞ്ഞു. അതെന്തായി? കൂട്ടിച്ചൊത്യമായി. സംഭവം അങ്ങനെ ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. കൂട്ടിച്ചൊത്യമായിട്ട് 8 വർഷക്കാലം നിന്ന് ആരാധിച്ചവൻ എന്നെ മക്കളെ മോനെ എന്ന് വിളിച്ച ആന്റി എല്ലാവരും കൂടെ എനിക്ക് ഒരു രാത്രി കൊണ്ട് എതിരായി. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു, എൻ്റെ കാലൊക്കെ മന്തുകാല് പോലെ ഇരിക്കുന്ന സമയം ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ ഞാൻ സ്നാനപ്പെടുത്തിയ കൊച്ച്, ഞാൻ വാടക വീട്ടിൽ താമസിക്കുക പറയുകയാണ്, പെങ്കൊച്ചെന്ന് പറയുന്നത്, ഇറങ്ങടാ വെളിയിൽ, ഇവൻ സ്വർഗത്തിൽ പോവില്ല, ഇറങ്ങടാ വെളിയിൽ നിന്ന് എൻ്റെ മുഖത്ത് നോക്കി ആ പെങ്കൊച്ചു എൻ്റെ പിതാവിനെ വിളിച്ചോണ്ട് വന്ന് വീട്ടിൽ കൂട്ടിച്ചോത്തിക്കത്തിന് വേണ്ടി കൊണ്ടുപോയി. അതിന് മുമ്പ് ഒരു ദേവദാസൻ പ്രവചിച്ചിട്ട് പറഞ്ഞു, രാത്രി ഒരാൾ വന്ന് വിളിക്കും, കൂട്ടിച്ചോത്തിന് വേണ്ടി പോവരുത്, ചതിയാണെന്ന് പറഞ്ഞു. ഞാൻ കേട്ടില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയ്ക്ക് എത്ര സാരി ഉണ്ടെന്നും ഞാൻ ഏത് ബെഡ്റൂമിൽ കിടക്കുന്നെന്നും എൻ്റെ എല്ലാ ചരിത്രവും അറിയുന്നുള്ളവരാണ് ഈ 8 വർഷം ആരാധിച്ചവർ. ഒന്ന് ചിന്തിച്ചു നോക്കാം. എൻ്റെ എല്ലാ ഡീറ്റെയിലും എൻ്റെ സ്വഭാവങ്ങളും ചരിത്രങ്ങളും അറിയാന്നുള്ളൊരു സഭയിലൊരു പെങ്കൊച്ച് നമുക്കെതിരായി മാറിയാൽ, അവളൊരു നോട്ടീസ് ഒട്ടിച്ചാൽ നാട്ടുകാർ വിശ്വസിക്കും, പുരോഹിതന്മാർ വിശ്വസിക്കും. അത് സത്യമാണ്. ഇവള് പറഞ്ഞു, ഇവളെ പിതാവിനെ വിളിച്ചോണ്ട് വന്നിട്ട് പറഞ്ഞു, യവൻ എൻ്റെ ജീവിതം നശിപ്പിച്ചു. ആ ജോസഫിന്റെ കഥ പറഞ്ഞതുപോലെ യവന്റെ ജീവിതം നശിപ്പിച്ചെന്ന് പറഞ്ഞു. എൻ്റെ സഭയിൽ ഒരു ദൈവദാസൻ പ്രസംഗം. ആ ദൈവദാസൻ എന്നോട് പറയാണ്, ഈ കൊച്ചിനെ ഈ സഭയിൽ നിന്ന് പറഞ്ഞു വിടണം,
അല്ലെങ്കിൽ നിങ്ങളുടെ സഭയെ തകർക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു കാര്യം ചെയ്തു, എന്തിനാ അങ്ങനെ പറയുന്നത് ചോദിച്ചു. അപ്പൊ ഈ കൊച്ചു പോകില്ലാന്ന് എനിക്കറിയാം, അതുകൊണ്ട് വേറെ ദിവസം പറഞ്ഞ് ഈ കൊച്ചിനോട് പറഞ്ഞു, ഇവിടെ നിർത്തിക്കരുത്, വിവാഹമൊന്നും കഴിയാത്തൊരു കൊച്ചാണ്, നാളെ ഒരു നിന്നയും പേര് വരെ ഈ സഭ വരെ തകർക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വേറൊരു ദൈവദാസിയോട് പറഞ്ഞു, വേരും കൊമ്പ് ശേഷിക്കാതെ നിന്നെ ഒരു വലിയൊരു നിന്നയ്ക്കായി ഏൽപ്പിച്ച് നിന്റെ സഭയെ ഇന്നാര് പേര് പറഞ്ഞു, ഇന്ന കുടുംബം എതിരാകുകയും അതിനാൽ കുടുംബത്തിൽ ശാപവും മരണവും ഈ ദൈവദാസം വഴി ആ കുടുംബത്തിൽ ഉണ്ടാകുമെന്നും പറഞ്ഞു. അങ്ങനെ അവര് ഈ പെങ്കൊച്ചും തന്റെ പിതാവും കൂടെ ചേർന്നിട്ട് പറഞ്ഞു, ഞാൻ കള്ളനാണ്, ഞാൻ വ്യഭിചാരിയാണ് എന്ന് ഞാൻ തൊട്ടിട്ട് പോലുമില്ല, ദൈവസാക്ഷിയാണ്, പറഞ്ഞു വ്യഭിചാരിയാണ്, അവൻ കള്ളനാണ് എന്ന് ഒരു പബ്ലിസിറ്റി. അപ്പൊ ഇവള് തന്നെ പറഞ്ഞു, നിന്റെ എല്ലാ വേദിയെയും ഞാൻ അടയ്ക്കും, നീ ഇനി ഒരു കൺവെൻഷൻ പ്രസംഗിക്കൂല, ഒരു സഭയിലും പ്രസംഗിക്കൂല എന്ന് പറഞ്ഞ് ഞങ്ങളെ സഭയിൽ വന്ന എല്ലാ ദേവദാസന്മാരുടെ, എനിക്ക് ഇംഗ്ലീഷിൽ ദേവദാസന്മാരുടെ നമ്പറില്ല, അവളാണ് സേവ് ചെയ്തിട്ട് തരുന്നത്. എന്റെ ഭാര്യയ്ക്ക് അങ്ങനെ അറിഞ്ഞുകൂടാ. ഇവളുടെ ഈ നമ്പരെല്ലാം ആരെങ്കിലും ഉണ്ടായിരുന്നു, ഇവളെ വിളിച്ചു പറഞ്ഞു, സുരേന്ദ്രബാസനെ പീഡിപ്പിച്ചു, കള്ളനാണ്, എന്റെ ജീവിതം നശിപ്പിച്ചു. ലോകം മുഴുവൻ വൈറലായി, സഭയെ രണ്ടായി പിരിച്ചു. സ്തോത്രം. അങ്ങനെ ലോകത്തിൽ പാസ്റ്റർമാരെല്ലാം അറിഞ്ഞു, സുരേന്ദ്രനെ IPC കയറ്റരുത്, AG കയറ്റരുത്, കള്ളനാണ്, വ്യഭിചാരിയാണെന്ന് പറഞ്ഞ് ഒരു വേശ്യാപുത്രൻ എന്ന് ഒരു നീതിമാനെ വലിച്ചുകറി ഒട്ടിച്ചു. ലോകം മുഴുവനും പബ്ലിസിറ്റി ചെയ്തു, നിന്ദകളായി മുറിവുകളായി ദൈവസന്നിധി കരഞ്ഞു. അതിന്റെ ഭവിഷ്യത്വങ്ങളെല്ലാം ദൈവം അവരോട് ചോദിച്ചു, അതിന്റെ ഫലങ്ങളെല്ലാം അവർ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ വേറൊരു മോൻ ഇവിടെ നിന്നു, 18 വർഷം നിന്നു, വളർന്നു പോയി. അതും ഒരു ദൈവദാസൻ പ്രവചിച്ചിട്ട് പറഞ്ഞെന്ന് അവന്റെ അമ്മയോട് പറഞ്ഞു, 18 വർഷക്കാലം എന്റെ വീട്ടിൽ നിന്ന് അവൻ കൈവശം കൊടുത്തു, എന്റെ ഭാര്യ വേലപ്പരിവായവൻ, ഇനി ഒരു സഭയിലേ പോകാവൂ, ഇനി അവിടെ നിന്ന് അവനെ പെണ്ണേട്ടി കൊടുക്കുക, അവന് വീട് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞ് ആ മോനെ അതും പറഞ്ഞിട്ട് ആ അമ്മ പറഞ്ഞു, മോനോട് പറഞ്ഞു, എടാ നിന്റെ സഹോദരി നിന്റെ പാസ്റ്റർ വിളിച്ചു, എടാ എന്നെയും വിളിച്ചോടാ ബെഡ്റൂമിലേക്ക് എന്ന് ആ സ്ത്രീ പറയുമ്പോൾ മോൻ പറഞ്ഞു, അമ്മ ഒരിക്കലും പാസ്റ്റർ അങ്ങനെ പറയാമോ, ഞാൻ വർഷക്കാലം എന്റെ പാസ്റ്റർ കൂടെ നടന്നിട്ട് ഞാൻ ഒരു കള്ളനായില്ല, ഞാൻ വ്യഭിചാരിയായില്ല, ഞാൻ പ്രേമം പോലും പൊളിച്ചടുക്കിയ ഒരു പാസ്റ്ററാണ്. അല്ല, ഇത്ര പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസമല്ല, നീ അവന്റെ കൂടെ നിൽക്കുള്ളൂ എന്ന് കേട്ട് ആ സ്ത്രീയുടെ വാക്കുകൾ എനിക്ക് മുറിവുകളായി മാറി. ഞാൻ ചിന്തിച്ചു, ഇന്ന് ദൈവവേല ചെയ്യണോ, ഇന്ന് ദൈവത്തിന് വേണ്ടി നിൽക്കണോ? സാധാരണ ഒരു സ്ത്രീ ഒരു വിഷയം ഒരാൾ പറഞ്ഞാൽ ഒരു സഭയിലും എന്നെ വിളിക്കൂല. ഇനി അത് കഴിഞ്ഞ് അടുത്തൊരു സംഭവം ഉണ്ടായി. ഞാനൊരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരുന്ന സമയം, രാത്രി 10 മണിക്ക് മീറ്റിംഗ് കഴിഞ്ഞപ്പോ, പാസേ പ്രൈസ് ദി ലോർഡ്, അറിഞ്ഞതൊക്കെ ശരിയാണ്, ഞങ്ങളുടെ എന്നാ അറിഞ്ഞത് ശരിയാണ്, എന്താ പറഞ്ഞു, രാവിലെ പറയാന്നു. ഞാൻ എന്റെ ഭാര്യയെ എടുത്ത് പറഞ്ഞു, എടി പെണ്ണ് വിഷയമാണ് തോന്നുന്നു, ആരോ വൈറലാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓ ശരി. നേരം വെളുത്തു, ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് കടന്നുപോയി. അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹം ഇല്ല, അദ്ദേഹം നടക്കാറില്ല. എനിക്ക് അന്ന് രാത്രി ഉറക്കമില്ലായിരുന്നു. ചേച്ചി നിങ്ങൾ എന്താ അറിഞ്ഞേ? അല്ല, അത് നിങ്ങൾ ഒരു പാസ്റ്റർ, പിന്നെ സുരേന്ദ്രൻ പാസ്റ്റർ ഇല്ലേ? ഞാൻ പറഞ്ഞത് നിങ്ങളെ സാക്ഷി എനിക്കറിയാം, നിങ്ങളെ ചരിത്രം എനിക്കറിയാം, എനിക്കെല്ലാം അറിയാം. ഞാൻ പറഞ്ഞ അറിയാമെങ്കിൽ നിങ്ങളൊരു പെണ്ണിനെയും വിളിച്ചോണ്ട് പോയെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഭാര്യയും മക്കളെയും കളഞ്ഞിട്ട് ഒരു പെണ്ണിനെ വിളിച്ചോണ്ട്. ഞാൻ പറഞ്ഞു ഒരിക്കലുമില്ല, നിങ്ങൾ വാ, എന്റെ വണ്ടി കയറി, എന്റെ ഭാര്യയും മക്കളും എന്റെ വീട്ടിലുണ്ടോ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു 3-4 മാസം 6 മാസം ഈ സുരേന്ദ്രൻ ബാസ് എന്നുള്ള പേരില്ലേ, സുരേന്ദ്രൻ ബാസ് ഒന്നേ ഉള്ളൂ ഈ ലോകത്ത്. എത്രയോ സുരേന്ദ്രൻ ബാസ് ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ 3-4 സുരേന്ദ്രൻ ബാസന്മാരെ കണ്ടു. അപ്പൊ ഒരാൾ പറഞ്ഞു, അയ്യോ നിങ്ങളല്ല പാസ്റ്ററേ, അയ്യോ ആള് മാറിപ്പോയി, അത് വേറൊരു സുരേന്ദ്രൻ ബാസ്. അപ്പൊ ഞാൻ വേറൊരു പള്ളി പ്രസംഗിക്കാൻ പോയപ്പോൾ ആ ഒരു പാസ്റ്ററോട് പറഞ്ഞു, ആ സുരേന്ദ്രൻ ബാസ് ആണെങ്കിൽ പള്ളി കയറ്റരുത്, അവൻ കള്ളനാ, അവനെ കുറിച്ച് ഞാൻ മോശമായിട്ടാ പറയുന്നത് എന്ന് ഒരു ചിത്രീകരണം അവരിറക്കി. ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അപ്പൊ ആ പാസ് പറഞ്ഞു, നിങ്ങൾ പറയുന്ന സുരേന്ദ്രനല്ല, ഇത് വേറെ സുരേന്ദ്രൻ ബാസാന്ന് പറഞ്ഞു. പ്രസംഗം തുടങ്ങിയിട്ട് ആദ്യം ഞാൻ സഭയിൽ ചെന്ന് തലയൊക്കെ വെച്ച് ദൂത് പറഞ്ഞ ആ സ്ത്രീയോട് അവർ പൊട്ടി കരയാൻ തുടങ്ങി. ആ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ഓടി വന്ന് പറഞ്ഞു, സോറി പാസ്റ്റർ, മാപ്പ്, ക്ഷമിക്കണം, ഞാൻ അറിയാതെ പറഞ്ഞ അത് ആള് മാറിയതാ, അത് നിങ്ങളല്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. എന്നാൽ അവരെ വീട്ടിൽ സുക്കൂഷയ്ക്ക് വിളിച്ചു. ഇങ്ങനെ എന്നെ കുറിച്ച് കുറെ ദൈവകൃപയില്ലാത്ത കുറെ ദൈവദാസന്മാർ, വേണ്ടാതനം പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറച്ച് അഭിഷിക്തന്മാരുണ്ട്. അവര് ചെയ്യാത്ത കുറെ സുക്കൂഷകൾ നാം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വരുന്ന വേദനയും പഴികളും. എൻ്റെ പല ദൈവദാസന്മാരുടെ സുക്കൂഷയ്ക്ക് വരുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഇത്താവിനെ വേശ്യാപുത്രൻ എന്ന് നിന്ദിച്ച് അവനെ പരിഹസിച്ച് പുറത്താക്കിയതുപോലെ നീ ഇന്ന് ആ അവസ്ഥയിൽ നിന്നെ വേദനിപ്പിക്കുന്നു. ഞാൻ പറയട്ടെ, ദൈവം വല്ലതും പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരാളിനെ കണ്ടുപിടിച്ചു. ആന്റിയുടെ ചോദിച്ചു, ആന്റി നിങ്ങൾ നിങ്ങൾ എന്നെ കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു, ചെന്ന് ചോദിച്ചു. എൻ്റെ മോൻ റോട്ടെ കൂടെ നടന്നു കഴിഞ്ഞപ്പോൾ ഒരു മോനെ വിളിച്ച് പറയണം, ഡേ അത് കള്ളന്റെ മോന, അതുകൊണ്ട് ആ മോന്റെ കൂടെ നീ അവന്റെ കൂടെ നടക്കല്ലെന്ന് പറഞ്ഞു. ആ മോൻ എന്ന് പറയും, പപ്പയെ കുറിച്ച് ഇങ്ങനെയാ പറയുന്നതെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് ആന്റിയോട് ചോദിച്ചു, ആന്റി നിങ്ങൾ എന്തോ പറഞ്ഞെന്ന് ചോദിച്ചു. നിങ്ങൾ കണ്ടോ? കണ്ടില്ല, ആരോ പറഞ്ഞു കേട്ട് ഞാനും പറഞ്ഞു. ഇതിൽ ആരോ പറഞ്ഞു കേട്ട് കുറച്ച് പാസ്റ്റർമാരാണ്
എന്റെ ശുശ്രൂഷയുടെ വഴി അടച്ചത്, എന്റെ നന്മയുടെ വഴി അടച്ചത്, എന്റെ യാത്രയുടെ മേഖല അടച്ചത്, എന്റെ സകല വഴികൾ അടച്ചത് പിശാചല്ല, ദൈവദാസന്മാർ. ഞാൻ സ്നേഹിച്ചവർ, ഞാൻ ചുമന്നുകൊണ്ട് നടന്നവർ, എന്റെ ഇന്ന് ആഹാരം വാങ്ങി ഭക്ഷിച്ചവരൊക്കെ ഞങ്ങൾക്ക് വിരോധമായി മാറിയപ്പോഴും യേശു ഞങ്ങൾക്ക് അനുകൂലമായി ഇന്ന് ഞങ്ങളെ നടത്തുന്നു ഞാൻ പറയുകയാണ്. ഒരു ഭാഗത്ത് രക്ഷിക്കപ്പെടുന്ന മുമ്പ് കുടുംബക്കാർ, ബന്ധക്കാർ എതിരായിരുന്നു. ആത്മീയത്തിൽ വന്നപ്പോൾ, ദൈവത്തെ ആരാധിച്ചു വന്നപ്പോൾ, ആത്മീയരെന്ന് പറയുന്നവർ നമ്മൾ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് വിശ്വാസികൾ പറഞ്ഞുണ്ടാക്കുന്നത്. ഇവിടെ വരുന്നവരെല്ലാം കയ്യടിക്കാൻ ഞാൻ പഠിപ്പിച്ചു, ബാൻഡ് അടിക്കാൻ പഠിപ്പിച്ചു, പാടാൻ പഠിപ്പിച്ചു, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, 21 ഉപസിക്കാൻ പഠിപ്പിച്ചു, 7 ഉപസിക്കാൻ പഠിപ്പിച്ചു. എൻ്റെ ഭാര്യ ഒരിക്കൽ പട്ടിണിറങ്ങി. ഞങ്ങൾ ഒരു 7 ദിവസം ഉപവാസപ്രാർത്ഥന വെച്ചപ്പോൾ 14 പേർക്കും രാത്രി ആഹാരം കൊടുക്കണം. രാത്രി ആഹാരം കൊടുത്ത സമയത്ത് എൻ്റെ ഭാര്യ 2 രാത്രി പട്ടിണി കിടന്നു. എൻ്റെ ഭാര്യ ആഹാരം ഇങ്ങനെ എടുത്തു വെച്ചതിന് ശേഷം എടുത്ത് പാത്രത്തിൽ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം എനിക്ക് ചോർന്നിട്ട് പറഞ്ഞു, എന്നോട് ദൈവം പറഞ്ഞു, ഇനി ഇതിന്റെ ആഹാരം കഴിക്കരുത്, നിന്റെ ഭാര്യ ഇന്നലെ രാത്രി പട്ടിണിയാ, എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ഇന്ന് 2 രാത്രി പട്ടിണിയാന്ന് പറഞ്ഞു. ഞാൻ നേരെ പകുതി ചോറ് വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് ഇതിന്റെ പകുതി നീ കഴിക്കണം, എന്റെ മനസ്സ് വിലക്കുന്നെന്ന് പറഞ്ഞു. ചേട്ടാ, ഞാൻ ഇന്നലെയും പട്ടിണിയായിരുന്നു, ഇന്നും പട്ടിണി അങ്ങനെ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞു നിന്നെ നീ കഴിക്കാതെ പട്ടിണി കിടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ആഹാരം കൊടുത്തു. അന്ന് ചിരിച്ചോണ്ട് സന്തോഷമായിട്ട് എൻ്റെ അടുത്ത് തുടങ്ങി. ഞാൻ പറഞ്ഞത്, വിശ്വാസികൾക്ക് എനിക്കില്ലെങ്കിലും എൻ്റെ മക്കൾക്ക് കൊടുത്തില്ലെങ്കിലും വരുന്ന വിശ്വാസികളെ തൃപ്തിയോടെ ആഹാരം കൊടുത്തു വിടുന്ന എൻ്റെ നല്ലൊരു ഭാര്യയും, എല്ലാവർക്കും വച്ച് വിളമ്പി, എല്ലാവരെയും സ്നേഹിച്ച്, സ്വന്തം അനിയത്തിയെ പോലെയും സഹോദരങ്ങളെ പോലെയും കൂടപ്പുറപ്പിനെ പോലെയും കണ്ണുനീരും നിന്ന പഴിയും പരിഹാസവും തുപ്പലൊക്കെ ഏറ്റ് എൻ്റെ ഭാര്യ ഒത്തിരി ദൈവദാസന്മാരെ നോക്കിയിട്ടുണ്ട്. അവരെ തുണി അലക്കിയും തേച്ചു കൊടുത്തും ആഹാരം വെച്ചു കൊടുത്തും. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, ഞാൻ കാരണമാണ് എൻ്റെ ഭാര്യ. എപ്പോഴും പറഞ്ഞു, ചേട്ടാ യേശുവിൽ നിന്ന് പിന്മാറിപ്പോകരുത്. ചരിത്ര വർഷക്കാലം കർത്താവിന് വേണ്ടി ഇറങ്ങി, കർത്താവിന് വേണ്ടി ചേട്ടൻ നിന്നതാ. നമുക്കൊരു നിത്യത ഉണ്ട് ചേട്ടാ, നമുക്ക് ആരുമില്ലെങ്കിൽ നമുക്കൊരു സ്വർഗമുണ്ട്, നമുക്കൊരു നിത്യതയുണ്ട് എന്ന് എപ്പോഴും എൻ്റെ ഭാര്യ പറയുന്നവരെന്തോ പറഞ്ഞോട്ടെ, ചേട്ടനെ അറിയുന്നൊരു ദൈവമുണ്ട്, എന്നെ നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട് എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ദൈവം നല്ലൊരു വീട് എനിക്ക് തന്നു. പക്ഷെ ഞാനിന്ന് വളരെ കടഭാരത്തിലാണ് ഇരിക്കുന്നത്. എനിക്കൊരു വാഹനം ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ട്. സുവിശേഷ വിലയിൽ ഇപ്പോൾ യാത്രച്ചിന് വാഹനങ്ങളൊന്നുമില്ല. കർത്താവ് ഒരു വീട് തന്നു. അതിന്റെ ബാങ്കിന്റെ ലോൺ അടയ്ക്കാൻ കഴിയാതിരിക്കുന്ന ഒരവസ്ഥ ഞങ്ങൾ മുൻപിലുണ്ട്. ശുശ്രൂഷയുടെ മുഴുവൻ വഴികളും ദൈവദാസന്മാർ ബ്ലോക്ക് ചെയ്തു. പക്ഷെ എന്തെങ്കിലും കണ്ടിട്ടാണോ, എന്നെ കുറിച്ച് അറിഞ്ഞിട്ടാണോ, എന്റെ ചരിത്രം കേട്ടിട്ടാണോ, ഞാൻ ആരാണ്, ഞാൻ എന്താണ് എന്ന് അവരൊന്നും മനസ്സിലാക്കാത്തത്, എന്നോട് സംസാരിക്കാത്തത്, വല്ലവരും പറയുന്നത് കേട്ട് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ദൈവദാസന്മാർ ഇറങ്ങി നടക്കുമ്പോൾ ഭയങ്കര ദുഃഖമാണ്. ഇന്ന് ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവദാസനെ ഞാൻ പോയി കണ്ടപ്പോ പറഞ്ഞു, അറിയാതെ പറഞ്ഞതാ പാസ്റ്ററെ, അത് എന്റെ സഭയിൽ ആ വിശ്വാസി വരാത്തത് കൊണ്ട് എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നു പോയി, സോറി, മാപ്പ്. ഞാൻ ചോദിച്ചു, ഇതേ പറയാനുള്ളൂ നിങ്ങൾക്ക്? വേറെ പദം നിങ്ങൾക്ക് ഉപയോഗിച്ചൂടി എന്ന് ചോദിച്ചു. അപ്പോ വല്ലവരും പറയുന്നത് കേട്ട് പറഞ്ഞു നടക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ദുഃഖമാണ് ഹൃദയത്തിനകത്ത്. ഇന്നും പലപ്പോഴും ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. എനിക്ക് ഷുഗറുണ്ട്, പക്ഷെ കഴിക്കാൻ ദൈവം എല്ലാ ഭാഗ്യവും തന്നപ്പോൾ എന്ത് പറ്റി? ഷുഗർ വന്നു. 31-ാമത്തെ വയസ്സിൽ ഷുഗർ വന്നു. കഴിക്കാനുള്ള എല്ലാ ഒരു പക്വതയിൽ വന്നപ്പോഴാണ്. പക്ഷെ എനിക്ക് വരുന്നതിന് മുമ്പേ, വന്നതിന് ശേഷം ഷുഗർ വന്ന് എല്ലാവരും മരിച്ചു. പക്ഷെ ഞാൻ ജീവനോടെ ഇരിക്കും. കർത്താവ് എന്നോട് ഒരു കാര്യം കൂടെ പറഞ്ഞു, മോനെ, ദൈവം എനിക്ക് വാക്യം തന്നു, ഞാൻ രക്ഷിക്കപ്പെട്ട് യേശുവിന്റെ അടുത്ത് വരുമ്പോൾ നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും, നിന്നാൽ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വ്യക്തികളെ രക്ഷയിലേക്ക് കൊണ്ടുപോകും, സ്നാനപ്പെടുത്തി, ഒത്തിരി പുരോഹിതന്മാരെ ദൈവകൃപയിലേക്ക് സപ്പോർട്ട് ചെയ്ത് സുഷിനെ വളർത്തി. ഇന്ന് ഞാൻ കഴിച്ചില്ലെങ്കിലും ഒരു ദൈവദാസനെങ്കിലും ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട്. എനിക്ക് തരും നന്മയിൽ നിന്നും. ഭാര്യയ്ക്ക് എന്തെങ്കിലും നന്മ കിട്ടിയാൽ അതിന്റെ ദശാംശം മാറ്റിവെക്കുന്നവർ, അങ്ങനെ ഒരു വിശ്വസ്തതയുള്ള ഒരു ഭാര്യ. പള്ളിക്ക് ഞങ്ങൾ ചർച്ച ആയിട്ടില്ല, ഞങ്ങൾ വീട്ടിലാണെന്ന് പ്രയർ നടക്കുന്നത്. വിദേശത്ത് പോകാൻ വേണ്ടി പാസ്പോർട്ട് എടുത്ത സമയത്തും അവിടെയും എനിക്ക് ആരോ പാര വെച്ചെന്ന് ഞാൻ അറിഞ്ഞു. എടുത്തു. 24 വർഷമായി ഇന്ന് വരെ ഞാൻ ഒരു രാജ്യത്തും പോയിട്ടില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എനിക്കൊന്ന് ഫ്ലൈറ്റിൽ പോകണം കർത്താവേ എന്ന് പ്രാർത്ഥിച്ചു. എയർപോർട്ടിൽ ചെന്ന് കൈവക്കി പ്രാർത്ഥിച്ചു. 6 പ്രാവശ്യം ഫ്ലൈറ്റിൽ കയറി. ബാംഗ്ലൂർ മദാമയ്ക്ക് ദൂത് പറഞ്ഞു, സായിപ്പിന് ദൂത് പറഞ്ഞു. അവര് അമേരിക്കയിൽ നിന്ന് വന്ന് എന്നെ കണ്ടു പ്രാർത്ഥിച്ചു. പിന്നെ കൽക്കട്ടയ്ക്ക് പോകാൻ പറ്റി, പിന്നെ ഡൽഹി പോകാൻ പറ്റി. ആമേശ്വരം എന്റെ ഭാര്യനെയും കൂടെ കൊണ്ടുപോകാൻ ദൈവം സഹായിച്ചു. പക്ഷെ ദൈവം ഫ്ലൈറ്റിനകം കാണാനുള്ള ഭാഗ്യം തന്നു. ഒരു രാജ്യത്ത് പോയില്ലെങ്കിലും തിരുവനന്തപുരം പട്ടണത്തിൽ പ്രസംഗിച്ചുകൊണ്ട് എൻ്റെ കർത്താവിനെ വിശ്വസ്തയോടെ എനിക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ ദൈവനെ ഭയങ്കരമായി എന്നെ സഹായിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള സത്യാവസ്ഥ. പക്ഷെ എനിക്ക് ഇന്നും ബാങ്ക് ബാലൻസ് ഒന്നുമില്ല, എൻ്റെ 0 ബാലൻസ് ആണ്.
എൻ്റെ യേശു സീറോ ബാലൻസുകാരനല്ല. എൻ്റെ ദൈവം ധനവാനാണ്, സമ്പന്നനാണ്, കോടീശ്വരനാണ്, കോടിപ്രഭുവാണ്. ആമേൻ. ഞാൻ ആഗ്രഹിക്കുന്നത് യേശുവിൻ്റെ അടുത്ത് എനിക്കിരിക്കണം. യേശുവിനെ കെട്ടിപ്പിടിച്ച് കൂടെ ഇരിക്കാൻ ഈ നിന്നയും കള്ളൻ എന്ന് പറയുമ്പോഴും, ജപിചാരി എന്ന് പറയുമ്പോഴും, വീട്ടിക്കേറ്റൽ എന്ന് പറയുമ്പോഴും, പുരോഹിതന്മാർ വിളിക്കാതിരിക്കുമ്പോഴും, ഇന്ന് എൻ്റെ മീറ്റിംഗിൽ രക്ഷിക്കപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. കഴിഞ്ഞ വർഷവും ഞാൻ സ്നാനപ്പെടുത്തി. മൂത്തമോ സ്നാനപ്പെട്ടു, എൻ്റെ ഇളയമോ സ്നാനപ്പെട്ടു. എൻ്റെ അമ്മ, അത് പറയണമല്ലോ, എൻ്റെ അമ്മ എൻ്റെ 27ാമത്തെ വയസ്സിലാണ് എൻ്റെ അമ്മയുടെ മെന്റൽ മാറുന്നത്. എൻ്റെ അമ്മയെ ഞാൻ നോക്കിയതുപോലെ ആരും നോക്കിയിട്ടില്ല. എൻ്റെ അമ്മ വയ്യാതാകുമ്പോൾ ഞാൻ തോളിലെടുത്തിട്ട് എൻ്റെ അമ്മയെ ഞാൻ ആശുപത്രി കൊണ്ടുപോകും. എന്നിട്ട് തലമുടി വാരി ഞാൻ കെട്ടിക്കൊടുക്കും, എന്നിട്ട് ചോറ് വാരി കൊടുക്കും, തുണി കഴുകി കൊടുക്കും. എൻ്റെ അമ്മയ്ക്ക് മെന്റലായിരുന്നു. എൻ്റെ അമ്മയെ നന്നായി ശുശ്രൂഷിച്ചു. അമ്മയെ നന്നായി നോക്കി. ഒരു മോള് നോക്കുന്നതിനേക്കാൾ എൻ്റെ അമ്മയെ ഞാൻ നോക്കി. അതിനൊരു പ്രതിഫലം സ്വർഗത്തിലെ അപ്പച്ചൻ എനിക്ക് അവിടെ വച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ പള്ളിക്കകത്ത് ആരാധന ഞായറാഴ്ച നടക്കാൻ വസ്ത്രമില്ലാതെ നിന്നിട്ടുണ്ട്. ഞാൻ കരഞ്ഞുകൊണ്ട് പിടിച്ചു കെട്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ ഭാര്യയും കൂടെ കരം കോർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ദൈവമേ എൻ്റെ അമ്മയുടെ മെന്റല് മാറണം, തരുന്നെങ്കിൽ നേരെ താന്ന് പറഞ്ഞു. ലോകം മുഴുവനും പരിഹസിച്ചു, കള്ള ബന്ധക്കോസുകാരനെന്ന്. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് ഒരു ഭ്രാന്തവുമില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ച് എൻ്റെ അമ്മ ജീവനോടെ ഇന്നിരിക്കുകയാണ്. ഒരു മെന്റലും ഇല്ല കേട്ടോ. ഇപ്പോ ഏത് മെന്റലിലേക്ക് പ്രാർത്ഥിച്ചാലും അവർ സൗഖ്യവും. എത്ര വലിയ മെന്റൽ എന്ന് പറഞ്ഞാലും ദൈവം എനിക്ക് നിയോഗം തന്ന് പ്രാർത്ഥിച്ചാൽ ആ വ്യക്തിക്ക് മെന്റൽ കാണും. ദൈവം ആ അവസ്ഥയിലേക്ക് ദൈവം കൊണ്ടുപോകും. ലോകത്തിൽ ഒരു ദൈവദാസനും ചെയ്യാത്ത ശുശ്രൂഷകൾ ഞാൻ ചെയ്യുന്നുമുണ്ട്. കാരണം വളഞ്ഞിരിക്കുന്നവർ പോലും നൂരുന്നുണ്ട്. ഞങ്ങളത് മാത്രം യൂട്യൂബിലൊക്കെ ഒന്നും എടുത്തു പറയാനില്ലെങ്കിലും കർത്താവിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ദൈവം മുഖം നോക്കി പലരെയും ആഹാരം കൊടുത്തു. കഴിഞ്ഞ ദിവസവും വരെ കഞ്ഞിക്കരിയില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട് പട്ടിണിയായ സമയത്തും പലരെയും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സഹായിക്കുന്നുണ്ട്. ദൈവം എന്നെ നടത്തുന്നുണ്ട്. എൻ്റെ അമ്മ മരിച്ചു ഉയർത്തെഴുന്നേറ്റാണ്. അതൊക്കെ എൻ്റെ ഭാര്യ സാക്ഷ്യം പറയും. എൻ്റെ മോൻ മരിച്ച് ആംബുലൻസിൽ കൊണ്ടുപോകുന്ന സമയത്താണ് കൈവച്ച് പ്രാർത്ഥിക്കുന്നു. മോൻ ഉയർത്തുന്ന അത്ഭുത സാക്ഷ്യമുണ്ട്. അവന്റെ ഫോട്ടോ ഉണ്ട്. എല്ലാം ദൈവ അത്ഭുതകരമായ വിടുതല ദൈവം ചെയ്ത. ഒന്ന്, എൻ്റെ മോൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റു. ഞാൻ മരിച്ചുപോയ ആളാണ് കേട്ടോ, ജീവിച്ചിരിക്കുന്ന ആളാണ്. ഇത് 3ാമത്തെ ജന്മമാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ വെയിറ്റ് താങ്ങുന്ന ഒരു മരക്കൊമ്പുണ്ടോ എന്ന് അന്വേഷിച്ച് ആത്മഹത്യ നടന്ന ഒരാളാണ് ഞാൻ. ട്രെയിൻ പാളത്തിൽ തലവെച്ച മനുഷ്യനാണ്. സമാധാനം നഷ്ടപ്പെട്ടവനാണ്. ആരും വീട്ടിൽ കയറ്റാത്തവനായിരുന്നു. ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവനായിരുന്നു. ഒരു ഗതിയുമില്ലായിരുന്നു. കീറിയ വസ്ത്രം മാത്രം ധരിച്ച് നടക്കുമായിരുന്നു. എല്ലാ മേഖലയ്ക്കകത്തും ദുഃഖവും വേദനകളും മാത്രം ജീവിച്ചു പോയൊരു സമയമാണ് എൻ്റെ ജീവിതത്തിൽ. എൻ്റെ പിതാവ് മരിച്ചെന്ന് പറഞ്ഞപ്പോൾ അടക്ക ശുശ്രൂഷ കൊടുത്ത ആൾ ഞാനാണ്. എല്ലാവരും പറഞ്ഞ അവൻ അടക്കരുത്, അവനെ പട്ടി അടക്കുമ്പോൾ അടക്കണമെന്ന് പറഞ്ഞു. ഞാൻ സ്റ്റെൻഡറിലെ പാസ്റ്ററെ വിളിച്ച് നല്ലൊരു അടക്ക ശുശ്രൂഷ ഞാൻ കൊടുത്തു. എൻ്റെ ചെലവിൽ പെട്ടി വാച്ചു. പിന്നെ അയൽക്കൂട്ടത്തിൽ നിന്ന് ഒരു ലോൺ എടുത്ത് കൊണ്ട് പെട്ടി വാച്ചു. പ്രാർത്ഥന നടത്തി, നല്ല രീതിയിൽ നടത്തി. അദ്ദേഹത്തിന്റെ 9ാമത്തെ ഭാര്യയെ മുമ്പ് കൊണ്ടുവന്ന് അടക്ക ശുശ്രൂഷ നടത്തി. ആ സ്ത്രീ കൊണ്ട് എൻ്റെ പേര് കേസ് കൊടുത്തിട്ട് പറഞ്ഞു, ആ അടക്ക ശുശ്രൂഷ കഴിഞ്ഞു. അടുത്ത അവസാനത്തെ 5ാമത്തെ പ്രാർത്ഥന കഴിഞ്ഞാൽ പറഞ്ഞു, ഞാൻ അവളെ പീഡിപ്പിക്കാൻ ചെന്ന് പറഞ്ഞു. അവളൊന്ന് കേസ് കൊടുത്ത സമയത്ത് SI എന്നെ വിളിച്ചു. ഹലോ സാർ, സുരേന്ദ്രനാണോ? അതെ. ഞാൻ പറഞ്ഞു, അതെ. വള്ളിച്ചിറ കോളനിയിൽ ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞുണ്ട്. അവിടെ എന്തൊരു സംഭവമാണ്? ഞാൻ പറഞ്ഞു, പിതാവ് മരിച്ചു, അടക്ക ശുശ്രൂഷ. താങ്കൾ അവിടുത്തെ സ്ത്രീനെ പീഡിപ്പിച്ചോ? ഞാൻ പറഞ്ഞില്ല. ഉടനെ അന്നത്തെ സമയത്ത് പാർട്ടിയിലെ പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റും ഒക്കെ ഞാൻ പ്രാർത്ഥിച്ചാണ് അവരൊക്കെ മെമ്പറായതും പ്രസിഡന്റ് ആയതും. അവർ വിളിച്ചിട്ട് ഞങ്ങളെ പാസ്റ്റർ പോലീസ് സ്റ്റേഷനിൽ കയറ്റൂല, ഞങ്ങളെ പാസ്റ്ററാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ആ കേസിൽ എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാതെ ദൈവം പിടിവിച്ചു. ജോസഫ് വിശ്വസ്തനായിരുന്നത് പോലെ ഞാൻ വിശ്വസ്തനായിരുന്നു. മരണം വരെ അങ്ങനെ ആയിരിക്കണമെന്ന് എൻ്റെ ആഗ്രഹമാണ്. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. ഇനിയും കർത്താവിൻ്റെ അധികം ഓടണം, അധികം പ്രയോജനപ്പെടണം. ഞാൻ 21 ഒക്കെ ഉപസിക്കുന്ന ഒരാളും കൂടെയാണ്. 7, 8 ഞാനൊക്കെ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളുണ്ട്. എനിക്കൊരു പ്രവചന ശുശ്രൂഷയുണ്ട്. എത്ര സീക്രറ്റ് ആയാലും ഞാൻ കണ്ടുപിടിക്കും. ഇതാണ് പാസമ്മക്ക് എന്നെ കണ്ടുപിടാത്തത്. എത്ര വലിയ സീക്രറ്റ് ആണെങ്കിലും നിങ്ങൾ തെറ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ ഡേറ്റ്, മാസം, വയസ്സ്, പേര് വരെ എടുത്ത് പ്രവചിക്കും. പേര് പറഞ്ഞ് പ്രവചിക്കും. അങ്ങനെയുള്ള ഒരാളിനെയൊന്നും ആർക്കും ഇഷ്ടപ്പെടത്തില്ല. ഒത്തിരി പേര് മറന്നു. ഞങ്ങൾ ആരും ഓർക്കാറില്ല. ഞങ്ങൾ എല്ലാവരും മറന്നു. പക്ഷെ ദൈവത്തിന്റെ ഓർമ്മയിൽ എപ്പോഴും ഞങ്ങളുണ്ട് എന്ന് പറയുകയാണ്. മനുഷ്യർ തള്ളിക്കളഞ്ഞു,
ദൈവം തള്ളികൾ. ഞാൻ സ്നാനപ്പെടുത്തിയവരാരും എന്റെ കൂടെ ഇല്ല, എന്നെ മറന്നുപോയവരേ ഉള്ളൂ. പക്ഷെ ഞാൻ ഉണ്ട്, പക്ഷേ അവരില്ല. പക്ഷേ ആന്റിയിലോട്ട് ഞാനുണ്ട്, ഇല്ല. പക്ഷെ ഞാൻ പറയട്ടെ, എൻ്റെ ഈ വീട് പോയാലും എൻ്റെ സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെട്ടാലും എന്നെ വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞാലും ചുട്ടുകൊല്ലുമെന്ന് പറഞ്ഞാലും യേശുവിൽ നിന്ന് സുരേന്ദ്രൻ ബാസും കുടുംബവും പോകത്തില്ല, ഒരിക്കലും പോകത്തില്ല. കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചെങ്കിൽ കർത്താവിൻ്റെ കൂടെ മരണം വരെയും അതിൽ തന്നെയാണ് എൻ്റെ ജീവിതം അവസാനിപ്പിക്കണമെന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ്. ഈ പ്രേക്ഷകരായ നിങ്ങളിലും യേശുവിന് വിട്ടുപോകാതെ കഷ്ടത വരാം, ഞെരുക്കം വരാം, പട്ടിണി വരാം, ക്ലേശം വരാം, എല്ലാം വരാം. പക്ഷെ അതിനകത്തൊക്കെ വിശ്വസ്തയോടെ നിന്നാൽ ദൈവം അനുഗ്രഹിക്കും. ഇവിടെ സമ്പാദിക്കുന്നതിൽ നമുക്ക് ഇവിടെ ഇട്ടിട്ട് പോകേണ്ടതാണ്. ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, എന്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, കർത്താവിന് വേലയ്ക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും, അതായിരിക്കണം നമ്മൾ ചെയ്യാനുള്ളത്. സുരേന്ദ്രൻ ബാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അനുഭവിച്ച വേദന, കടന്നുപോയ കഷ്ടം ഇതുപോലെ ആരെങ്കിലും പോകുമ്പോൾ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. മലം വരെ കഴിക്കണമെന്ന് എനിക്ക് തോന്നിയ ഒരു കാലം ഉണ്ടായിരുന്നു കേട്ടോ. 3-4 ദിവസം പോലും ബാത്റൂമിൽ പോകാതിരുന്നിട്ടുണ്ട്. പോയാൽ വിശക്കും. വെള്ളം മാത്രം കുടിച്ച് യൂറിൻ പാസ് ചെയ്യാതെ വയറ് വലിച്ചിട്ട് കെട്ടി. 2021 അരയിൽ ചാക്കുനൂല് കെട്ടി, ബെൽറ്റ് ഇല്ലാത്തത് കൊണ്ട് പാൻറ് ഊരിപ്പോയി. അങ്ങനെ ചാക്കുനൂല് കെട്ടി ആരാധിച്ചവനാണ് ഞാൻ. ആരെങ്കിലും തരുന്ന ഡ്രസ്സ് ഇട്ടും കൊണ്ട് 19 വർഷക്കാലം ദൈവത്തെ ആരാധിച്ചവനാണ്. ആരെങ്കിലും തരുന്ന ചെരുപ്പ്, ആരെങ്കിലും തരുന്ന വസ്ത്രം എടുത്ത് ആരാധിച്ചൊരു കാലം. അവിടെ ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ചു. പക്ഷേ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഇതിലോട്ട് എന്നെ വിളിച്ച ബഹുമാനിയ ആന്റി കുടുംബത്തിനും ഈ പ്രേക്ഷകർക്കുള്ള സ്നേഹവും നന്ദി ഞാൻ അറിയിക്കുന്നു. ധാരാളമായി നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്, എനിക്ക് വേറൊരു ആവശ്യം കൂടെ കൊണ്ട് ഞാനിപ്പോ സ്റ്റോപ്പ് ചെയ്യുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. ഓക്കേ പാസ്റ്ററെ, പാസ്റ്ററിന്റെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാൻ കർത്താവ് സഹായിച്ചു. കേൾക്കുന്നില്ല ആന്റി? ഓക്കെ പാസ്റ്ററെ, കർത്താവ് പാസ്റ്ററിനെ സഹായിക്കട്ടെ. കർത്താവിന്റെ വേലയിൽ പിന്നെയും വർദ്ധിച്ചു വരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിന്റെ കഷ്ടങ്ങളും ഭാരങ്ങളും ഒന്നും നമ്മെ പൗലോസ് പറഞ്ഞതുപോലെ ക്രിസ്തുയേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്നത് ആര്? കഷ്ടതയോ പട്ടിണിയോ ആപത്തോ വാളോ എന്തു തന്നെ വന്നാലും സഹോദരന്മാരാലുള്ള പീഡ, കള്ള സഹോദരന്മാരാലുള്ള പീഡ, അല്ലെങ്കിൽ നദികളിലെ ആപത്ത്, അല്ലെങ്കിൽ കാട്ടിലെ ആപത്ത്, അങ്ങനെ പൗലോസ് ഒരു കൂട്ടം കഷ്ടങ്ങളെ കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ട്. എന്നാൽ കർത്താവിന്റെ ദാസന്റെ ജീവിതത്തില് ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ കഷ്ടങ്ങളിൽ നിന്നും കർത്താവ് ഒരു ദിവസം കർത്താവിന്റെ ദാസനെ കുടുംബമായി വിടുവിച്ച് അനേക ജീവിതങ്ങൾക്ക് പിന്നെയും ദൈവദാസനെ അനുഗ്രഹമാക്കി തീർക്കുമെന്ന് ഞാൻ ആശംസിക്കുന്നു. കർത്താവിന്റെ ദാസനെ കർത്താവ് പിന്നെയും ഉപയോഗിക്കട്ടെ. ദൈവത്തിന്റെ ദാസൻ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. സ്തോത്രം. പരിശുദ്ധനായ നല്ല ദൈവമേ, കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി നല്ല സമയങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസിയുമായി ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ അല്പസമയം പ്രേക്ഷകരുടെ മുൻപിൽ ഒരു അനുഭവ സാക്ഷ്യവുമായി കടന്നു വരാൻ പരിശുദ്ധാത്മാവ് ഒരിക്കൽ നല്ല വിധങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അനേകം പേർക്ക് വിടുതലിനും അനേകം പേർക്ക് ആശ്വാസത്തിനും അനേകം പേർ ദൈവകൃപയിൽ വരുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാസൻ ദാസി കുഞ്ഞുങ്ങൾ കുടുംബം എല്ലാവരെയും നിന്റെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രാജ്യങ്ങൾ പട്ടണങ്ങളിൽ കേട്ട് ജനം വിടുവിക്കപ്പെട്ട് കർത്താവിനോട് നിൽക്കുവാൻ ദൈവാത്മാവിൻ ആളുകൾ സഹായിക്കണമേ. അവിടെ പ്രവർത്തനങ്ങളും വേലകളെല്ലാം ദൈവം അനുഗ്രഹിക്കണം, സഹായിക്കണം, കൂടെ ഇരിക്കണം. യേശുക്രിസ്തു നാമത്തിൽ പിതാവേ, ആമേൻ. ആമേൻ. ആമേൻ പാസ്റ്റർ.